പ്രിയ ശ്രോതാക്കളെ, കഥാമണ്ഡപം ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജൂൾസ് വേണിന്റെ വിഖ്യാത സാഹസിക നോവലായ 80 ദിവസങ്ങൾ കൊണ്ട് ലോകം ചുറ്റി അറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന കൃതിയുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഫോഗ് ഫിലിയാസിന്റെയും പാസി പാർട്ടൌട്ടുവിന്റെയും സാഹസിക യാത്രയുടെ ഈ പുതിയ കേൾവി അനുഭവം ഒരുക്കിയിരിക്കുന്നത് AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് എന്ന സന്തോഷവാർത്തയും ഞങ്ങൾ അറിയിക്കട്ടെ. ഈ ലോകസഞ്ചാരത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക. നല്ല കേൾവിക്കായി ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സാഹസിക യാത്ര തുടങ്ങാം. അധ്യായം 11. ഫീലിയസ് ഫോഗ് അവിശ്വസനീയമായ വിലയ്ക്ക് വിചിത്രമായ ഒരു യാത്രാമാർഗം കണ്ടെത്തുന്നു. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു. യാത്രക്കാരിൽ കിഴക്കൻ തീരത്തേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പോകുന്ന നിരവധി സൈനിക ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും കറുപ്പും നീലമരിയും കച്ചവടം ചെയ്യുന്ന വ്യാപാരികളും ഉണ്ടായിരുന്നു. പാസ്പർട്ടു തന്റെ യജമാനനോടൊപ്പം ഒരേ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തു. അവർക്കെതിരെയുള്ള സീറ്റിൽ മൂന്നാമതൊരു യാത്രക്കാരനും ഉണ്ടായിരുന്നു. ഇത് സർ ഫ്രാൻസിസ് ക്രോമാർട്ടിയായിരുന്നു. മംഗോളിയ എന്ന കപ്പലിൽ വെച്ച് മിസ്റ്റർ ഫോഗിന്റെ വിസ്റ്റ് കളിക്കൂട്ടുകാരനായിരുന്ന അദ്ദേഹം ഇപ്പോൾ ബനാറസിലെ തന്റെ സൈന്യത്തിൽ ചേരാനുള്ള യാത്രയിലായിരുന്നു. സർ ഫ്രാൻസിസ് 50 വയസ്സുള്ള ഉയരമുള്ള വെളുത്ത നിറമുള്ള ഒരാളായിരുന്നു. കഴിഞ്ഞ സിപ്പായി ലഹളയിൽ അദ്ദേഹം വലിയ പ്രശസ്തി നേടിയിരുന്നു. അദ്ദേഹം ഇന്ത്യയെ തന്റെ വീടായി മാറ്റിയിരുന്നു. അപൂർവമായി മാത്രമേ ഇംഗ്ലണ്ടിലേക്ക് ചെറിയ സന്ദർശനങ്ങൾ നടത്തിയിരുന്നുള്ളൂ. ഇന്ത്യയിലെ ആചാരങ്ങൾ, ചരിത്രം, ജനങ്ങളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് ഒരു സ്വദേശിയെപ്പോലെ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. എന്നാൽ ഫീലിയസ് ഫോഗ് യാത്ര ചെയ്യുകയായിരുന്നില്ല, മറിച്ച് ഭൂമിയെ വലം വയ്ക്കുകയായിരുന്നു. അതിനാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹം മെനക്കെട്ടില്ല. യുക്തിപരമായ മെക്കാനിക്സ് നിയമങ്ങൾ അനുസരിച്ച് ഭൂഗോളത്തിനു ചുറ്റുമൊരു ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഖരവസ്തുവായിരുന്നു അദ്ദേഹം. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിൽ കണക്കുകൂട്ടുകയായിരുന്നു. വെറുതെ സന്ദേശം പ്രകടിപ്പിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തൃപ്തിയോടെ കൈകൾ തിരുമുമായിരുന്നു. സർ ഫ്രാൻസിസ് ക്രോമാർട്ടി തന്റെ സഹയാത്രികന്റെ വിചിത്രമായ സ്വഭാവം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ കിട്ടിയ ഏക അവസരം കാർഡ് വിതരണം ചെയ്യുമ്പോഴും കളിയുടെ ഇടവേളകളിലും മാത്രമായിരുന്നു. ഈ തണുത്ത പുറമോടിക്കുള്ളിൽ ഒരു മനുഷ്യഹൃദയം ശരിക്കും മിടിക്കുന്നുണ്ടോ എന്നും ഫീലിയസ് ഫോഗിന് പ്രകൃതി ഭംഗിയെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടോ എന്നും അദ്ദേഹം സ്വയം ചോദിച്ചു. താൻ ഇതിവരെ കണ്ടുമുട്ടിയിട്ടുള്ള വിചിത്ര സ്വഭാവമുള്ളവരിൽ ആരും തന്നെ കൃത്യമായ ശാസ്ത്രത്തിന്റെ ഈ ഉൽപ്പന്നത്തോട് തുല്യരല്ലെന്ന് ആ ബ്രിഗേഡിയർ ജനറൽ മനസ്സിൽ സമ്മതിച്ചു. ഫീലിയസ് ഫോഗ് ലോകം ചുറ്റാനുള്ള തന്റെ പദ്ധതിയോ അതാരംഭിച്ച സാഹചര്യങ്ങളോ സർ ഫ്രാൻസിസിൽ നിന്ന് മറച്ചുവെച്ചില്ല. ജനറൽ ഈ പന്തയത്തെ വെറും ഒരു വിചിത്രമായ പ്രവൃത്തിയായിട്ടും സാമാന്യ ബുദ്ധിയുടെ കുറവായിട്ടുമാണ് കണ്ടത്. ഈ വിചിത്രനായ മനുഷ്യൻ പോകുന്ന രീതിയിൽ തനിക്കോ മറ്റാർക്കെങ്കിലുമോ ഒരു ഗുണവും ചെയ്യാതെ അദ്ദേഹം ഈ ലോകം വിട്ടുപോകും. ബോംബെ വിട്ട് 1 മണിക്കൂറിന് ശേഷം ട്രെയിൻ പാലങ്ങളും സാൽസട്ട് ദ്വീപും കടന്ന് തുറന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രവേശിച്ചു. കല്യാണിൽ വച്ചവർ കല്യാണിലൂടെയും പൂനെയിലൂടെയും തെക്കുകിഴക്കൻ ഇന്ത്യയിലേക്ക് പോകുന്ന റെയിൽവേ ലൈനിന്റെ ജംഗ്ഷനിലെത്തി. പവൽ കടന്നവർ പർവ്വതനിരകളുടെ ഇടുങ്ങിയ വഴികളിലേക്ക് പ്രവേശിച്ചു. അവിടെ പർവ്വതങ്ങളുടെ അടിവാരങ്ങൾ കരിങ്കല്ലുകൾ നിറഞ്ഞതും കൊടുമുടികൾ ഇടതൂർന്ന പച്ചവനങ്ങളാൽ നിറഞ്ഞതുമായിരുന്നു. ഫീലിയസ് ഫോഗും സർ ഫ്രാൻസിസ് ക്രോമാർട്ടിയും ഇടയ്ക്കിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ സംഭാഷണം വീണ്ടും തുടങ്ങിയ സർ ഫ്രാൻസിസ് പറഞ്ഞു, മിസ്റ്റർ ഫോഗ്, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഈ സ്ഥലത്ത് വെച്ച് നിങ്ങൾക്കൊരു തടസ്സം നേരിടുമായിരുന്നു. അതൊരു പക്ഷേ നിങ്ങളുടെ പന്തയം തോൽപ്പിക്കുമായിരുന്നു. അതെങ്ങനെയാണ് സർ ഫ്രാൻസിസ്? കാരണം റെയിൽവേ ഈ പർവ്വതങ്ങളുടെ അടിവാരത്ത് അവസാനിച്ചിരുന്നു. യാത്രക്കാർക്ക് മറുഭാഗത്തുള്ള കല്യാണിലേക്ക് പോകാൻ പല്ലയ്ക്കുകളിലോ കുതിരപ്പുറത്തോ പർവ്വതം മുറിച്ചു കടക്കേണ്ടി വരുമായിരുന്നു. അത്തരമൊരു താമസം എന്റെ പദ്ധതികളെ ഒട്ടും ബാധിക്കില്ലായിരുന്നു, മിസ്റ്റർ ഫോഗ് പറഞ്ഞു. ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ എപ്പോഴും മുൻകൂട്ടി കാണാറുണ്ട്. പക്ഷേ മിസ്റ്റർ ഫോഗ്, സർ ഫ്രാൻസിസ് തുടർന്നു, ആ പഗോഡയിൽ വെച്ച് ഈ പാവം മനുഷ്യൻ ചെയ്ത സാഹസത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. പാസ്പർട്ടു തന്റെ യാത്രാ പുതപ്പിൽ കാലുകൾ സുഖമായി പൊതിഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. ആരെങ്കിലും തന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളോട് സർക്കാർ വളരെ കർക്കശമാണ്. ഇന്ത്യക്കാരുടെ മതപരമായ ആചാരങ്ങൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടെന്ന് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ വേലക്കാരൻ പിടിക്കപ്പെട്ടാൽ. ശരി സർ ഫ്രാൻസിസ്, മിസ്റ്റർ ഫോഗ് മറുപടി പറഞ്ഞു. അവൻ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുമായിരുന്നു. അതിനുശേഷം അവൻ ശാന്തനായി യൂറോപ്പിലേക്ക് മടങ്ങുമായിരുന്നു. ഈ സംഭവം അവന്റെ യജമാനനെ എങ്ങനെ താമസിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംഭാഷണം വീണ്ടും നിലച്ചു. രാത്രിയിൽ ട്രെയിൻ പർവ്വതങ്ങൾ പിന്നിട്ട് നാസിക്ക് കടന്നു. അടുത്ത ദിവസം ഖാന്ദേശ് എന്ന നിരപ്പായതും കൃഷി ചെയ്യുന്നതുമായ പ്രദേശത്തിലൂടെ യാത്ര തുടർന്നു. അവിടെ ചിതറിക്കിടക്കുന്ന ഗ്രാമങ്ങൾക്ക് മുകളിൽ പഗോഡകളുടെ ഗോപുരങ്ങൾ ഉയർന്നു നിന്നിരുന്നു. ഈ ഫലഭൂയിഷ്ഠമായ പ്രദേശത്തിലൂടെ നിരവധി ചെറിയ നദികളും തെളിനീർ അരുവികളും ഒഴുകുന്നുണ്ട്. അവയിൽ ഭൂരിഭാഗവും ഗോദാവരിയുടെ പോഷക നദികളാണ്.
പാസ്പാർട്ടു ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ താൻ ശരിക്കും ഒരു ട്രെയിനിൽ ഇന്ത്യ മുറിച്ചു കടക്കുകയാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഇംഗ്ലീഷ് എഞ്ചിനീയർ ഓടിക്കുന്നതും ഇംഗ്ലീഷ് കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായ ആ എഞ്ചിൻ പരുത്തി, കാപ്പി, ജാതിക്ക, ഗ്രാമ്പൂ, കുരുമുളക് തോട്ടങ്ങളിലേക്ക് പുക പുറത്തുവിട്ടു. അതേസമയം നീരാവി ഈന്തപ്പനക്കൂട്ടങ്ങൾക്ക് ചുറ്റും ചുരുളുകളായി ഉയർന്നു. അവയ്ക്കിടയിൽ മനോഹരമായ ബംഗ്ലാവുകളും വിഹാരങ്ങളും ഉപേക്ഷിക്കപ്പെട്ട ഒരു തരം മഠങ്ങൾ, ഇന്ത്യൻ വാസ്തുവിദ്യയുടെ വിസ്മയിപ്പിക്കുന്ന അലങ്കാരങ്ങളാൽ സമ്പന്നമായ ക്ഷേത്രങ്ങളും കാണാമായിരുന്നു. പിന്നീടവർ ചക്രമാളം വരെ നീളുന്ന വിശാലമായ പ്രദേശങ്ങളിലെത്തി. അവിടെ പാമ്പുകളും കടുവകളും വസിക്കുന്ന കാടുകളുണ്ടായിരുന്നു. ട്രെയിനിന്റെ ശബ്ദം കേട്ട് അവ ഓടിപ്പോയി. അതിനുശേഷം റെയിൽവേ കടന്നുപോകുന്ന വനങ്ങളിലെത്തി. അവിടെ ഇപ്പോഴും ആനകളുണ്ടായിരുന്നു. അവ കടന്നുപോകുന്ന ട്രെയിനിനെ ഗൗരവത്തോടെ നോക്കി നിന്നു. യാത്രക്കാർ മില്ലിഗമ്മിനപ്പുറം കാളീദേവിയുടെ ഭക്തരാൽ പലപ്പോഴും രക്തം ചിന്തിയ ആ ഭയാനകമായ പ്രദേശം കടന്നുപോയി. അധികമകലെയല്ലാതെ മനോഹരമായ പഗോഡകളുള്ള എല്ലോറയും ക്രൂരനായ ഔറംഗസീബിന്റെ തലസ്ഥാനമായിരുന്ന പ്രശസ്തമായ ഔറംഗബാദും ഉണ്ടായിരുന്നു. അതിപ്പോൾ നിസാമിന്റെ രാജ്യത്തിന്റെ ഭാഗമായ ഒരു പ്രവിശ്യയുടെ പ്രധാന നഗരമാണ്. അവിടെയായിരുന്നു കൊലയാളികളുടെ രാജാവായ ഥഗ്ഗി തലവൻ ഫെറിംഗിയ ഭരണം നടത്തിയിരുന്നത്. രഹസ്യമായി ഒന്നിച്ച ഈ ക്രൂരന്മാർ മരണം എന്ന ദേവതയുടെ ബഹുമാനാർത്ഥം രക്തം ചിന്താതെ എല്ലാ പ്രായത്തിലുമുള്ള ഇരകളെ ശ്വാസം മുട്ടിച്ചു കൊന്നിരുന്നു. ഈ പ്രദേശത്ത് എല്ലായിടത്തും ശവശരീരങ്ങൾ കാണപ്പെടാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സർക്കാർ ഈ കൊലപാതകങ്ങൾ വലിയ തോതിൽ കുറയ്ക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. എങ്കിലും ഥഗ്ഗികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ തങ്ങളുടെ ഭയാനകമായ ആചാരങ്ങൾ തുടരുന്നുമുണ്ട്. 12:30 ട്രെയിൻ ബർഹാംപൂരിൽ നിർത്തി. അവിടെ നിന്ന് പാസ്പാർട്ടുവിന് വ്യാജമുത്തുകൾ പതിപ്പിച്ച ചില ഇന്ത്യൻ ചെരുപ്പുകൾ വാങ്ങാൻ കഴിഞ്ഞു. അത് അദ്ദേഹം വലിയ അഭിമാനത്തോടെ കാലിൽ ധരിച്ചു. യാത്രക്കാർ വേഗത്തിൽ പ്രഭാതഭക്ഷണം കഴിച്ച് അസൂർഗഡിലേക്ക് തിരിച്ചു. സൂററ്റിന് സമീപം കാംബെ ഉൾക്കടലിൽ ചേരുന്ന തപ്തി എന്ന ചെറിയ നദിയുടെ തീരത്തുകൂടി കുറച്ചു ദൂരം അവർ യാത്ര ചെയ്തു. പാസ്പാർട്ടു ഇപ്പോൾ ആഴത്തിൽ ചിന്തയിലായിരുന്നു. ബോംബെയിൽ എത്തുന്നതുവരെ അവരുടെ യാത്ര അവിടെ അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അതിവേഗത്തിൽ ഇന്ത്യ മുറിച്ചു കടക്കുകയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ പെട്ടെന്ന് മാറ്റം വന്നു. അദ്ദേഹത്തിന്റെ പഴയ നാടോടി സ്വഭാവം തിരികെ വന്നു. യൗവനത്തിലെ വിചിത്രമായ ആശയങ്ങൾ വീണ്ടും അദ്ദേഹത്തെ കീഴടക്കി. തന്റെ യജമാനന്റെ പദ്ധതി ഗൗരവമുള്ളതാണെന്ന് അദ്ദേഹം കരുതി തുടങ്ങി. പന്തയത്തിലും ലോകം ചുറ്റുന്നതിലും നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയിലും അദ്ദേഹം വിശ്വസിച്ചു. യാത്രക്കിടയിലുണ്ടായേക്കാവുന്ന തടസ്സങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും അദ്ദേഹം ഇപ്പോൾ ആശങ്കപ്പെടാൻ തുടങ്ങി. പന്തയത്തിൽ തനിക്കും പങ്കുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തലേദിവസം രാത്രിയിലെ തന്റെ ക്ഷമിക്കാനാവാത്ത വിഡ്ഢിത്തം കാരണം അത് തോറ്റുപോയേക്കാമെന്നോർത്ത് അദ്ദേഹം വിറച്ചു. മിസ്റ്റർ ഫോഗിനേക്കാൾ ആത്മനിയന്ത്രണം കുറവായതിനാൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങൾ വീണ്ടും വീണ്ടും എണ്ണുകയും ട്രെയിൻ നിർത്തുമ്പോൾ ശപിക്കുകയും ചെയ്തു. ട്രെയിനിന്റെ വേഗത കുറവാണെന്ന് കുറ്റപ്പെടുത്തുകയും എഞ്ചിനീയർക്ക് കൈക്കൂലി നൽകാത്തതിന് മിസ്റ്റർ ഫോഗിനെ മനസ്സിൽ പഴയ്ക്കുകയും ചെയ്തു. അത്തരം മാർഗങ്ങളിലൂടെ ഒരു കപ്പലിന്റെ വേഗത കൂട്ടാൻ കഴിയുമെങ്കിലും റെയിൽവേയിൽ അത് സാധ്യമല്ലെന്ന് ആ പാവം മനുഷ്യന് അറിയില്ലായിരുന്നു. വൈകുന്നേരത്തോടെ ട്രെയിൻ ഖണ്ഡേഷിനെയും ബുന്ദേൽഖണ്ഡിനെയും വേർതിരിക്കുന്ന സത്പുര പർവ്വതനിരകളിലെ ഇടുക്കുകളിലേക്ക് പ്രവേശിച്ചു. അടുത്ത ദിവസം സർ ഫ്രാൻസിസ് ക്രൊമാർട്ടി പാസ്പാർട്ടൂട്ടിനോട് സമയം ചോദിച്ചു. തന്റെ വാച്ചിൽ നോക്കി പുലർച്ചെ 3 മണിയായെന്ന് അവൻ മറുപടി നൽകി. ഗ്രീൻവിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ചിരുന്ന ഈ പ്രശസ്തമായ വാച്ച് ഇപ്പോൾ 77 ഡിഗ്രി പടിഞ്ഞാറായതിനാൽ കുറഞ്ഞത് 4 മണിക്കൂർ പുറകിലായിരുന്നു. സർ ഫ്രാൻസിസ് പാസ്പാർട്ടൂട്ടിന്റെ സമയം തിരുത്തി. അപ്പോൾ ഫിക്സിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ അവൻ ആവർത്തിച്ചു. കിഴക്കോട്ട്, അതായത് സൂര്യനഭിമുഖമായി യാത്ര ചെയ്യുന്നതിനാൽ ഓരോ ഡിഗ്രി പിന്നിടുമ്പോഴും പകലിന് 4 മിനിറ്റ് കുറയുമെന്നും അതിനാൽ ഓരോ പുതിയ രേഖയിലും വാച്ച് ക്രമീകരിക്കണമെന്നും ജനറൽ നിർബന്ധിച്ചെങ്കിലും ലണ്ടൻ സമയം കാണിക്കുന്ന തന്റെ വാച്ച് മാറ്റാൻ പാസ്പാർട്ടൂട്ട് വിസമ്മതിച്ചു. അത് ആരെയും ഉപദ്രവിക്കാത്ത ഒരു നിഷ്കളങ്കമായ വിശ്വാസമായിരുന്നു. 8 മണിക്ക് റോത്തലിന് ഏകദേശം 15 മൈൽ അപ്പുറത്തുള്ള ഒരു വനപ്രദേശത്ത് ട്രെയിൻ നിന്നു. അവിടെ കുറച്ച് ബംഗ്ലാവുകളും തൊഴിലാളികളുടെ കുടിലുകളും ഉണ്ടായിരുന്നു. ഗാർഡ് കമ്പാർട്ട്മെന്റുകളിലൂടെ നടന്ന് യാത്രക്കാരിവിടെ ഇറങ്ങണം എന്ന് വിളിച്ചു പറഞ്ഞു. ഫീലിയസ് കോഗ് വിശദീകരണത്തിനായി സർ ഫ്രാൻസിസ് ക്രൊമാർട്ടിയെ നോക്കി. എന്നാൽ ഈന്തപ്പനകളും കരുവേലകങ്ങളും നിറഞ്ഞ ഈ കാടിന് നടുവിൽ എന്തിനാണ് വണ്ടി നിർത്തിയതെന്ന് ജനറലിനും മനസ്സിലായില്ല. ഒട്ടും കുറയാത്ത അത്ഭുതത്തോടെ പുറത്തേക്കോടിയ പാസ്പാർട്ടൂട്ട് വേഗത്തിൽ തിരിച്ചുവന്ന് വിളിച്ചു പറഞ്ഞു, യജമാനനെ, ഇനി റെയിൽവേ ഇല്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? സർ ഫ്രാൻസിസ് ചോദിച്ചു. ട്രെയിൻ ഇനി മുന്നോട്ടു പോകില്ലെന്നാണ് ഞാൻ പറയുന്നത്. ജനറൽ ഉടൻ തന്നെ പുറത്തിറങ്ങി. ഫീലിയസ് ഫോഗ് ശാന്തനായ അദ്ദേഹത്തെ പിന്തുടർന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഗാർഡിന്റെ അടുത്തേക്ക് പോയി. നമ്മൾ എവിടെയാണ്? സർ ഫ്രാൻസിസ് ചോദിച്ചു. ഖോൽബി എന്ന ഗ്രാമത്തിൽ. നമ്മൾ ഇവിടെ നിർത്തുകയാണോ? തീർച്ചയായും, റെയിൽവേ പണി പൂർത്തിയായിട്ടില്ല. എന്ത്?
പൂർത്തിയായിട്ടില്ലെന്നോ? ഇല്ല, ഇവിടെ നിന്ന് അലഹബാദ് വരെ ഏകദേശം 50 മൈൽ ദൂരം കൂടി പാളമിടാനുണ്ട്. അവിടെ നിന്ന് വീണ്ടും റെയിൽവേ ലൈൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ പത്രങ്ങളിൽ റെയിൽവേ പാത പൂർണ്ണമായും തുറന്നതായി അറിയിച്ചിരുന്നല്ലോ. ഞാൻ എന്തു ചെയ്യാനാണ് ഓഫീസർ? പത്രങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. എന്നിട്ടും നിങ്ങൾ ബോംബെ മുതൽ കൽക്കട്ട വരെ ടിക്കറ്റ് വിൽക്കുന്നുണ്ടല്ലോ. ദേഷ്യം വന്ന സർ ഫ്രാൻസിസ് മറുപടി പറഞ്ഞു. സംശയമില്ല, ഗാർഡ് മറുപടി നൽകി. പക്ഷേ ഖോൽഭിയിൽ നിന്ന് അലഹബാദിലേക്ക് പോകാൻ സ്വന്തം നിലയിൽ വാഹനങ്ങൾ കണ്ടെത്തണമെന്ന് യാത്രക്കാർക്ക് അറിയാം. സർ ഫ്രാൻസിസ് കുപിതനായി. പാസ്പാർട്ടൂട്ടിന് ഗാർഡിനെ അടിക്കാൻ തോന്നി. പക്ഷെ തന്റെ യജമാനനെ നോക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. സർ ഫ്രാൻസിസ് മിസ്റ്റർ ഫോഗ് ശാന്തമായി പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അലഹബാദിലേക്ക് പോകാൻ വല്ല വാഹനവുമുണ്ടോ എന്ന് നോക്കാം. മിസ്റ്റർ ഫോഗ്, ഇത് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു താമസമാണ്. അല്ല സർ ഫ്രാൻസിസ്, ഇത് മുൻകൂട്ടി കണ്ടതാണ്. എന്ത്? വഴി ഇങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ഒരിക്കലുമില്ല. പക്ഷേ എന്റെ യാത്രയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇതിനകം ലാഭിക്കാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. 25-ാം തീയതി ഉച്ചയ്ക്ക് കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കൊരു കപ്പൽ പുറപ്പെടുന്നുണ്ട്. ഇന്ന് 22-ാം തീയതിയാണ്. നമ്മൾ കൃത്യസമയത്ത് കൽക്കട്ടയിലെത്തും. ഇത്ര ആത്മവിശ്വാസമുള്ള മറുപടിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. റെയിൽവേ പാത ഇവരെ അവസാനിക്കുന്നത് സത്യമായിരുന്നു. പത്രങ്ങൾ ചില വാച്ചുകളെ പോലെയായിരുന്നു. അവ വേഗത്തിലോടി പാത പൂർത്തിയായെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. മിക്ക യാത്രക്കാർക്കും ഈ തടസ്സത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അവർ ട്രെയിനിൽ നിന്നിറങ്ങി ഗ്രാമത്തിൽ ലഭ്യമായ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാൻ തുടങ്ങി. 4 ചക്രങ്ങളുള്ള പാൽക്കി ഗാഡികൾ, കാളവണ്ടികൾ, സഞ്ചരിക്കുന്ന പഗോഡകൾ പോലെ തോന്നിക്കുന്ന വണ്ടികൾ, പല്ലക്കുകൾ, കുതിരകൾ, അങ്ങനെ പലതും. മിസ്റ്റർ ഫോഗും സർ ഫ്രാൻസിസ് ക്രൊമാർട്ടിയും ഗ്രാമം മുഴുവൻ തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഞാൻ നടന്നുപോകും, ഫീലിയസ് ഫോഗ് പറഞ്ഞു. തന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയ പാസ്പാർട്ടൂട്ട് തന്റെ മനോഹരമായ എന്നാൽ ദുർബലമായ ഇന്ത്യൻ ചെരുപ്പുകളെക്കുറിച്ചോർത്തപ്പോൾ മുഖം ചുളിച്ചു. ഭാഗ്യവശാൽ അവനും ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ പറഞ്ഞു, യജമാനനെ, എനിക്കൊരു വാഹനം കിട്ടിയെന്ന് തോന്നുന്നു. എന്താണത്? ഒരാന. ഇവിടെ നിന്ന് 100 അടി മാത്രം അകലെ താമസിക്കുന്ന ഒരു ഇന്ത്യക്കാരന്റെ ആന. നമുക്ക് പോയി ആനയെ കാണാം, മിസ്റ്റർ ഫോഗ് മറുപടി നൽകി. അവരുടൻ തന്നെ ഒരു ചെറിയ കുടിലിലെത്തി. അതിനടുത്ത് ഉയർന്ന വേലിക്കെട്ടിനുള്ളിൽ ആ മൃഗത്തെ കണ്ടു. കുടിലിൽ നിന്നൊരു ഇന്ത്യക്കാരൻ പുറത്തുവന്നു. അവരുടെ അഭ്യർത്ഥനപ്രകാരം അവരെ വേലിക്കെട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഉടമസ്ഥൻ ആനയെ വളർത്തിയത് ഭാരം ചുമക്കാനല്ല, മറിച്ച് യുദ്ധ ആവശ്യങ്ങൾക്കായിരുന്നു. അതിനാൽ അത് പകുതി മെരുങ്ങിയതായിരുന്നു. ആനയെ പ്രകോപിപ്പിച്ചും 3 മാസത്തിലൊരിക്കൽ പഞ്ചസാരയും വെണ്ണയും നൽകിയും അതിന്റെ സ്വഭാവത്തിൽ ഇല്ലാത്ത ഒരു ക്രൂരത വളർത്താൻ ഉടമസ്ഥൻ ശ്രമിച്ചിരുന്നു. യുദ്ധത്തിനായി ആനകളെ പരിശീലിപ്പിക്കുന്നവർ സാധാരണയായി ഈ രീതിയാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ മിസ്റ്റർ ഫോഗിന്റെ ഭാഗ്യത്തിന് ആ ദിശയിലുള്ള പരിശീലനം അധികം മുന്നോട്ടു പോയിരുന്നില്ല. ആന അതിന്റെ സ്വാഭാവികമായ ശാന്തത നിലനിർത്തിയിരുന്നു. കിയൂണി എന്നായിരുന്നു ആ മൃഗത്തിന്റെ പേര്. അതിനു വേഗത്തിൽ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. മറ്റു വാഹനങ്ങളൊന്നുമില്ലാത്തതിനാൽ മിസ്റ്റർ ഫോഗ് അതിനെ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇന്ത്യയിൽ ആനകൾക്ക് വലിയ വിലയാണ്. അവയുടെ എണ്ണം കുറഞ്ഞുവരികയാണ്. സർക്കസ് പ്രദർശനങ്ങൾക്ക് അനുയോജ്യമായ കൊമ്പൻ ആനകൾക്ക് വലിയ ഡിമാൻഡാണ്, പ്രത്യേകിച്ച് മെരുക്കിയവ കുറവായതിനാൽ. അതിനാൽ മിസ്റ്റർ ഫോഗ് കിയൂണിയെ വാടകയ്ക്ക് ചോദിച്ചപ്പോൾ ഉടമസ്ഥനത് പാടെ നിരസിച്ചു. മിസ്റ്റർ ഫോഗ് നിർബന്ധിച്ചു. അലഹബാദ് വരെ ആനയെ നൽകിയാൽ മണിക്കൂറിന് 10 പൗണ്ടെന്ന വലിയ തുക വാഗ്ദാനം ചെയ്തു. സമ്മതിച്ചില്ല. 20 പൗണ്ട്? അതും നിരസിച്ചു. 40 പൗണ്ട്? എന്നിട്ടും സമ്മതിച്ചില്ല. ഓരോ തവണ തുക കൂട്ടുമ്പോഴും പാസ്പാർട്ടൂട്ട് ഞെട്ടിപ്പോയി. പക്ഷേ ആ ഇന്ത്യക്കാരൻ പ്രലോഭനത്തിന് വഴങ്ങിയില്ല. എന്നിരുന്നാലും അതൊരു വലിയ വാഗ്ദാനമായിരുന്നു. കാരണം അലഹബാദിലെത്താൻ ആനയ്ക്ക് 15 മണിക്കൂർ വേണമെന്ന് കരുതിയാൽ ഉടമസ്ഥന് 600 പൗണ്ട് ലഭിക്കുമായിരുന്നു. ഒട്ടും പരിഭ്രമിക്കാതെ ഫീലിയസ് ഫോഗ് ആ മൃഗത്തെ നേരിട്ട് വാങ്ങാൻ തീരുമാനിച്ചു. ആദ്യം 1000 പൗണ്ട് വാഗ്ദാനം ചെയ്തു. തനിക്ക് വലിയ ലാഭം കിട്ടുമെന്ന് കരുതിയാകാം ആ ഇന്ത്യക്കാരൻ അപ്പോഴും വിസമ്മതിച്ചു. സർ ഫ്രാൻസിസ് ക്രോമാർട്ടി മിസ്റ്റർ ഫോഗിനെ മാറ്റി നിർത്തി. കൂടുതൽ മുന്നോട്ടു പോകുന്നതിനു മുമ്പ് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. താൻ എടുത്തു ചാടി ഒന്നും ചെയ്യാറില്ലെന്നും 20,000 പൗണ്ടിന്റെ പന്തയമാണിതിലുള്ളതെന്നും ആന തനിക്ക് അത്യാവശ്യമാണെന്നും അതിന്റെ വിലയുടെ 20 മടങ്ങ് നൽകേണ്ടി വന്നാലും താൻ അത് സ്വന്തമാക്കുമെന്നും അദ്ദേഹം മറുപടി നൽകി. അവർ വീണ്ടും ഇന്ത്യക്കാരന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ ചെറിയ കണ്ണുകളിലെ തിളക്കം താൻ ചോദിക്കുന്ന വില കിട്ടാൻ വേണ്ടിയുള്ളതാണെന്ന് വ്യക്തമായിരുന്നു. മിസ്റ്റർ ഫോഗ് ആദ്യം 1200, പിന്നെ 1500, 1800, ഒടുവിൽ 2000 പൗണ്ട് വാഗ്ദാനം ചെയ്തു. ആകാംക്ഷ കാരണം പാസ്പാർട്ടൂട്ടിന്റെ മുഖം വിളറി വെളുത്തു. 2000 പൗണ്ടിന് ആ ഇന്ത്യക്കാരൻ സമ്മതിച്ചു. എന്റെ ദൈവമേ, ഒരാനയ്ക്ക് ഇത്രയും വലിയ വിലയോ? പാസ്പാർട്ടൂട്ട് വിളിച്ചു പറഞ്ഞു. ഇനി ഒരു വഴികാട്ടിയെ കണ്ടെത്തുക എന്നതായിരുന്നു അടുത്ത ജോലി. അത് താരതമ്യേന എളുപ്പമായിരുന്നു. ബുദ്ധിശക്തിയുള്ള മുഖഭാവമുള്ള ഒരു യുവ പാർസി തന്റെ സേവനം വാഗ്ദാനം ചെയ്തു. മിസ്റ്റർ ഫോഗ് അത് സ്വീകരിച്ചു.
ആനയെ പുറത്തിറക്കി സജ്ജമാക്കി. സമർത്ഥനായ ആനക്കാരനായിരുന്ന പാഴ്സി അതിന്റെ പുറത്തൊരു തരം വിരിയിട്ടു. ഇരുവശങ്ങളിലും അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്ന ഹൗഡകൾ കെട്ടി. ഫീലിയസ് ഫോഗ് തന്റെ പ്രശസ്തമായ ബാഗിൽ നിന്ന് നോട്ടുകളെടുത്ത് ഇന്ത്യക്കാരന് പണം നൽകി. ഇത് കണ്ട പാവം പാസ്പാർട്ടൂട്ടിന്റെ ചങ്ക് തകർന്നു. തുടർന്ന് അദ്ദേഹം സർ ഫ്രാൻസിസിനെ അലഹബാദിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം അത് നന്ദിയോടെ സ്വീകരിച്ചു. ഖോൽബിയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി. സർ ഫ്രാൻസിസും മിസ്റ്റർ ഫോഗും ഇരുവശങ്ങളിലെ ഹൗഡകളിൽ ഇരുന്നു. പാസ്പാർട്ടൂട്ട് അവർക്കിടയിൽ വിരിക്കുമുകളിലിരുന്നു. പാഴ്സി ആനയുടെ കഴുത്തിലിരുന്നു. 9 മണിക്ക് അവർ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു. ആന ഈന്തപ്പനക്കാടുകളിലൂടെ എളുപ്പവഴിയിൽ നടന്നു നീങ്ങി. അധ്യായം 12. ഫീലിയസ് ഫോഗും കൂട്ടുകാരും ഇന്ത്യൻ വനങ്ങളിലൂടെ സാഹസിക യാത്ര നടത്തുന്നതും തുടർന്നുണ്ടായ കാര്യങ്ങളും. യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കാനായി റെയിൽവേ പാത പണിതുകൊണ്ടിരുന്ന വശത്തിന്റെ ഇടതുഭാഗത്തുകൂടി ഗൈഡ് മുന്നോട്ടുപോയി. വിന്ധ്യാപർവ്വതനിരകളുടെ വളഞ്ഞുപുളഞ്ഞ കിടപ്പു കാരണം ഈ പാത നേർരേഖയിലായിരുന്നില്ല. ആ പ്രദേശത്തെ റോഡുകളെക്കുറിച്ചും വഴികളെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്ന പാഴ്സി വനത്തിലൂടെ നേരിട്ടു പോയാൽ 20 മൈൽ ലാഭിക്കാമെന്ന് അറിയിച്ചു. ഫീലിയസ് ഫോഗും സർ ഫ്രാൻസിസ് ക്രോമർട്ടിയും തങ്ങൾക്കായി ഒരുക്കിയ പ്രത്യേക അമ്പാരികളിൽ കഴുത്തറ്റം താഴ്ന്നിരുന്നു. സമർത്ഥനായ പാഴ്സി വേഗത്തിലോടിച്ച ആനയുടെ നടത്തം അവരെ വല്ലാതെ ഉലച്ചു. എങ്കിലും ഒരു യഥാർത്ഥ ബ്രിട്ടീഷുകാരന്റെ ശാന്തതയോടെ, അധികം സംസാരിക്കാതെ, പരസ്പരം കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവർ ആ അസ്വസ്ഥതകൾ സഹിച്ചു. ആനയുടെ പുറത്തിരുന്ന പാസ്പാർട്ടു ഓരോ കുലുക്കവും നേരിട്ടാണ് അനുഭവിച്ചത്. തന്റെ യജമാനന്റെ ഉപദേശപ്രകാരം നാക്ക് കടിച്ചുപോകാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ പാവം ആനയുടെ കഴുത്തിൽ നിന്നും പിൻഭാഗത്തേക്ക് ഒരു സർക്കസുകാരനെപ്പോലെ തെന്നിമാറിക്കൊണ്ടിരുന്നു. എങ്കിലും ആ കുലുക്കത്തിനിടയിലും അവൻ ചിരിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ തന്റെ പോക്കറ്റിൽ നിന്നും പഞ്ചസാര കഷ്ണങ്ങളെടുത്ത് അവൻ കിയൂണിയുടെ തുമ്പിക്കൈയിൽ വെച്ചുകൊടുത്തു. ആനയാകട്ടെ തന്റെ വേഗത ഒട്ടും കുറയ്ക്കാതെ തന്നെ അത് സ്വീകരിച്ചു. 2 മണിക്കൂറിനു ശേഷം ഗൈഡ് ആനയെ നിർത്തി 1 മണിക്കൂർ വിശ്രമം അനുവദിച്ചു. കിയൂണി അടുത്തുള്ള ഒരു ഉറവയിൽ നിന്ന് ദാഹം തീർത്ത ശേഷം ചുറ്റുമുള്ള മരച്ചില്ലകളും ചെടികളും തിന്നാൻ തുടങ്ങി. സർ ഫ്രാൻസിസിനോ മിസ്റ്റർ ഫോഗിനോ ഈ താമസത്തിൽ വിഷമമുണ്ടായിരുന്നില്ല. ആശ്വാസത്തോടെ അവർ താഴെയിറങ്ങി. ഇവൻ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയതാണോ? കിയൂണിയെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ജനറൽ ചോദിച്ചു. അടിച്ചെടുത്ത ഇരുമ്പു തന്നെ. വേഗത്തിൽ പ്രഭാതഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ പാസ്പാർട്ടു മറുപടി നൽകി. ഉച്ചയ്ക്ക് പാഴ്സി യാത്ര തുടരാനുള്ള സൂചന നൽകി. പ്രദേശം പെട്ടെന്ന് തന്നെ ഭയാനകമായ രൂപം കൈവരിച്ചു. ഇടതൂർന്ന വനങ്ങൾക്കു പിന്നാലെ ഈന്തപ്പനകളും കുറ്റിച്ചെടികളും നിറഞ്ഞ കാടുകൾ വന്നു. പിന്നീട് കുറഞ്ഞ ചെടികളും വലിയ കല്ലുകളും നിറഞ്ഞ വിശാലമായ ഉണങ്ങിയ സമതലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. സഞ്ചാരികൾ അധികമെത്താത്ത ബുന്ദൻഖണ്ഡിന്റെ ഈ ഭാഗത്ത് ഹിന്ദുവിശ്വാസത്തിലെ കഠിനമായ ആചാരങ്ങൾ പിന്തുടരുന്ന ജനങ്ങളാണ് താമസിച്ചിരുന്നത്. പർവ്വതനിരകളിലെ ദുർഘടമായ കോട്ടകളിൽ കഴിയുന്ന രാജാക്കന്മാരുടെ സ്വാധീനമുള്ള ഈ പ്രദേശത്ത് പൂർണ്ണമായ അധികാരം സ്ഥാപിക്കാൻ ഇംഗ്ലീഷുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. യാത്രയ്ക്കിടയിൽ പലതവണ അവർ ക്രൂരരായ ഇന്ത്യക്കാരുടെ സംഘങ്ങളെ കണ്ടു. ആന കാട്ടിലൂടെ നടന്നുപോകുന്നത് കണ്ടപ്പോൾ അവർ ദേഷ്യത്തോടെയും ഭീഷണിയോടെയും ആംഗ്യങ്ങൾ കാണിച്ചു. പാഴ്സി അവരെ പരമാവധി ഒഴിവാക്കിപ്പോയി. വഴിയിൽ മൃഗങ്ങൾ കുറവായിരുന്നു. കുരങ്ങുകൾ പോലും വിചിത്രമായ മുഖഭാവങ്ങളോടെ വഴിയിൽ നിന്ന് മാറിയോടി. ഇത് കണ്ട പാസ്പാർട്ടു ചിരിച്ചുപോയി. എങ്കിലും ആ സന്തോഷത്തിനിടയിലും ഒരു ചിന്ത അവനെ അലട്ടി. അലഹബാദിലെത്തുമ്പോൾ മിസ്റ്റർ ഫോഗ് ഈ ആനയെ എന്തു ചെയ്യും? കൂടെ കൊണ്ടുപോകുമോ? അത് അസാധ്യമാണ്. ആനയെ കൊണ്ടുപോകാനുള്ള ചിലവ് വളരെ കൂടുതലായിരിക്കും. അദ്ദേഹം അതിനെ വിൽക്കുമോ അതോ തുറന്നുവിടുമോ? ആ നല്ല മൃഗം തീർച്ചയായും കുറച്ച് പരിഗണന അർഹിക്കുന്നുണ്ട്. മിസ്റ്റർ ഫോഗ് കിയൂണിയെ പാസ്പാർട്ടുവിന് സമ്മാനമായി നൽകിയാൽ അവൻ വലിയ കുഴപ്പത്തിലാകും. ഈ ചിന്തകൾ കുറേ നേരത്തേക്ക് അവനെ അലട്ടിക്കൊണ്ടിരുന്നു. രാത്രി 8 മണിയോടെ വിന്ധ്യാപർവ്വതനിരകളുടെ പ്രധാന ഭാഗം അവർ കടന്നു. വടക്കൻ ചരിവിലുള്ള തകർന്ന ഒരു ബംഗ്ലാവിൽ അവർ വിശ്രമത്തിനായി നിർത്തി. അന്നവർ ഏകദേശം 25 മൈൽ സഞ്ചരിച്ചിരുന്നു. അത്ര തന്നെ ദൂരം ഇനിയും അലഹബാദി സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നു. രാത്രിയിൽ നല്ല തണുപ്പായിരുന്നു. പാഴ്സി ഉണങ്ങിയ ചില്ലകൾ ഉപയോഗിച്ച് ബംഗ്ലാവിൽ തീ കൂട്ടി. ആ ചൂട് അവർക്ക് വലിയ ആശ്വാസമായി. ഖോൽബിയിൽ നിന്ന് വാങ്ങിയ ഭക്ഷണസാധനങ്ങൾ അത്താഴത്തിന് മതിയായിരുന്നു. അവർ വിശപ്പോടെ ഭക്ഷണം കഴിച്ചു. സംസാരം കുറഞ്ഞതോടെ എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഒരു വലിയ മരത്തിൽ ചാരി നിന്നുറങ്ങുന്ന കിയൂണിയെ ഗൈഡ് നിരീക്ഷിച്ചു. രാത്രിയിൽ ഉറക്കത്തിന് തടസ്സമായി ഒന്നും സംഭവിച്ചില്ല. ഇടയ്ക്കിടെ പുള്ളിപ്പുലികളുടെ മുരൾച്ചയും കുരങ്ങുകളുടെ ശബ്ദവും കേൾക്കാമായിരുന്നു. എങ്കിലും വന്യമൃഗങ്ങളൊന്നും അവരെ ആക്രമിക്കാൻ വന്നില്ല. ക്ഷീണം കാരണം സർ ഫ്രാൻസിസ് ഒരു പട്ടാളക്കാരനെപ്പോലെ ഗാഢമായി ഉറങ്ങി. തലേ ദിവസത്തെ ആനപ്പുറത്തെ കുലുക്കങ്ങായെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലായിരുന്നു പാസ്പാർട്ടു. മിസ്റ്റർ ഫോഗാകട്ടെ തന്റെ ലണ്ടനിലെ വീട്ടിലെന്ന പോലെ സമാധാനമായി ഉറങ്ങി.
രാവിലെ 6 മണിക്ക് യാത്ര പുനരാരംഭിച്ചു. വൈകുന്നേരത്തോടെ അലഹബാദിലെത്താമെന്ന് ഗൈഡ് പ്രതീക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ യാത്രയുടെ തുടക്കത്തിൽ ലാഭിച്ച 48 മണിക്കൂറിൽ കുറച്ചു ഭാഗം മാത്രമേ മിസ്റ്റർ ഫോഗിന് നഷ്ടമാകൂ. കിയൂണി വേഗത്തിൽ നടന്ന് വിന്ധ്യാപർവ്വതനിരകളുടെ താഴ്വരയിലെത്തി. ഉച്ചയോടെ അവർ ഗംഗയുടെ പോഷകനദിയായ കാനിക്ക് തീരത്തുള്ള കലിഞ്ചർ ഗ്രാമം പിന്നിട്ടു. ജനവാസമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കി തുറസായ സ്ഥലങ്ങളിലൂടെ പോകാനാണ് ഗൈഡ് താൽപ്പര്യപ്പെട്ടത്. അലഹബാദിലേക്കിനി വടക്ക് കിഴക്ക് ദിശയിൽ 12 മൈൽ കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു വാഴത്തോപ്പിൽ വിശ്രമിച്ചു. അവിടുത്തെ പഴങ്ങൾ അവർ ആസ്വദിച്ചു കഴിച്ചു. 2 മണിയോടെ ഗൈഡ് മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇടതൂർന്ന വനത്തിലേക്ക് കടന്നു. മരങ്ങളുടെ മറവിലൂടെ യാത്ര ചെയ്യാനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഇതുവരെ മോശമായ അനുഭവങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. യാത്ര വിജയകരമായി അവസാനിക്കാറായപ്പോഴാണ് ആന അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും പെട്ടെന്ന് നിൽക്കുകയും ചെയ്തത്. അപ്പോൾ സമയം 4 മണിയായിരുന്നു. എന്താണ് കാര്യം? തല പുറത്തേക്കിട്ട് സർ ഫ്രാൻസിസ് ചോദിച്ചു. എനിക്കറിയില്ല സർ. മരങ്ങൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന അവ്യക്തമായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് പാഴ്സി മറുപടി നൽകി. ആ ശബ്ദം ക്രമേണ വ്യക്തമായി വന്നു. മനുഷ്യ ശബ്ദങ്ങളും വാദ്യമേളങ്ങളും ചേർന്ന ഒരു സംഗീതം പോലെ അത് തോന്നിപ്പിച്ചു. പാസ്പാട്ടു ആകാംക്ഷയോടെ നോക്കി നിന്നു. മിസ്റ്റർ ഫോഗ് ഒന്നും മിണ്ടാതെ ക്ഷമയോടെ കാത്തിരുന്നു. പാഴ്സി താഴെ ഇറങ്ങി ആനയെ ഒരു മരത്തിൽ കെട്ടിയിട്ട ശേഷം കാടിനുള്ളിലേക്ക് പോയി. അവൻ വേഗത്തിൽ തിരിച്ചുവന്നു പറഞ്ഞു, ബ്രാഹ്മണരുടെ ഒരു ഘോഷയാത്ര ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ നമ്മളെ കാണാതെ നോക്കണം. ഗൈഡ് ആനയെ അഴിച്ച് ഒരു കുറ്റിക്കാട്ടിലേക്ക് മാറ്റി നിർത്തി. യാത്രക്കാരോട് അനങ്ങരുതെന്ന് അവൻ ആവശ്യപ്പെട്ടു. രക്ഷപ്പെടേണ്ടി വന്നാൽ ഉടൻ തന്നെ ആനക്കുറത്ത് കയറാൻ അവൻ തയ്യാറായി നിന്നു. എങ്കിലും ഇടതൂർന്ന ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന തങ്ങളെ അവർ കാണാതെ കടന്നുപോകുമെന്ന് അവൻ വിശ്വസിച്ചു. വാദ്യമേളങ്ങളുടെയും പാട്ടുകളുടെയും ശബ്ദം അടുത്തുവന്നു. ഘോഷയാത്രയുടെ മുൻനില മരങ്ങൾക്കിടയിലൂടെ കാണാറായി. വിചിത്രമായ വേഷം ധരിച്ച ആളുകളെ ചില്ലകൾക്കിടയിലൂടെ വ്യക്തമായി കാണാമായിരുന്നു. ആദ്യം വന്നത് തലയിൽ കിരീടം വെച്ചും നീളൻ വസ്ത്രങ്ങൾ ധരിച്ചും വന്ന പുരോഹിതന്മാരായിരുന്നു. അവർക്ക് ചുറ്റും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ദുഃഖകരമായ ഒരു ഗാനം ആലപിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ചെണ്ടകളുടെയും ഇലത്താളങ്ങളുടെയും ശബ്ദം കേൾക്കാം. അവർക്ക് പിന്നിലായി വലിയ ചക്രങ്ങളുള്ള ഒരു രഥമുണ്ടായിരുന്നു. ആ ചക്രങ്ങളിൽ പരസ്പരം പിണഞ്ഞുകിടക്കുന്ന പാമ്പുകളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരുന്നു. 4 കാളകൾ വലിക്കുന്ന ആ രഥത്തിനു മുകളിൽ ഭയാനകമായ ഒരു പ്രതിമയുണ്ടായിരുന്നു. ചുവന്ന നിറമുള്ള ശരീരവും ഭയപ്പെടുത്തുന്ന കണ്ണുകളും അഴിച്ചിട്ട മുടിയും പുറത്തേക്ക് നീട്ടിയ നാക്കും വെറ്റിലക്കറ പുരണ്ട ചുണ്ടുകളുമുള്ള 4 കൈകളുള്ള ഒരു രൂപമായിരുന്നു അത്. തലയില്ലാത്ത ഒരു രാക്ഷസന്റെ ശരീരത്തിനു മുകളിലാണ് അത് നിന്നിരുന്നത്. പ്രതിമയെ തിരിച്ചറിഞ്ഞ സർ ഫ്രാൻസിസ് പതുക്കെ പറഞ്ഞു, കാളീദേവി, സ്നേഹത്തിന്റെയും മരണത്തിന്റെയും ദേവി. മരണത്തിന്റെ ദേവിയായിരിക്കാം, പാസ്പാറ്റു പിറുപിറുത്തു. പക്ഷെ സ്നേഹത്തിന്റെയോ, ഈ വിരൂപിയായ വൃദ്ധയോ? ഒരിക്കലുമല്ല. മിണ്ടാടിരിക്കാൻ പാഴ്സി ആംഗ്യം കാണിച്ചു. ഒരു കൂട്ടം വൃദ്ധരായ ഫക്കീർമാർ വിഗ്രഹത്തിനു ചുറ്റും തുള്ളിച്ചാടുകയും ബഹളം വയ്ക്കുകയും ചെയ്യുകയായിരുന്നു. അവർ കാവിനിറം പൂശിയിരുന്നു. അവരുടെ ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് രക്തം തുള്ളിത്തുള്ളിയായി ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. വലിയ ഇന്ത്യൻ ആഘോഷങ്ങളിൽ ജഗന്നാഥന്റെ രഥചക്രങ്ങൾക്കിടയിൽ ഇപ്പോഴും ചാടിമരിക്കുന്ന വിഡ്ഢികളായ മതഭ്രാന്തന്മാരായിരുന്നു അവർ. ആഡംബരപൂർണമായ പൗരസ്ത്യ വസ്ത്രങ്ങൾ ധരിച്ച ചില ബ്രാഹ്മണർ ഓരോ ചുവടിലും പതറുന്ന ഒരു സ്ത്രീയെ നയിച്ചുകൊണ്ട് പിന്നാലെ വന്നു. ആ സ്ത്രീ ഒരു യൂറോപ്പിനെപ്പോലെ വെളുത്ത നിറമുള്ളവളും ചെറുപ്പക്കാരിയുമായിരുന്നു. അവളുടെ തലയിലും കഴുത്തിലും തോളിലും ചെവിയിലും കൈകളിലും കാൽവിരലുകളിലുമെല്ലാം ആഭരണങ്ങളും രത്നങ്ങളും നിറഞ്ഞിരുന്നു. വളകളും കമ്മലുകളും മോതിരങ്ങളും അവൾ ധരിച്ചിരുന്നു. സ്വർണ്ണക്കരയുള്ള വസ്ത്രവും നേർത്ത മസ്ലിൻ പുതപ്പും അവളുടെ ശരീരരൂപം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആ യുവതിയെ അനുഗമിച്ച കാവൽക്കാർ അവളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായിരുന്നു. അവരുടെ അരയിൽ ഉറയില്ലാത്ത വാളുകളും നീളമുള്ള തോക്കുകളും ഉണ്ടായിരുന്നു. അവർ ഒരു പല്ലക്കിൽ ഒരു ശവവും ചുമക്കുന്നുണ്ടായിരുന്നു. അത് ഒരു രാജാവിന്റെ വസ്ത്രങ്ങൾ ധരിച്ച ഒരു വൃദ്ധന്റെ ശരീരമായിരുന്നു. ജീവിച്ചിരുന്നപ്പോഴത്തെ പോലെ മുത്തുകൾ തുന്നിയ തലപ്പാവു, സ്വർണ്ണനൂൽ തുന്നിയ പട്ടുവസ്ത്രം, വജ്രങ്ങൾ തുന്നിയ കാശ്മീരി ഷോൾ, ഒരു ഹിന്ദു രാജകുമാരന്റെ മനോഹരമായ ആയുധങ്ങൾ എന്നിവ അദ്ദേഹം ധരിച്ചിരുന്നു. പിന്നാലെ സംഗീതജ്ഞരും തുള്ളിച്ചാടുന്ന ഫക്കീർമാരുടെ ഒരു പിൻനിരയും വന്നു. അവരുടെ നിലവിളികൾ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദത്തെപ്പോലും മുക്കിക്കളയുന്നുണ്ടായിരുന്നു. ഇതോടെ ആ ഘോഷയാത്ര അവസാനിച്ചു. സർ ഫ്രാൻസിസ് ദുഃഖത്തോടെ ആ ഘോഷയാത്ര നോക്കി നിന്നു. എന്നിട്ട് വഴികാട്ടിയോട് പറഞ്ഞു, ഒരു സതി. പാഴ്സി തലയാട്ടി തന്റെ വിരൽ ചുണ്ടോട് ചേർത്തു. ഘോഷയാത്ര സാവധാനം മരങ്ങൾക്കിടയിലൂടെ നീങ്ങി. താമസിയാതെ അതിന്റെ അവസാന നിരകളും കാടിന്റെ ഉള്ളിൽ അപ്രത്യക്ഷമായി. പാട്ടുകൾ ക്രമേണ നിലച്ചു. ഇടയ്ക്കിടെ ദൂരെ നിന്ന് നിലവിളികൾ കേൾക്കാമായിരുന്നു. ഒടുവിൽ എല്ലാം വീണ്ടും നിശബ്ദമായി. സർ ഫ്രാൻസിസ് പറഞ്ഞത് ഫിലിയസ് ഫോഗ് കേട്ടിരുന്നു. ഘോഷയാത്ര അപ്രത്യക്ഷമായ ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്താണ് സതി? സതി എന്നത് ഒരു നരബലിയാണ്, പക്ഷെ അത് സ്വമേധയാ ചെയ്യുന്നതാണ്.
ജനറൽ മറുപടി പറഞ്ഞു. നിങ്ങളിപ്പോൾ കണ്ട ആ സ്ത്രീയെ നാളെ പുലർച്ചെ ജീവനോടെ ദഹിപ്പിക്കും. ഓഹ്, ആ ദുഷ്ടന്മാർ! തന്റെ ദേഷ്യമടക്കാനാവാതെ പാസ്പാർട്ടു വിളിച്ചു പറഞ്ഞു. ആ ശവമോ? മിസ്റ്റർ ഫോഗ് ചോദിച്ചു. അതവരുടെ ഭർത്താവായ രാജകുമാരന്റേതാണ്, വഴികാട്ടി പറഞ്ഞു. ബുന്ദേൽഖണ്ഡിലെ ഒരു സ്വതന്ത്ര രാജാവായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പ്രാകൃത ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇംഗ്ലീഷുകാർക്കിത് തടയാൻ കഴിഞ്ഞില്ലേ? യാതൊരു വികാരവുമില്ലാത്ത ശബ്ദത്തിൽ ഫിലിയസ് ഫോഗ് ചോദിച്ചു. ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ ബലികൾ നടക്കാറില്ല, സർ ഫ്രാൻസിസ് മറുപടി നൽകി. പക്ഷേ ഈ കാട്ടുപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇവിടെ ബുന്ദേൽഖണ്ഡിൽ, ഞങ്ങൾക്ക് അധികാരമില്ല. വിന്ധ്യാപർവ്വതനിരകൾക്ക് വടക്കുള്ള ഈ പ്രദേശം മുഴുവൻ നിരന്തരമായ കൊലപാതകങ്ങളുടെയും കൊള്ളയുടെയും കേന്ദ്രമാണ്. പാവം സ്ത്രീ, പാസ്പാർട്ടു നിലവിളിച്ചു. ജീവനോടെ ദഹിപ്പിക്കപ്പെടാൻ. അതെ, സർ ഫ്രാൻസിസ് പറഞ്ഞു, ജീവനോടെ ദഹിപ്പിക്കപ്പെടാൻ. അവൾ ഇതിന് തയ്യാറായില്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് അവൾക്ക് എങ്ങനെയുള്ള പെരുമാറ്റം നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അവർ അവളുടെ തല മുണ്ടനം ചെയ്യും, കുറച്ചു ചോറ് മാത്രം ഭക്ഷണമായി നൽകും, അവളെ അവജ്ഞയോടെ കാണും, അവളെ ഒരു അശുദ്ധ ജീവിയായി കണക്കാക്കും, ഒടുവിൽ ഒരു രോഗം ബാധിച്ച നായയെപ്പോലെ അവൾ എവിടെയെങ്കിലും കിടന്നു മരിക്കും. സ്നേഹത്തെക്കാളും മതഭ്രാന്തിനേക്കാളും ഉപരിയായി ഭയാനകമായ അത്തരമൊരു ജീവിതത്തോടുള്ള പേടിയാണ് ഈ പാവങ്ങളെ ബലിക്കു പ്രേരിപ്പിക്കുന്നത്. എങ്കിലും ചിലപ്പോൾ ഈ ബലി സ്വമേധയുള്ളതായിരിക്കും. അത് തടയാൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമായി വരും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിൽ താമസിക്കുമ്പോൾ ഒരു യുവവിധവ തന്റെ ഭർത്താവിന്റെ ചിതയിൽ ചാടാൻ ഗവർണറുടെ അനുവാദം ചോദിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു. ആ സ്ത്രീ നഗരം വിട്ട് ഒരു സ്വതന്ത്ര രാജാവിന്റെ അടുത്ത് അഭയം പ്രാപിക്കുകയും അവിടെ തന്റെ ലക്ഷ്യം നടപ്പിലാക്കുകയും ചെയ്തു. സർ ഫ്രാൻസിസ് സംസാരിക്കുമ്പോൾ വഴികാട്ടി പലതവണ തലകുലുക്കി. എന്നിട്ട് പറഞ്ഞു, നാളെ പുലർച്ചെ നടക്കാൻ പോകുന്ന ഈ ബലി സ്വമേധയാ ഉള്ളതല്ല. നിങ്ങൾക്കെങ്ങനെ അറിയാം? ബുന്ദേൽഖണ്ഡിൽ എല്ലാവർക്കും ഈ കാര്യത്തെക്കുറിച്ചറിയാം. പക്ഷെ ആ പാവം സ്ത്രീ എതിർക്കുന്നതായി തോന്നിയില്ലല്ലോ, സർ ഫ്രാൻസിസ് നിരീക്ഷിച്ചു. അതവരവളെ കഞ്ചാവും കറപ്പും നൽകി മയക്കിയതുകൊണ്ടാണ്. പക്ഷേ അവരവളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ നിന്ന് 2 മൈൽ അകലെയുള്ള പില്ലാജി ക്ഷേത്രത്തിലേക്ക്. അവൾ രാത്രി അവിടെ കഴിച്ചുകൂട്ടും. ബലി നടക്കുന്നത് നാളെ പുലർച്ചെ വെളിച്ചം വീഴുമ്പോൾ. വഴികാട്ടി ആനയെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് നയിച്ച് അതിന്റെ കഴുത്തിൽ കയറിയിരുന്നു. ഒരു പ്രത്യേക ചൂളം വിളിയോടെ അദ്ദേഹം കിയോണിയെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങിയപ്പോൾ മിസ്റ്റർ ഫോഗ് അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ട് സർ ഫ്രാൻസിസ് ക്രോമട്ടിയോട് പറഞ്ഞു, നമുക്ക് ഈ സ്ത്രീയെ രക്ഷിച്ചാലോ? ആ സ്ത്രീയെ രക്ഷിക്കാനോ മിസ്റ്റർ ഫോഗ്? എനിക്കിനിയും 12 മണിക്കൂർ ബാക്കിയുണ്ട്. എനിക്കതിനായി ഉപയോഗിക്കാം. നിങ്ങൾ ശരിക്കും ഹൃദയവിശാലതയുള്ള ആളാണല്ലോ. ചിലപ്പോൾ, ഫിലിയസ് ഫോഗ് ശാന്തമായി മറുപടി നൽകി. എനിക്ക് സമയം ലഭിക്കുമ്പോൾ. അധ്യായം 13. സാഹസികരെ ഭാഗ്യം തുണയ്ക്കും എന്നതിന് പാസ്പട്ടുവിന് പുതിയൊരു തെളിവ് ലഭിക്കുന്നു. പദ്ധതി ധീരമായിരുന്നു, പ്രയാസങ്ങൾ കറഞ്ഞതായിരുന്നു, ഒരുപക്ഷെ അസാധ്യമായ ഒന്നായിരുന്നു അത്. മിസ്റ്റർ ഫോഗ് തന്റെ ജീവൻ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം തന്റെ സ്വാതന്ത്ര്യം, അതുവഴി തന്റെ യാത്രയുടെ വിജയം തന്നെയും പണയപ്പെടുത്താൻ പോവുകയായിരുന്നു. പക്ഷെ അദ്ദേഹം മടിച്ചില്ല. സർ ഫ്രാൻസിസ് ക്രൊമാറ്റിയിൽ ആവേശഭരിതനായ ഒരു സഹായിയെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. പാസ്പട്ടു ആകട്ടെ നിർദ്ദേശിക്കപ്പെടുന്ന എന്തിനും തയ്യാറായിരുന്നു. തന്റെ യജമാനന്റെ ആശയം അവനെ ആകർഷിച്ചു. ആ തണുത്ത പുറമോടിക്കുള്ളിൽ ഒരു ഹൃദയവും ആത്മാവും ഉണ്ടെന്നവൻ തിരിച്ചറിഞ്ഞു. അവൻ ഫിലിയസ് ഫോഗിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇനി ഗൈഡിന്റെ കാര്യമാണ് ബാക്കിയുള്ളത്. അവൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അവൻ ഇന്ത്യക്കാരുടെ പക്ഷം ചേരുമോ? അവന്റെ സഹായം ലഭിച്ചില്ലെങ്കിലും അവൻ നിഷ്പക്ഷനായിരിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. സർ ഫ്രാൻസിസ് ഈ ചോദ്യം അവനോട് നേരിട്ട് ചോദിച്ചു. ഉദ്യോഗസ്ഥരെ, ഗൈഡ് മറുപടി പറഞ്ഞു, ഞാനൊരു പാഴ്സിയാണ്, ഈ സ്ത്രീയും ഒരു പാഴ്സിയാണ്. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എന്നോട് കൽപ്പിക്കാം. വളരെ നല്ലത്, മിസ്റ്റർ ഫോഗ് പറഞ്ഞു. എങ്കിലും ഗൈഡ് തുടർന്നു, നമ്മൾ പിടിക്കപ്പെട്ടാൽ നമ്മുടെ ജീവൻ അപകടത്തിലാകുമെന്നു മാത്രമല്ല, ഭയാനകമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടിവരും എന്നതും ഉറപ്പാണ്. അത് മുൻകൂട്ടി കണ്ടതാണ്, മിസ്റ്റർ ഫോഗ് മറുപടി നൽകി. പ്രവർത്തിക്കുന്നതിനു മുമ്പ് നമ്മൾ രാത്രി വരെ കാത്തിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഞാനും അങ്ങനെ കരുതുന്നു, ഗൈഡ് പറഞ്ഞു. ആ നല്ലവനായ ഇന്ത്യക്കാരൻ പിന്നീട് ഇരയെക്കുറിച്ച് ചില വിവരങ്ങൾ നൽകി. അവൾ പാഴ്സി വംശജയായ പ്രശസ്ത സുന്ദരിയാണെന്നും ബോംബെയിലെ ഒരു ധനിക വ്യാപാരിയുടെ മകളാണെന്നും അവൻ പറഞ്ഞു. ആ നഗരത്തിൽ നിന്ന് അവൾക്ക് പൂർണ്ണമായും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. അവളുടെ പെരുമാറ്റവും ബുദ്ധിയും കണ്ടാൽ ഒരു യൂറോപ്യൻ സ്ത്രീയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. അവളുടെ പേര് ഔദ എന്നായിരുന്നു. അനാഥയായ അവളെ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ബുന്ദേൽഖണ്ഡിലെ വൃദ്ധനായ രാജാവിന് വിവാഹം കഴിച്ചു നൽകുകയായിരുന്നു. തനിക്ക് നേരിടേണ്ടി വരുന്ന വിധി അറിഞ്ഞ അവൾ രക്ഷപ്പെട്ടു. എങ്കിലും വീണ്ടും പിടിക്കപ്പെട്ടു. അവളുടെ മരണത്തിൽ താൽപ്പര്യമുള്ള രാജാവിന്റെ ബന്ധുക്കൾ അവളെ ബലി നൽകാൻ തീരുമാനിച്ചു. അതിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തോന്നി. പാഴ്സിയുടെ വിവരണം മിസ്റ്റർ ഫോഗിനും കൂട്ടുകാർക്കും അവരുടെ ഉദാരമായ ലക്ഷ്യത്തിൽ കൂടുതൽ ഉറപ്പു നൽകി. ആനയെ പിള്ളാജി പഗോഡയുടെ അടുത്തേക്ക് നയിക്കാൻ തീരുമാനിച്ചു. ഗൈഡ് കഴിയുന്നത്ര വേഗത്തിൽ അങ്ങോട്ട് നീങ്ങി. അരമണിക്കൂറിനു ശേഷം പഗോഡയിൽ നിന്ന് ഏകദേശം 500 അടി അകലെയുള്ള കുറ്റിക്കാട്ടിൽ അവർ നിന്നു. അവിടെ അവർക്ക് നന്നായി ഒളിച്ചിരിക്കാമായിരുന്നു. എന്നാൽ ഫക്കീർമാരുടെ നിലവിളിയും കരച്ചിലും അവർക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു.
പിന്നീട് അവർ ഇരയെക്കുറിച്ച് എങ്ങനെ എത്താമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പിള്ളാജി പഗോഡയെക്കുറിച്ച് ഗൈഡിന് നന്നായി അറിയാമായിരുന്നു. അവിടെയാണ് ആ യുവതിയെ തടവിലാക്കിയിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. ഇന്ത്യക്കാരെല്ലാം മദ്യപിച്ച് ഉറങ്ങുമ്പോൾ വാതിലുകളിലൂടെ അകത്ത് കടക്കാൻ കഴിയുമോ, അതോ ചുവരുകളിൽ ദ്വാരമുണ്ടാക്കുന്നതാണോ കൂടുതൽ സുരക്ഷിതം? ആ സ്ഥലത്തെത്തുമ്പോൾ മാത്രമേ ഇത് തീരുമാനിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ആ രാത്രി തന്നെ അവളെ തട്ടിക്കൊണ്ടുപോകണമെന്നത് ഉറപ്പായിരുന്നു. നേരം വെളുക്കുമ്പോൾ അവളെ ചിതയിലേക്ക് നയിക്കും. അപ്പോൾ ഒരു മനുഷ്യനും അവളെ രക്ഷിക്കാൻ കഴിയില്ല. രാത്രിയായ ഉടനെ ഏകദേശം 6 മണിയോടെ പഗോഡയ്ക്ക് ചുറ്റുമൊന്ന് പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. ഫക്കീർമാരുടെ നിലവിളി അടങ്ങുകയായിരുന്നു. ഇന്ത്യക്കാർ കഞ്ചാവ് കലർത്തിയ കറുപ്പ് കഴിച്ച് ലഹരിയിൽ ആഴുകയായിരുന്നു. അവർക്കിടയിലൂടെ ക്ഷേത്രത്തിലേക്ക് നുഴഞ്ഞുകടക്കാൻ സാധിച്ചേക്കും. മറ്റുള്ളവരെ നയിച്ചുകൊണ്ട് പാഴ്സി ശബ്ദമുണ്ടാക്കാതെ കാട്ടിലൂടെ നീങ്ങി. 10 മിനിറ്റിനുള്ളിൽ അവരൊരു ചെറിയ അരുവിയുടെ തീരത്തെത്തി. അവിടെ പന്തങ്ങളുടെ വെളിച്ചത്തിൽ അവരൊരു വിറക് ചിത കണ്ടു. അതിനു മുകളിൽ രാജാവിന്റെ എംബാം ചെയ്ത മൃതദേഹം കിടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം അത് കത്തിക്കാനായിരുന്നു തീരുമാനം. സന്ധ്യാസമയത്ത് മരങ്ങൾക്ക് മുകളിൽ ഗോപുരങ്ങൾ കാണാമായിരുന്ന പഗോഡ 100 ചുവടകലെയായിരുന്നു. വരൂ, ഗൈഡ് മന്ത്രിച്ചു. അവൻ മുമ്പത്തേക്കാളും ജാഗ്രതയോടെ കുറ്റിക്കാടുകളിലൂടെ നീങ്ങി. കൂട്ടാളികൾ അവനെ പിന്തുടർന്നു. മരച്ചില്ലകൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന്റെ നേർത്ത ശബ്ദം മാത്രമായിരുന്നു അവിടെയുണ്ടായിരുന്ന നിശബ്ദതയെ ഭേദിച്ചിരുന്നത്. താമസിയാതെ പാഴ്സി പന്തങ്ങൾ പ്രകാശിക്കുന്ന ആ തുറസായ സ്ഥലത്തിന്റെ അതിരിൽ നിന്നു. ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ കൂട്ടങ്ങൾ നിലത്ത് നിറഞ്ഞിരുന്നു. അത് മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു യുദ്ധക്കളം പോലെ തോന്നി. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒരുമിച്ച് കിടന്നിരുന്നു. പിന്നിൽ മരങ്ങൾക്കിടയിൽ പിള്ളാജി പഗോഡ വ്യക്തമായി കാണാമായിരുന്നു. ഗൈഡിനെ നിരാശനാക്കിക്കൊണ്ട് പന്തങ്ങളുടെ വെളിച്ചത്തിൽ രാജാവിന്റെ കാവൽക്കാർ വാതിലുകളിൽ കാവൽ നിൽക്കുകയും ഊരിയ വാളുകളുമായി അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയും ചെയ്തുണ്ടായിരുന്നു. ഒരുപക്ഷെ പുരോഹിതന്മാരും ഉള്ളിൽ കാവൽ നിൽക്കുന്നുണ്ടാകാം. ക്ഷേത്രത്തിലേക്ക് ബലമായി കടക്കുക അസാധ്യമാണെന്ന് ബോധ്യപ്പെട്ട പാഴ്സി മുന്നോട്ടു പോയില്ല, മറിച്ച് തന്റെ കൂട്ടാളികളെ തിരികെ നയിച്ചു. ആ ദിശയിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഫിലിയസ് ഫോഗും സർ ഫ്രാൻസിസ് ക്രോമാർട്ടിയും മനസ്സിലാക്കി. അവർ നിന്നു. എന്നിട്ട് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ 8 മണിയേ ആയിട്ടുള്ളൂ, ബ്രിഗേഡിയർ പറഞ്ഞു. ഈ കാവൽക്കാരും ചിലപ്പോൾ ഉറങ്ങിയേക്കാം. അത് അസാധ്യമല്ല, പാഴ്സി മറുപടി പറഞ്ഞു. അവർ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്ന് കാത്തിരുന്നു. സമയം വളരെ സാവധാനമാണ് നീങ്ങുന്നതെന്ന് തോന്നി. ഗൈഡ് ഇടയ്ക്കിടെ കാടിന്റെ അതിരിലേക്ക് പോയി നിരീക്ഷണം നടത്തി. എന്നാൽ പന്തങ്ങളുടെ വെളിച്ചത്തിൽ കാവൽക്കാർ ജാഗ്രതയോടെ നിന്നു. പഗോഡയുടെ ജനലുകളിലൂടെ മങ്ങിയ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ അർദ്ധരാത്രി വരെ കാത്തിരുന്നു. എന്നാൽ കാവൽക്കാരുടെ കാര്യത്തിൽ മാറ്റമൊന്നുമുണ്ടായില്ല. അവർ ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി. അടുത്ത പദ്ധതി നടപ്പിലാക്കണം. പഗോഡയുടെ ചുവരുകളിൽ ഒരു ദ്വാരമുണ്ടാക്കണം. വാതിലിൽ സൈനികർ കാവൽ നിൽക്കുന്നതുപോലെ പുരോഹിതന്മാരും ഇരയുടെ അരികിൽ ജാഗ്രതയോടെ ഇരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അവസാനത്തെ ആലോചനയ്ക്ക് ശേഷം താൻ ശ്രമത്തിന് തയ്യാറാണെന്ന് ഗൈഡ് അറിയിച്ചു. മറ്റുള്ളവർ അവനെ പിന്തുടർന്നു. പഗോഡയുടെ പിൻഭാഗത്തെത്താനായി അവർ ചുറ്റിക്കറങ്ങിപ്പോയി. ആരെയും കാണാതെ 12:30 അവർ ചുവരുകൾക്കരികിലെത്തി. അവിടെ കാവൽക്കാരോ ജനലുകളോ വാതിലുകളോ ഉണ്ടായിരുന്നില്ല. രാത്രി ഇരുണ്ടതായിരുന്നു. തേഞ്ഞു തുടങ്ങിയ ചന്ദ്രൻ കനത്ത മേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. മരങ്ങളുടെ ഉയരം ഇരുട്ടിന്റെ ആഴം കൂട്ടി. ചുവരുകൾക്കരികിലെത്തിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിലൊരു ദ്വാരമുണ്ടാക്കണം. ഇതിനായി അവരുടെ പക്കൽ പോക്കറ്റ് കത്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവശാൽ ക്ഷേത്രത്തിന്റെ ചുവരുകൾ ഇഷ്ടികയും മരവും കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അത് തുരക്കാൻ വലിയ പ്രയാസമില്ലായിരുന്നു. ഒരു ഇഷ്ടിക മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവ എളുപ്പത്തിൽ ഇളകി വരും. അവർ നിശബ്ദമായി ജോലി തുടങ്ങി. 2 അടി വീതിയുള്ള ഒരു ദ്വാരമുണ്ടാക്കാൻ പാഴ്സിയും പാസ്പർട്ടുവും ഇഷ്ടികകൾ ഇളക്കാൻ തുടങ്ങി. അവർ വേഗത്തിൽ മുന്നേറുകയായിരുന്നു. പെട്ടെന്ന് ക്ഷേത്രത്തിനുള്ളിൽ നിന്നൊരു നിലവിളി കേട്ടു. തൊട്ടുപിന്നാലെ പുറത്തുനിന്നും മറുപടിയായി മറ്റു നിലവിളികൾ ഉയർന്നു. പാസ്പർട്ടുവും ഗൈഡും നിന്നു. അവരുണ്ടാക്കിയ ശബ്ദം ആരെങ്കിലും കേട്ടു. അപായ സൂചന നൽകുകയാണോ? ജാഗ്രത പാലിച്ച് അവർ പിൻവാങ്ങി. ഫിലിയസ് ഫോഗും സർ ഫ്രാൻസിസും അവരെ പിന്തുടർന്നു. അവർ വീണ്ടും കാട്ടിലൊളിച്ചിരുന്നു. ആ ബഹളം അടങ്ങുന്നതുവരെ കാത്തിരുന്നു. വൈകാതെ തന്നെ വീണ്ടും ശ്രമം തുടങ്ങാൻ തയ്യാറായിക്കൊണ്ട് അവർ കാത്തിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കാവൽക്കാർ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് വരികയും അപ്രതീക്ഷിതമായ നീക്കങ്ങൾ തടയാനായി അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ ജോലി തടസ്സപ്പെട്ടതിലുള്ള അവരുടെ നിരാശ വിവരിക്കാൻ പ്രയാസമാണ്. അവർക്കിനി ഇരയുടെ അരികിലെത്താൻ കഴിയില്ല. പിന്നെ എങ്ങനെ അവളെ രക്ഷിക്കും? സർ ഫ്രാൻസിസ് ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി. പാസ്പർട്ടു നിയന്ത്രണം വിട്ടു. ഗൈഡ് ദേഷ്യത്തോടെ പല്ലുകടിച്ചു. ശാന്തനായ ഫോഗ് യാതൊരു വികാരവും പ്രകടിപ്പിക്കാതെ കാത്തിരുന്നു. നമുക്കിവിടുന്ന് പോകുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല, സർ ഫ്രാൻസിസ് മന്ത്രിച്ചു. പോകുകയല്ലാതെ വേറെ വഴിയില്ല, ഗൈഡ് ഏറ്റു പറഞ്ഞു. നിൽക്കൂ, ഫോഗ് പറഞ്ഞു. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് അലഹബാദിലെത്തിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? സർ ഫ്രാൻസിസ് ചോദിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെളിച്ചം വരും. പിന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അവസരം അവസാന നിമിഷം കൈവന്നേക്കാം. സർ ഫ്രാൻസിസിന് ഫിലിയസ് ഫോഗിന്റെ കണ്ണുകൾ വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു.
ഈ ശാന്തനായ ഇംഗ്ലീഷുകാരൻ എന്താണ് ചിന്തിക്കുന്നത്? ബലി നൽകുന്ന നിമിഷം ആ യുവതിയുടെ അടുത്തേക്ക് കുതിച്ചു ചെന്ന് അവളെ കൊലയാളികളിൽ നിന്ന് ധീരമായി തട്ടിയെടുക്കാനാണോ അദ്ദേഹം പദ്ധതിയിടുന്നത്? ഇത് തികഞ്ഞ വിഡ്ഢിത്തമായിരിക്കും. ഫോഗ് ഇത്ര വലിയൊരു വിഡ്ഢിയാണെന്ന് സമ്മതിക്കാൻ പ്രയാസമായിരുന്നു. എന്നിരുന്നാലും ഈ ഭയാനകമായ നാടകത്തിന്റെ അവസാനം വരെ അവിടെ തുടരാൻ സർ ഫ്രാൻസിസ് സമ്മതിച്ചു. ഉറങ്ങിക്കിടക്കുന്ന സംഘങ്ങളെ നിരീക്ഷിക്കാൻ കഴിയുന്ന വനപ്രദേശത്തിന്റെ പിൻഭാഗത്തേക്ക് വഴികാട്ടി അവരെ നയിച്ചു. ഇതിനിടയിൽ ഒരു മരത്തിന്റെ താഴത്തെ കൊമ്പുകളിൽ ഇരുന്നിരുന്ന പാസ്പോർട്ടൂട്ട് തന്റെ മനസ്സിൽ ആദ്യം ഒരു മിന്നൽ പോലെ തോന്നിയതും ഇപ്പോൾ അവിടെ ഉറച്ചുപോയതുമായ ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്ത് വിഡ്ഢിത്തം എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങിയത്. പിന്നീട് അവൻ ആവർത്തിച്ചു, എന്തുകൊണ്ടായിക്കൂടാ? ഇതൊരവസരമാണ്, ഒരുപക്ഷെ ഏക അവസരം, അതും ഇത്തരം മദ്യപാനികളോടൊപ്പം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു പാമ്പിന്റെ മെയ്വഴക്കത്തോടെ അവൻ താഴത്തെ കൊമ്പുകളിലേക്ക് ഊർന്നിറങ്ങി. അവയുടെ അറ്റങ്ങൾ നിലം തൊടാറായിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. നേരം വെളുത്തിട്ടില്ലെങ്കിലും പ്രകാശത്തിന്റെ നേരിയ സൂചനകൾ പകലിന്റെ വരവറിയിച്ചു. ഇതായിരുന്നു ആ നിമിഷം. ഉറങ്ങിക്കിടന്ന ജനക്കൂട്ടം ഉണർന്നു, തപ്പുകൾ മുഴങ്ങി, പാട്ടുകളും നിലവിളികളും ഉയർന്നു. ബലിയർപ്പിക്കാനുള്ള സമയം വന്നെത്തി. പഗോഡയുടെ വാതിലുകൾ തുറന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് പ്രകാശപൂരിതമായ വെളിച്ചം പുറത്തേക്ക് വന്നു. അതിനിടയിൽ മിസ്റ്റർ ഫോഗും സർ ഫ്രാൻസിസും ഇരയെ കണ്ടു. ലഹരിയുടെ മയക്കം വിട്ടുമാറിയ അവൾ തന്റെ കൊലയാളികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി തോന്നി. സർ ഫ്രാൻസിസിന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. മിസ്റ്റർ ഫോഗിന്റെ കൈ ബലമായി പിടിച്ചപ്പോൾ അതിൽ തുറന്ന ഒരു കത്തി അദ്ദേഹം കണ്ടു. ഈ നിമിഷം ജനക്കൂട്ടം നീങ്ങാൻ തുടങ്ങി. കഞ്ചാവിന്റെ പുക കാരണം ആ യുവതി വീണ്ടും മയക്കത്തിലായി. മതപരമായ നിലവിളികളോടെ അവളെ അനുഗമിച്ച ഫക്കീർമാർക്കിടയിലൂടെ അവൾ കടന്നുപോയി. ഫീലിയസ് ഫോഗും കൂട്ടാളികളും ജനക്കൂട്ടത്തിന്റെ പിൻനിരയിൽ ചേർന്ന് അവരെ പിന്തുടർന്നു. 2 മിനിറ്റിനുള്ളിൽ അവർ അരുവിയുടെ തീരത്തെത്തി. രാജാവിന്റെ മൃതദേഹം കിടക്കുന്ന ചിതയിൽ നിന്ന് 50 ചുവട് അകലെ നിന്നു. മങ്ങിയ വെളിച്ചത്തിൽ ബോധരഹിതയായ ഇര തന്റെ ഭർത്താവിന്റെ മൃതദേഹത്തിനരികിൽ കിടക്കുന്നത് അവർ കണ്ടു. പിന്നീടൊരു പന്തം കൊണ്ടുവന്നു. എണ്ണയിൽ കുതിർന്ന വിറകിന് പെട്ടെന്ന് തീപിടിച്ചു. ഈ നിമിഷം സർ ഫ്രാൻസിസും വഴികാട്ടിയും ചേർന്ന് ഫീലിയസ് ഫോഗിനെ പിടിച്ചു നിർത്തി. അദ്ദേഹം അമിതമായ ആവേശത്തോടെ ചിതയിലേക്ക് ചാടാനൊരുങ്ങുകയായിരുന്നു. എന്നാൽ അദ്ദേഹം പെട്ടെന്ന് അവരെ തള്ളിമാറ്റി. അപ്പോഴാണ് ആ രംഗം പെട്ടെന്ന് മാറിയത്. ഭയത്തിന്റെ ഒരു നിലവിളി ഉയർന്നു. ജനക്കൂട്ടം മുഴുവൻ പേടിച്ച് നിലത്തു വീണു. പഴയ രാജാവ് മരിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം പെട്ടെന്നൊരു പ്രേതത്തെപ്പോലെ എഴുന്നേറ്റു. തന്റെ ഭാര്യയെ കൈകളിലെടുത്ത് പുകപടിലങ്ങൾക്കിടയിലൂടെ ചിതയിൽ നിന്ന് താഴെയിറങ്ങി. അത് അദ്ദേഹത്തിന്റെ പ്രേതരൂപത്തിന് ആക്കം കൂട്ടി. പെട്ടെന്നുണ്ടായ ഭയത്താൽ ഫക്കീർമാരും സൈനികരും പുരോഹിതന്മാരും മുഖം നിലത്തമർത്തി അവിടെ കിടന്നു. അത്തരമൊരു അത്ഭുതം കാണാൻ കണ്ണുയർത്താൻ പോലും അവർ ധൈര്യപ്പെട്ടില്ല. ബോധരഹിതയായ ഇരയെ താങ്ങിപ്പിടിച്ച കരുത്തുറ്റ കൈകൾ അവളെ കൊണ്ടുപോയി. അവൾക്കൊട്ടും ഭാരമില്ലാത്തതുപോലെ തോന്നി. മിസ്റ്റർ ഫോഗും സർ ഫ്രാൻസിസും നിവർന്നു നിന്നു. പാഴ്സി തല കുനിച്ചു. പാസ്പോർട്ടൂട്ടും തീർച്ചയായും അമ്പരന്നു നിന്നു. പുനർജീവിച്ച രാജാവ് സർ ഫ്രാൻസിസിനെയും മിസ്റ്റർ ഫോഗിനെയും സമീപിച്ച് പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു, നമുക്ക് പോകാം. പുകയ്ക്കിടയിലൂടെ ചിതയിലേക്ക് ഊർന്നിറങ്ങിയതും ഇരുട്ടിന്റെ മറവിൽ ആ യുവതിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതും പാസ്പോർട്ടൂട്ട് തന്നെയായിരുന്നു. തികഞ്ഞ ധൈര്യത്തോടെ തന്റെ വേഷം കെട്ടിയാടി പൊതുവായ ഭേദിക്കിടയിലൂടെ ജനക്കൂട്ടത്തിലൂടെ കടന്നുപോയത് പാസ്പോർട്ടൂട്ടായിരുന്നു. അല്പസമയത്തിനു ശേഷം 4 പേരും വനത്തിനുള്ളിൽ അപ്രത്യക്ഷരായി. ആന അവരെ വേഗത്തിൽ കൊണ്ടുപോയി. എന്നാൽ നിലവിളികളും ബഹളങ്ങളും ഫീലിയസ് ഫോഗിന്റെ തൊപ്പിയിലൂടെ തുളച്ചു കയറിയ ഒരു വെടിയുണ്ടയും തങ്ങളുടെ തന്ത്രം കണ്ടുപിടിക്കപ്പെട്ടുവെന്ന് അവരെ അറിയിച്ചു. പഴയ രാജാവിന്റെ മൃതദേഹം ഇപ്പോൾ കത്തുന്ന ചിതയിൽ കാണപ്പെട്ടു. പുരോഹിതന്മാർ ഭയത്തിൽ നിന്ന് മുക്തരായപ്പോൾ ഒരാളെ തട്ടിക്കൊണ്ടുപോയതായി അവർക്ക് മനസ്സിലായി. അവർ വനത്തിലേക്ക് കുതിച്ചു. സൈനികരും അവരെ പിന്തുടർന്നു. അവർ ഓടിപ്പോകുന്നവർക്ക് നേരെ വെടിയുതിർത്തു. എന്നാൽ അവർ തമ്മിലുള്ള ദൂരം വേഗത്തിൽ വർദ്ധിച്ചു. താമസയായി അവർ വെടിയുണ്ടകൾക്കും അമ്പുകൾക്കും എത്താൻ കഴിയാത്ത ദൂരത്തായി. അധ്യായം 14. ഗംഗാനദിയുടെ മനോഹരമായ താഴ്വരയിലൂടെ യാത്ര ചെയ്യുമ്പോഴും അത് കാണുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഫീലിയസ് ഫോഗ്. ആ സാഹസിക കൃത്യം പൂർത്തിയായി. 1 മണിക്കൂറോളം പാസ്പോർട്ടു തന്റെ വിജയത്തിൽ സന്തോഷിച്ച് ചിരിച്ചു. സർ ഫ്രാൻസിസ് ആ നല്ല മനുഷ്യന്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ യജമാനൻ നന്നായി ചെയ്തു എന്നു പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാവുന്ന വലിയൊരു പ്രശംസയായിരുന്നു അത്. അതിനു മറുപടിയായി പാസ്പോർട്ട് പറഞ്ഞത് ഈ കാര്യത്തിന്റെ എല്ലാ ക്രെഡിറ്റും മിസ്റ്റർ ഫോഗിനുള്ളതാണെന്നാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിചിത്രമായ ചിന്ത തോന്നിയെന്ന് മാത്രം. മുൻപൊരു ജിംനാസ്റ്റും ഫയർമാനുമായിരുന്ന താൻ കുറച്ചു നേരത്തേക്ക് ഒരു സുന്ദരിയായ സ്ത്രീയുടെയും ആദരണീയനും എംബാം ചെയ്തതുമായ ഒരു രാജാവിന്റെയും പങ്കാളിയായല്ലോ എന്നോർത്തവൻ ചിരിച്ചു. ആ യുവതിയാകട്ടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് ഹൗഡയിൽ വിശ്രമിക്കുകയായിരുന്നു. പാഴ്സിയുടെ സമർത്ഥമായ നേതൃത്വത്തിൽ ആന ഇരുണ്ട കാട്ടിലൂടെ വേഗത്തിൽ മുന്നോട്ടു നീങ്ങി.
പഗോഡയിൽ നിന്ന് പുറപ്പെട്ട് 1 മണിക്കൂറിന് ശേഷം അവർ ഒരു വലിയ സമതലത്തിലെത്തി. 7 മണിക്ക് അവർ യാത്ര നിർത്തി. ആ യുവതി അപ്പോഴും പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു. വഴികാട്ടി അവൾക്ക് അല്പം ബ്രാൻഡിയും വെള്ളവും നൽകി. എങ്കിലും അവളുടെ മയക്കം മാറിയില്ല. ചണത്തിന്റെ പുകയേറ്റാലുള്ള ലഹരിയെക്കുറിച്ചറിയാമായിരുന്ന സർ ഫ്രാൻസിസ് മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചു. എന്നാൽ അവളുടെ ഭാവിയോർത്ത അദ്ദേഹം ആശങ്കാകുലനായിരുന്നു. ഔദ ഇന്ത്യയിൽ തുടരുകയാണെങ്കിൽ അവൾ വീണ്ടും കൊലയാളികളുടെ കൈകളിൽ അകപ്പെടുമെന്ന് അദ്ദേഹം ഫീലിയസ് ഫോഗിനോട് പറഞ്ഞു. ഈ മതഭ്രാന്തന്മാർ രാജ്യം മുഴുവനുണ്ടെന്നും ഇംഗ്ലീഷ് പോലീസിനെ വെട്ടിച്ച് അവർ അവളെ മദ്രാസിലോ ബോംബെയിലോ കൽക്കട്ടയിലോ വെച്ച് പിടികൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ വിട്ടുപോയാൽ മാത്രമേ അവൾ സുരക്ഷിതയാകൂ. ഫീലിയസ് ഫോഗ് ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് മറുപടി നൽകി. 10 മണിയോടെ അവർ അലഹബാദ് സ്റ്റേഷനിലെത്തി. മുടങ്ങിപ്പോയ റെയിൽവേ പാത അവിടെ പുനരാരംഭിച്ചതിനാൽ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് കൽക്കട്ടയിലെത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒക്ടോബർ 25-ന് ഉച്ചയ്ക്ക് ഹോങ്കോങ്ങിലേക്ക് പോകുന്ന കപ്പലിൽ കയറാൻ ഫോഗിന് സാധിക്കുമായിരുന്നു. ആ യുവതിയെ സ്റ്റേഷനിലെ വിശ്രമമുറിയിലിരുത്തി. അവൾക്ക് വേണ്ട വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങാൻ പാസ്പോർട്ടുവിനെ ചുമതലപ്പെടുത്തി. ഇതിനായി യജമാനൻ അവന് പരിധിയില്ലാത്ത പണം നൽകി. പാസ്പോർട്ട് ഉടൻ തന്നെ അലഹബാദിലെ തെരുവുകളിലേക്കിറങ്ങി. ദൈവത്തിന്റെ നഗരം എന്ന് വിളിക്കപ്പെടുന്ന ഈ നഗരം ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നാണ്. ഗംഗയും യമുനയും സംഗമിക്കുന്ന ഇവിടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകരെത്തുന്നു. രാമായണത്തിലെ ഐതിഹ്യങ്ങളനുസരിച്ച് ഗംഗ സ്വർഗത്തിൽ ഉത്ഭവിച്ച് ബ്രഹ്മാവിന്റെ ഇടപെടൽ മൂലം ഭൂമിയിലേക്ക് വന്നതാണ്. സാധനങ്ങളും വാങ്ങുന്നതിനിടയിൽ പാസ്പോർട്ട് നഗരം ചുറ്റിക്കണ്ടു. പണ്ടൊരു വലിയ കോട്ടയായിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു ജയിലായി മാറിയിരിക്കുന്നു. അവിടുത്തെ കച്ചവടമൊക്കെ കുറഞ്ഞിരുന്നു. ലണ്ടനിലെ റീജന്റ് സ്ട്രീറ്റിലേതുപോലെയുള്ള കടകൾക്കായി അവൻ തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടില്ല. ഒടുവിൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വൃദ്ധനായ ജൂതന്റെ അടുത്തുനിന്ന് അവൻ സ്കോച്ച് തുണി കൊണ്ടുള്ള ഒരു വസ്ത്രവും വലിയൊരു പുതപ്പും നീർനായുടെ രോമം കൊണ്ടുള്ള ഒരു കുപ്പായവും വാങ്ങി. ഇതിനായി 75 പൗണ്ട് നൽകാൻ അവൻ മടിച്ചില്ല. തുടർന്ന് അവൻ സന്തോഷത്തോടെ സ്റ്റേഷനിലേക്ക് മടങ്ങി. പിള്ളാജിയിലെ പൂജാരിമാർ ഔദയ്ക്ക് നൽകിയ ലഹരിയുടെ ഫലം കുറഞ്ഞു തുടങ്ങി. അവൾക്ക് ബോധം തിരികെ കിട്ടിത്തുടങ്ങി. അവളുടെ കണ്ണുകളിൽ ആ പഴയ തിളക്കം മടങ്ങിവന്നു. കവിരാജാവായ ഉക്കാഫുദ്ദൌൾ അഹമ്മദ് നഗറിലെ രാജ്ഞിയെക്കുറിച്ച് ഇപ്രകാരം പാടുന്നു. രണ്ടായി വിഭജിച്ച അവളുടെ തിളങ്ങുന്ന മുടിയിഴകൾ പുതുമയും തിളക്കവുമുള്ള അവളുടെ വെളുത്ത കവിളുകളെ പൊതിഞ്ഞു നിൽക്കുന്നു. അവളുടെ കറുത്ത പുരികങ്ങൾ കാമദേവന്റെ വില്ലുപോലെ മനോഹരമാണ്. അവളുടെ നീണ്ട കൺപീലികൾക്ക് താഴെ ഹിമാലയത്തിലെ പവിത്രമായ തടാകങ്ങളിലെന്ന പോലെ അവളുടെ വലിയ കണ്ണുകളിൽ സ്വർഗീയമായ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. അവളുടെ നിരയൊത്ത വെളുത്ത പല്ലുകൾ പാഷൻ ഫ്ലവർ പൂവിനുള്ളിലെ മഞ്ഞുതുള്ളികൾ പോലെ അവളുടെ പുഞ്ചിരിക്കുന്ന ചുണ്ടുകൾക്കിടയിൽ തിളങ്ങുന്നു. അവളുടെ മനോഹരമായ ചെവികളും ചുവന്ന കൈകളും താമരമുട്ടുപോലെ മൃദുവായ പാദങ്ങളും സിലോണിലെ മുത്തുകളെയും ഗോൽക്കൊണ്ടയിലെ വജ്രങ്ങളെയും പോലെ തിളങ്ങുന്നു. ഒരു കൈകൊണ്ട് ചുറ്റാൻ കഴിയുന്ന അവളുടെ നേർത്ത അരക്കെട്ട് അവളുടെ ശരീരഭംഗിയെ എടുത്തുകാട്ടുന്നു. വിശ്വകർമാവ് വെള്ളിയിൽ തീർത്ത ഒരു ശില്പം പോലെ അവൾ സുന്ദരിയാണ്. ഈ കവിതയിലെ വർണ്ണനകൾ മാറ്റിവെച്ചാലും ഔദ വളരെ സുന്ദരിയായൊരു സ്ത്രീയായിരുന്നു. അവൾ വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ആ യുവതി വളർന്ന സാഹചര്യങ്ങൾ അവളെ മാറ്റിമറിച്ചുവെന്ന വഴികാട്ടി പറഞ്ഞത് ശരിയായിരുന്നു. അലഹബാദിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി. മിസ്റ്റർ ഫോഗ് വഴികാട്ടിക്ക് നിശ്ചയിച്ച തുക നൽകി. വഴികാട്ടി ചെയ്ത സഹായങ്ങൾ ഓർക്കുമ്പോൾ ഇത് കുറവാണെന്ന് പാസ്പോർട്ടുമിന് തോന്നി. അവൻ തന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് ഔദയെ രക്ഷിച്ചത്. ഇന്ത്യക്കാരവനെ പിടികൂടിയാൽ വലിയ അപകടമുണ്ടാകും. കൂടാതെ ആനയെ എന്തു ചെയ്യുമെന്ന കാര്യത്തിലും തീരുമാനമെടുക്കണമായിരുന്നു. ഫോഗ് അതിനകം തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു. പാഴ്സി, അദ്ദേഹം വഴികാട്ടിയോട് പറഞ്ഞു, നീ വളരെ വിശ്വസ്തനായി സേവനം ചെയ്തു. നിന്റെ ജോലിക്ക് ഞാൻ പണം നൽകി. പക്ഷെ നിന്റെ അർപ്പണഭോഗത്തിന് പകരമായി ഒന്നുമില്ല. നിനക്കീ ആനയെ വേണോ? ഇത് നിനക്കുള്ളതാണ്. വഴികാട്ടിയുടെ കണ്ണുകൾ തിളങ്ങി. യജമാനൻ എനിക്ക് വലിയൊരു സമ്പത്താണ് നൽകുന്നത്, അവൻ വിളിച്ചു പറഞ്ഞു. ഇതെടുത്തോളൂ, ഞാനിപ്പോഴും നിന്റെ കടക്കാരനാണ്, മിസ്റ്റർ ഫോഗ് പറഞ്ഞു. നല്ലത്, പാസ്പോർട്ടു പറഞ്ഞു. കൂട്ടുകാരാ, നീ ഇതെടുത്തോളൂ. കിയൂണി ഒരു നല്ല മൃഗമാണ്. അവൻ ആനയ്ക്ക് കുറച്ച് പഞ്ചസാര നൽകി. ആന സന്തോഷത്തോടെ പാസ്പോർട്ടുവിനെ തന്റെ തുമ്പിക്കൈ കൊണ്ട് ഉയർത്തി തലയ്ക്കൊപ്പം വെച്ചു. പേടിക്കാതെ അവൻ ആനയെ തലോടി. ആന അവനെ പതുക്കെ താഴെ ഇറക്കി വെച്ചു. താമസിയാതെ ഫീലിയസ് ഫോഗും സർ ഫ്രാൻസിസും പാസ്പോർട്ടുവും ഔദയോടൊപ്പം ട്രെയിനിൽ ബനാറസിലേക്ക് തിരിച്ചു. 80 മൈൽ ദൂരം അവർ 2 മണിക്കൂർ കൊണ്ട് പിന്നിട്ടു. യാത്രയ്ക്കിടയിൽ ഔദയ്ക്ക് പൂർണ്ണമായും ബോധം തിരികെ കിട്ടി. അപരിചിതരായ ആളുകൾക്കൊപ്പം യൂറോപ്യൻ വസ്ത്രം ധരിച്ച് ട്രെയിനിലിരിക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവരവൾക്ക് കുടിക്കാൻ കുറച്ച് പാനീയം നൽകി. തുടർന്ന് സർ ഫ്രാൻസിസ് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഫീലിയസ് ഫോഗ് തന്റെ ജീവൻ പണയപ്പെടുത്തി അവളെ രക്ഷിച്ചതും പാസ്പോർട്ടുവിന്റെ ബുദ്ധിപരമായ നീക്കങ്ങളും അദ്ദേഹം വിവരിച്ചു. മിസ്റ്റർ ഫോഗ് ഒന്നും മിണ്ടിയില്ല. പാസ്പോർട്ടുവാകട്ടെ ഇതൊന്നും അത്ര വലിയ കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഔദ കണ്ണീരോടെ അവരോട് നന്ദി പറഞ്ഞു. വാക്കുകളേക്കാൾ അവളുടെ കണ്ണുകൾ ആ നന്ദി പ്രകടിപ്പിച്ചു. എന്നാൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഇനിയും നേരിടേണ്ടി വന്നേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചും ഓർത്തപ്പോൾ അവൾ ഭയന്നു വിറച്ചു. ഔദയുടെ മനസ്സ് മനസ്സിലാക്കിയ ഫീലിയസ് ഫോഗ് അവളെ ഹോങ്കോങ് വരെ കൊണ്ടുപോകാമെന്നു പറഞ്ഞു.
അവിടെ അവൾ സുരക്ഷിതയായിരിക്കും. അവൾ സന്തോഷത്തോടെ ആ വാഗ്ദാനം സ്വീകരിച്ചു. ഹോങ്കോങ്ങിൽ അവൾക്കൊരു ബന്ധുവുണ്ടായിരുന്നു. ചൈനീസ് തീരത്തുള്ള ഒരു ദ്വീപാണെങ്കിലും ഹോങ്കോങ് പൂർണ്ണമായും ഒരു ഇംഗ്ലീഷ് നഗരമായിരുന്നു. 12:30 മണിക്ക് ട്രെയിൻ ബനാറസിൽ നിർത്തി. പുരാതന കാശിയുടെ സ്ഥാനത്താണ് ഈ നഗരം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ബ്രാഹ്മണ ഐതിഹ്യങ്ങൾ അവകാശപ്പെടുന്നു. മുഹമ്മദ് നബിയുടെ ശവകുടീരം പോലെ ഇത് ഒരു കാലത്ത് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നുവത്രേ. എന്നാൽ പൗരസ്ത്യ പണ്ഡിതന്മാർ ഇന്ത്യയുടെ ഏതൻസെന്ന് വിളിക്കുന്ന ഇന്നത്തെ ബനാറസ് കവിതകളിലൊന്നുമില്ലാത്ത വിധം ഉറച്ച ഭൂമിയിലാണ് നിൽക്കുന്നത്. ട്രെയിൻ നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പാസ്പോർട്ടു അവിടുത്തെ ഇഷ്ടിക വീടുകളുടെയും മൺകുടിലുകളുടെയും കാഴ്ചകൾ കണ്ടു. അത് ആ സ്ഥലത്തിനൊരു വിജനമായ ഭാവം നൽകി. സർ ഫ്രാൻസിസ് ക്രോമാട്ടിയുടെ ലക്ഷ്യസ്ഥാനം ബനാറസ് ആയിരുന്നു. അദ്ദേഹം തിരികെ ചേരേണ്ട സൈന്യം നഗരത്തിന് ഏതാനും മൈലുകൾ വടക്കായി തമ്പടിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ഫീലിയസ് ഫോഗിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. കുറച്ചുകൂടി സാധാരണവും എന്നാൽ ലാഭകരവുമായ രീതിയിൽ അദ്ദേഹം വീണ്ടും ആ വഴി വരുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മിസ്റ്റർ ഫോഗ് അദ്ദേഹത്തിന്റെ കൈകളിൽ മൃദുവായി അമർത്തി. സർ ഫ്രാൻസിസിനോടുള്ള തന്റെ കടപ്പാട് മറക്കാത്ത ഔദയുടെ യാത്ര പറച്ചിൽ കൂടുതൽ ഊഷ്മളമായിരുന്നു. പാസ്പോർട്ടുവിനാകട്ടെ ധീരനായ ജനറലിൽ നിന്ന് ഹൃദ്യമായൊരു ഹസ്തദാനം ലഭിച്ചു. ബനാറസ് വിട്ടതിനുശേഷം റെയിൽവേ കുറച്ചുനേരം ഗംഗാനദീതടത്തിലൂടെ കടന്നുപോയി. തങ്ങളുടെ കമ്പാർട്ട്മെന്റിലെ ജനലുകളിലൂടെ യാത്രക്കാർ ബീഹാറിലെ വൈവിധ്യമാർന്ന കാഴ്ചകൾ കണ്ടു. പച്ചപ്പണിഞ്ഞ മലനിരകൾ, ബാർലിയും ഗോതമ്പും ചോളവും വിളയുന്ന പാടങ്ങൾ, പച്ച ചീങ്കണ്ണികൾ നിറഞ്ഞ കാടുകൾ, വൃത്തിയുള്ള ഗ്രാമങ്ങൾ, ഇലകൾ നിറഞ്ഞ നിബിഡ വനങ്ങൾ എന്നിവ അവർ കണ്ടു. ആനകൾ പുണ്യനദിയിലെ വെള്ളത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു. തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നിട്ടും ഭാരതീയരുടെ കൂട്ടങ്ങൾ ഭക്തിപൂർവ്വം തങ്ങളുടെ പുണ്യസ്നാനങ്ങൾ നടത്തുകയായിരുന്നു. ഇവർ ബുദ്ധമതത്തിന്റെ കടുത്ത ശത്രുക്കളായ തീവ്രബ്രാഹ്മണരായിരുന്നു. സൂര്യദേവനായ വിഷ്ണു, പ്രകൃതിശക്തികളുടെ ദൈവീക രൂപമായ ശിവൻ, പുരോഹിതന്മാരുടെയും നിയമനിർമ്മാതാക്കളുടെയും പരമാധികാരിയായ ബ്രഹ്മാവ് എന്നിവരായിരുന്നു അവരുടെ ദൈവങ്ങൾ. ഗംഗയിലൂടെ വിസിൽ മുഴക്കി പായുന്ന സ്റ്റീമറുകളും അവയുടെ ശബ്ദം കേട്ട് പേടിക്കുന്ന കടൽ പക്ഷികളും കരയിലെ ആമകളും തീരത്ത് താമസിക്കുന്ന വിശ്വാസികളുമൊക്കെയുള്ള ഇന്നത്തെ ഈ ഇംഗ്ലീഷ് വൽക്കരിക്കപ്പെട്ട ഇന്ത്യയെക്കുറിച്ച് ഈ ദൈവങ്ങൾ എന്തു വിചാരിക്കും? ഇടയ്ക്കിടെ നീരാവി കാഴ്ച മറയ്ക്കുന്നതൊഴിച്ചാൽ ആ ദൃശ്യങ്ങൾ ഒരു മിന്നൽ പോലെ അവരുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ കടന്നുപോയി. ബനാറസിൽ നിന്ന് 20 മൈൽ തെക്ക് പടിഞ്ഞാറുള്ള ബീഹാർ രാജാക്കന്മാരുടെ പുരാതന കോട്ടയായ ചുപ്പേനി കോട്ടയോ, ഗാസിപൂരിലെ പ്രശസ്തമായ പനിനീർ ഫാക്ടറികളോ, ഗംഗയുടെ ഇടതുകരയിലുള്ള കോൺവാലിസ് പ്രഭുവിന്റെ ശവകുടീരമോ യാത്രക്കാർക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ബക്സർ എന്ന കോട്ടനഗരമോ, ഇന്ത്യയിലെ പ്രധാന കറുപ്പു വിപണിയായ പാറ്റ്ന എന്ന വലിയ വ്യവസായ കേന്ദ്രമോ അവർക്ക് കാണാനായില്ല. മാഞ്ചസ്റ്ററിനെയോ ബർമിംഗ്ഹാമിനെയോ പോലെ ഇംഗ്ലീഷ് ശൈലിയിലുള്ള മോങ്കിർ എന്ന നഗരവും അവർക്ക് കാണാനായില്ല. അവിടെ ഇരുമ്പുരുക്കുശാലകളും മൂർച്ചയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളും ആകാശത്തേക്ക് കറുത്ത പുക തുപ്പുന്ന ഉയർന്ന ചിമ്മിനികളും ഉണ്ടായിരുന്നു. രാത്രിയായി. എഞ്ചിനിനു മുന്നിൽ നിന്ന് ഓടിപ്പോകുന്ന കടുവകളുടെയും കരടികളുടെയും ചെന്നായകളുടെയും ഗർജനങ്ങൾക്കിടയിലൂടെ ട്രെയിൻ പൂർണ്ണ വേഗതയിൽ കുതിച്ചു. ബംഗാളിലെ അത്ഭുതങ്ങൾ, ഗോൾക്കൊണ്ട, തകർന്ന ഗൌർ, പഴയ തലസ്ഥാനമായ മുർഷിദാബാദ്, ബർദ്വാൻ, ഹൂഗ്ലി, തന്റെ രാജ്യത്തിന്റെ പതാക പറക്കുന്നത് കണ്ട് പാസ്പോർട്ടു അഭിമാനിക്കുമായിരുന്ന ഫ്രഞ്ച് നഗരമായ ചന്ദ്രനാഗൂർ എന്നിവയെല്ലാം ഇരുട്ടിൽ മറഞ്ഞുപോയി. രാവിലെ 7 മണിക്ക് കൽക്കട്ടയിലെത്തി. ഉച്ചയ്ക്ക് ഹോങ്കോങ്ങിലേക്കുള്ള കപ്പൽ പുറപ്പെടും. അതിനാൽ ഫീലിയസ് ഫോഗിന് 5 മണിക്കൂർ സമയം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഡയറി പ്രകാരം ഒക്ടോബർ 25-ന് കൽക്കട്ടയിൽ എത്തേണ്ടതായിരുന്നു. കൃത്യം ആ ദിവസം തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. അതിനാൽ അദ്ദേഹം വൈകിയിട്ടുമില്ല, നേരത്തെ എത്തിയിട്ടുമില്ല. ലണ്ടനും ബോംബെയും തമ്മിലുള്ള യാത്രയിൽ ലാഭിച്ച 2 ദിവസങ്ങൾ ഇന്ത്യയിലൂടെയുള്ള യാത്രയിൽ നഷ്ടപ്പെട്ടതായി കാണാം. എന്നാൽ ഫീലിയസ് ഫോഗ് അതിൽ ഖേദിച്ചിരുന്നുവെന്ന് കരുതേണ്ടതില്ല. അധ്യായം 15. ബാങ്ക് നോട്ടുകൾ അടങ്ങിയ ബാഗിൽ നിന്ന് ആയിരക്കണക്കിനു പൗണ്ടുകൾ കൂടി പുറത്തുവരുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ പ്രവേശിച്ചു. പാസ്പോർട്ടു ആദ്യം പുറത്തേക്ക് ചാടി. പിന്നാലെ മിസ്റ്റർ ഫോഗും ഇറങ്ങി. അദ്ദേഹം തന്റെ സുന്ദരിയായ സഹയാത്രികയെ ഇറങ്ങാൻ സഹായിച്ചു. ഫീലിയസ് ഫോഗ് ഉടൻ തന്നെ ഹോങ്കോങ്ങിലേക്കുള്ള കപ്പലിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. ഔദയെ യാത്രയ്ക്കായി സുരക്ഷിതമായി അവിടെ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അപകടം നിറഞ്ഞ ഈ സ്ഥലത്ത് അവളെ തനിച്ചാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടുത്തുവന്ന് ചോദിച്ചു, മിസ്റ്റർ ഫീലിയസ് ഫോഗ്? അതെ, ഞാൻ തന്നെ. ഈ മനുഷ്യൻ നിങ്ങളുടെ വേലക്കാരനാണോ? പാസ്പോർട്ടുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അതെ. ദയവായി നിങ്ങൾ 2 പേരും എന്റെ കൂടെ വരിക. മിസ്റ്റർ ഫോഗ് ഒട്ടും അത്ഭുതം പ്രകടിപ്പിച്ചില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ നിയമത്തിന്റെ പ്രതിനിധിയാണ്. ഒരു ഇംഗ്ലീഷുകാരനെ സംബന്ധിച്ചിടത്തോളം നിയമം പവിത്രമാണ്. പാസ്പോർട്ടു ഈ കാര്യത്തെക്കുറിച്ച് തർക്കിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ വടികൊണ്ട് അവനെ തട്ടി. മിസ്റ്റർ ഫോഗ് അതനുസരിക്കാൻ അവനോട് ആംഗ്യം കാണിച്ചു. ഈ യുവതിക്ക് ഞങ്ങളോടൊപ്പം വരാമോ? അദ്ദേഹം ചോദിച്ചു. വരാം, പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി നൽകി. മിസ്റ്റർ ഫോഗ് ഔദ, പാസ്പോർട്ടു എന്നിവരെ 2 കുതിരകൾ വലിക്കുന്ന 4 ചക്രങ്ങളുള്ള ഒരു വണ്ടിയിലേക്ക് കൊണ്ടുപോയി.
അവർ അതിൽ കയറി യാത്ര തിരിച്ചു. ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെയുള്ള 20 മിനിറ്റ് നേരം ആരുമൊന്നും സംസാരിച്ചില്ല. അവർ ആദ്യം ഇടുങ്ങിയ തെരുവുകളും ദരിദ്രമായ കുടിലുകളും വൃത്തിഹീനമായ ജനക്കൂട്ടവുമുള്ള കറുത്ത നഗരത്തിലൂടെ കടന്നുപോയി. പിന്നീടവർ യൂറോപ്യൻ നഗരത്തിലൂടെ സഞ്ചരിച്ചു. അവിടെ തെങ്ങിൻ തോപ്പുകൾക്ക് താഴെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച മനോഹരമായ മാളികകളും കപ്പൽ പായമരങ്ങളും കാണാമായിരുന്നു. പുലർച്ചെയാണെങ്കിലും മനോഹരമായി വസ്ത്രം ധരിച്ച കുതിരപ്പടയാളികളും ഭംഗിയുള്ള വണ്ടികളും അവിടെ അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. വണ്ടി ഒരു സാധാരണ വീടിനു മുന്നിൽ നിന്നു. എന്നാൽ അതൊരു സ്വകാര്യ വസതിയായി തോന്നിയില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ തടവുകാരോട്, അവരെ അങ്ങനെ വിളിക്കാമല്ലോ, താഴെ ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അവരെ അഴികളുള്ള ജനലുകളുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, 8:30 മണിക്ക് നിങ്ങൾ ജഡ്ജി ഒബദിയയുടെ മുന്നിൽ ഹാജരാകണം. അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് മാറി വാതിലടച്ചു. അയ്യോ, നമ്മൾ തടവുകാരാണല്ലോ. ഒരു കസേരയിലേക്ക് തളർന്നിരുന്നുകൊണ്ട് പാസ്പോർട്ടു നിലവിളിച്ചു. തന്റെ വികാരം മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ട് ഔദ മിസ്റ്റർ ഫോഗിനോട് പറഞ്ഞു, സർ, എന്നെ എന്റെ വിധിക്ക് വിട്ടേക്കൂ. എന്നെ രക്ഷിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗതി വന്നത്. അതൊരിക്കലും സാധ്യമല്ലെന്ന് മിസ്റ്റർ ഫോഗ് ശാന്തമായി പറഞ്ഞു. ഒരു സതി തടഞ്ഞതിന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അത്തരമൊരു പരാതിയുമായി വരാൻ പരാതിക്കാർ ധൈര്യപ്പെടില്ല. എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. കൂടാതെ എന്ത് സംഭവിച്ചാലും അദ്ദേഹം ഔദയെ ഉപേക്ഷിക്കില്ല. അവളെ ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോകും. പക്ഷേ കപ്പൽ ഉച്ചയ്ക്ക് പുറപ്പെടും, പാസ്പോർട്ടു പരിഭ്രമത്തോടെ പറഞ്ഞു. നമ്മൾ ഉച്ചയ്ക്ക് മുൻപ് കപ്പലിൽ കയറിയിരിക്കും, അദ്ദേഹത്തിന്റെ യജമാനൻ ശാന്തമായി മറുപടി നൽകി. അത്ര ഉറപ്പോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിനാൽ പാസ്പോർട്ടു തന്നെ താൻ പിറുപിറുത്തു. തീർച്ചയായും ഉച്ചയ്ക്ക് മുൻപ് നമ്മൾ കപ്പലിൽ കയറും. എങ്കിലും അവനൊട്ടും ആശ്വാസം തോന്നിയില്ല. 8:30 മണിക്ക് വാതിൽ തുറന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യക്ഷപ്പെട്ടു. അവരോട് കൂടെ വരാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം അടുത്തുള്ള ഒരു ഹാളിലേക്ക് നയിച്ചു. അതൊരു കോടതി മുറിയായിരുന്നു. അവിടെ യൂറോപ്യന്മാരും നാട്ടുകാരുമായ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. മിസ്റ്റർ ഫോഗും കൂട്ടുകാരും മജിസ്ട്രേറ്റിന്റെയും ക്ലാർക്കിന്റെയും മേശയ്ക്കെതിരെയുള്ള ബെഞ്ചിലിരുന്നു. തൊട്ടുപിന്നാലെ തടിച്ച ശരീരമുള്ള ജഡ്ജി ഒബദിയയും ക്ലാർക്കും അകത്തേക്ക് വന്നു. അദ്ദേഹം ഒരു ആണിയിൽ തൂക്കിയിട്ടിരുന്ന വിഗ്ഗെടുത്ത് ധൃതിയിൽ തലയിൽ വെച്ചു. ആദ്യത്തെ കേസ്, അദ്ദേഹം പറഞ്ഞു. പിന്നീട് തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഹേയ്, ഇതെന്റെ വിക്കല്ലല്ലോ. അല്ല തിരുമനസേ, ക്ലാർക്ക് പറഞ്ഞു, ഇതെന്റേതാണ്. എന്റെ പ്രിയപ്പെട്ട മിസ്റ്റർ ഓയിസ്റ്റർ ബഫ്, ഒരു ക്ലാർക്കിന്റെ വിഗ് വെച്ചൊരു ജഡ്ജിക്ക് എങ്ങനെ ശരിയായ വിധി പറയാൻ കഴിയും? അവർ വിഗ്ഗുകൾ പരസ്പരം മാറ്റി. പാസ്പോർട്ടുവിന് പരിഭ്രമം കൂടിവന്നു. കാരണം ജഡ്ജിയുടെ തലയ്ക്ക് മുകളിലുള്ള വലിയ ക്ലോക്കിലെ സൂചികൾ അതിവേഗം കറങ്ങുന്നതായി അവന് തോന്നി. ആദ്യത്തെ കേസ്, ജഡ്ജി ഒബദിയ ആവർത്തിച്ചു. ഫീലിയസ് ഫോഗ്. ഓയിസ്റ്റർ പഫ് ചോദിച്ചു, ഞാൻ ഇവിടെയുണ്ട്. മിസ്റ്റർ ഫോഗ് മറുപടി നൽകി. പാസ്പോർട്ടു? ഹാജരുണ്ട്. പാസ്പോർട്ടു മറുപടി നൽകി. ശരി, ജഡ്ജി പറഞ്ഞു. പ്രതികളെ, ബോംബെയിൽ നിന്നുള്ള ട്രെയിനുകളിൽ കഴിഞ്ഞ 2 ദിവസമായി നിങ്ങളെ തിരയുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്ത കുറ്റമെന്താണ്? പാസ്പോർട്ടു ക്ഷമയില്ലാതെ ചോദിച്ചു. അതിപ്പോൾ അറിയിക്കും. ഞാനൊരു ഇംഗ്ലീഷ് പൗരനാണ് സർ. മിസ്റ്റർ ഫോഗ് പറഞ്ഞു. എനിക്ക് അവകാശമുണ്ട്. നിങ്ങളോടാരെങ്കിലും മോശമായി പെരുമാറിയോ? ഒരിക്കലുമില്ല. വളരെ നല്ലത്. പരാതിക്കാർ അകത്തേക്ക് വരട്ടെ. ജഡ്ജിയുടെ ഉത്തരവനുസരിച്ച് ഒരു വാതിൽ തുറന്നു. 3 ഇന്ത്യൻ പുരോഹിതന്മാർ അകത്തേക്ക് വന്നു. അതുതന്നെ, പാസ്പോർട്ടു പിറുപിറുത്തു. നമ്മുടെ യുവതിയെ ജീവനോടെ ദഹിപ്പിക്കാൻ നോക്കിയ ആ തെമ്മാടികളാണിവർ. പുരോഹിതന്മാർ ജഡ്ജിയുടെ മുന്നിൽ നിന്നു. ബ്രാഹ്മണ മതവിശ്വാസമനുസരിച്ച് പവിത്രമായി കരുതുന്ന സ്ഥലം അശുദ്ധമാക്കി എന്ന കുറ്റത്തിന് ഫീലിയസ് ഫോഗിനും വേലക്കാരനുമെതിരെയുള്ള പരാതി ക്ലാർക്ക് ഉറക്കെ വായിച്ചു. നിങ്ങൾ കുറ്റം കേട്ടല്ലോ? ജഡ്ജി ചോദിച്ചു. അതെ സർ. തന്റെ വാച്ചിൽ നോക്കിക്കൊണ്ട് മിസ്റ്റർ ഫോഗ് മറുപടി നൽകി. ഞാനത് സമ്മതിക്കുന്നു. നിങ്ങൾ സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. പകരം പില്ലാജിയിലെ ക്ഷേത്രത്തിൽ വെച്ച് അവർ എന്ത് ചെയ്യാൻ പോകുകയായിരുന്നുവെന്ന് ഈ പുരോഹിതന്മാർ സമ്മതിക്കുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുരോഹിതന്മാർ പരസ്പരം നോക്കി. പറഞ്ഞതവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നി. അതെ, പാസ്പോർട്ടു ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. പില്ലാജിയിലെ ക്ഷേത്രത്തിൽ വെച്ച് അവരൊരു ഇരയെ ദഹിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ജഡ്ജി അത്ഭുതത്തോടെ നോക്കി. പുരോഹിതന്മാർ സ്തംഭിച്ചുപോയി. ഏതിര? ജഡ്ജി ഒബദിയ ചോദിച്ചു. ആരെ ദഹിപ്പിക്കാൻ? ബോംബെയിൽ വെച്ചോ? ബോംബെയോ? പാസ്പോർട്ടു വിളിച്ചു ചോദിച്ചു. തീർച്ചയായും. നമ്മൾ സംസാരിക്കുന്നത് പില്ലാജിയിലെ ക്ഷേത്രത്തെക്കുറിച്ചല്ല, ബോംബെയിലെ മലബാർ ഹില്ലിലുള്ള ക്ഷേത്രത്തെക്കുറിച്ചാണ്. തെളിവായി ക്ലാർക്ക് കൂട്ടിച്ചേർത്തു. ക്ഷേത്രം അശുദ്ധമാക്കിയ ആൾ അവിടെ ഉപേക്ഷിച്ചുപോയ ഷൂസുകളിതാ. അദ്ദേഹം ഒരു ജോഡി ഷൂസുകൾ തന്റെ മേശപ്പുറത്ത് വെച്ചു. എന്റെ ഷൂസ്? അത്ഭുതത്തോടെ പാസ്പോർട്ടു വിളിച്ചു പറഞ്ഞു. ബോംബെയിലെ ആ സംഭവം അവർ പൂർണ്ണമായും മറന്നുപോയിരുന്നു. കൽക്കട്ടയിൽ തടഞ്ഞുവെക്കപ്പെട്ടത് ആ കാരണത്താലാണെന്നറിഞ്ഞപ്പോൾ യജമാനനും വേലക്കാരനുമുണ്ടായ പരിഭ്രമം ഊഹിക്കാവുന്നതേയുള്ളൂ. ഡിറ്റക്റ്റീവ് ഫിക്സ് പാസ്പോർട്ടുവിന്റെ ഈ അബദ്ധം തനിക്ക് ഗുണകരമാകുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു. തന്റെ യാത്ര 12 മണിക്കൂർ വൈകിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മലബാർ ഹില്ലിലെ പുരോഹിതന്മാരുമായി സംസാരിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങളെ ഇംഗ്ലീഷ് അധികാരികൾ വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് വലിയൊരു തുക നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്യുകയും അടുത്ത ട്രെയിനിൽ അവരെ കൽക്കട്ടയിലേക്ക് അയക്കുകയും ചെയ്തു. യുവതിയെ രക്ഷിക്കുന്നതിനിടയിലുണ്ടായ താമസം കാരണം മിസ്റ്റർ ഫോഗിനും വേലക്കാരനും മുൻപേ ഫിക്സും പുരോഹിതന്മാരും കൽക്കട്ടയിലെത്തി. അവർ വന്നലുടൻ അറസ്റ്റ് ചെയ്യാൻ മജിസ്ട്രേറ്റുമാർക്ക് നേരത്തെ തന്നെ സന്ദേശം ലഭിച്ചിരുന്നു. ഫീലിയസ് ഫോഗ് കൽക്കട്ടയിലെത്തിയില്ലെന്നറിഞ്ഞപ്പോൾ ഫിക്സിനുണ്ടായ നിരാശ വലുതായിരുന്നു. കള്ളൻ വഴിയിലെവിടെയോ ഇറങ്ങി തെക്കൻ പ്രവിശ്യകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം കരുതി. 24 മണിക്കൂർ നേരം ഫിക്സ് വലിയ ആകാംക്ഷയോടെ സ്റ്റേഷനിൽ കാത്തുനിന്നു.
ഒടുവിൽ മിസ്റ്റർ ഫോഗും പാസ്പോർട്ടുവും ഒരു യുവതിയോടൊപ്പം വരുന്നത് കണ്ട് അദ്ദേഹത്തിന് ആശ്വാസമായി. ആ യുവതി ആരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ഉടൻ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു. അങ്ങനെയാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ജഡ്ജി ഒബദിയയുടെ മുന്നിലെത്തിയതും. പാസ്പോർട്ടോ ഇത്രയധികം പരിഭ്രമിച്ചിരുന്നില്ലെങ്കിൽ കോടതി മുറിയുടെ ഒരു മൂലയിൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഡിറ്റക്ടീവിയെ അവൻ കാണുമായിരുന്നു. ബോംബെയിലും സൂയസിലും നടന്നതുപോലെ കൽക്കട്ടയിലും അറസ്റ്റ് വാറന്റ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ജഡ്ജി ഒബദിയ നിർഭാഗ്യവശാൽ പാസ്പോർട്ടുവിന്റെ ആ വിവേകശൂന്യമായ വിളിച്ചുപറച്ചിൽ കേട്ടു. അത് തിരുത്താൻ ആ പാവം എന്തു വേണമെങ്കിലും ചെയ്യുമായിരുന്നു. കുറ്റങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ജഡ്ജി ചോദിച്ചു. സമ്മതിക്കുന്നു, മിസ്റ്റർ ഫോഗ് തണുത്ത സ്വരത്തിൽ മറുപടി നൽകി. ഇന്ത്യൻ ജനതയുടെ മതങ്ങളെ ഇംഗ്ലീഷ് നിയമം തുല്യമായും കർശനമായും സംരക്ഷിക്കുന്നു. ജഡ്ജി തുടർന്നു. ഒക്ടോബർ 20 ബോംബെയിലെ മലബാർ ഹില്ലിലുള്ള പവിത്രമായ ക്ഷേത്രം അശുദ്ധമാക്കിയെന്ന് പാസ്പോർട്ടോ സമ്മതിച്ചതിനാൽ അവനെ 15 ദിവസത്തെ തടവിനും 300 പൗണ്ട് പിഴയ്ക്കും ശിക്ഷിക്കുന്നു. 300 പൗണ്ടോ? തുകയുടെ വലിപ്പം കണ്ട് പാസ്പോർട്ടോ ഞെട്ടിപ്പോയി. നിശബ്ദത പാലിക്കൂ, കോൺസ്റ്റബിൾ ആക്രോശിച്ചു. കൂടാതെ ജഡ്ജി തുടർന്നു, ഈ പ്രവൃത്തി യജമാനന്റെ അറിവോടെയല്ല ഭൃത്യൻ ചെയ്തതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാലും ഏതു സാഹചര്യത്തിലും തന്റെ ശമ്പളക്കാരനായ ഭൃത്യന്റെ പ്രവൃത്തികൾക്ക് യജമാനൻ ഉത്തരവാദിയായതിനാലും ഫീലിയസ് ഫോഗിനെ ഒരാഴ്ചത്തെ തടവിനും 150 പൗണ്ട് പിഴയ്ക്കും ഞാൻ ശിക്ഷിക്കുന്നു. ഫിക്സ് സംതൃപ്തിയോടെ കൈകൾ മെല്ലെ തിരുമി. ഫീലിയസ് ഫോഗിനെ കൊൽക്കത്തയിൽ ഒരാഴ്ച തടഞ്ഞുവെക്കാൻ കഴിഞ്ഞാൽ വാറന്റ് വന്നെത്താൻ ആവശ്യത്തിലധികം സമയം ലഭിക്കും. പാസ്പോർട്ടു സ്തംഭിച്ചുപോയി. ഈ വിധി തന്റെ യജമാനനെ തകർത്തുകളഞ്ഞു. താനൊരു വിഡ്ഢിയെപ്പോലെ ആ വെറുക്കപ്പെട്ട പഗോഡയിൽ കയറിയതുകൊണ്ട് 20,000 പൗണ്ടിന്റെ പന്തയം നഷ്ടമായിരിക്കുന്നു. വിധി തന്നെ ഒട്ടും ബാധിക്കാത്തതുപോലെ ശാന്തനായിരുന്ന ഫീലിയസ് ഫോഗ് അത് പ്രസ്താവിക്കുമ്പോൾ പുരികം പോലും ഉയർത്തിയില്ല. ക്ലർക്ക് അടുത്ത കേസ് വിളിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു പറഞ്ഞു, ഞാൻ ജാമ്യം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്കതിന് അവകാശമുണ്ട്. ജഡ്ജി മറുപടി നൽകി. ഫിക്സിന്റെ രക്തം തണുത്തുറഞ്ഞു. എന്നാൽ ഓരോ തടവുകാരനും 1000 പൗണ്ട് വീതം ജാമ്യത്തുക വേണമെന്ന് ജഡ്ജി പ്രഖ്യാപിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം വീണ്ടും ശാന്തനായി. ഞാനതിപ്പോൾ തന്നെ അടയ്ക്കാം. പാസ്പോർട്ടുവിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് നോട്ടുകെട്ടുകളെടുത്ത് ക്ലർക്കിന്റെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മിസ്റ്റർ ഫോഗ് പറഞ്ഞു. ജയിലിൽ നിന്ന് മോചിതനാകുമ്പോൾ ഈ തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ജഡ്ജി പറഞ്ഞു. അതുവരെ നിങ്ങൾ ജാമ്യത്തിൽ സ്വതന്ത്രനാണ്. വരൂ, ഫീലിയസ് ഫോഗ് തന്റെ ഭൃത്തിനോട് പറഞ്ഞു. പക്ഷേ എന്റെ ഷൂസെങ്കിലും അവരെനിക്ക് തിരികെ വരട്ടെ, പാസ്പോർട്ടു ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ആഹാ, ഇത് നല്ല വില കൂടിയ ഷൂസുകളാണല്ലോ. അവ കൈമാറിയപ്പോൾ അദ്ദേഹം പിറുപിറുത്തു. ഒന്നിന് 1000 പൗണ്ടിലധികം വിലയുണ്ട്. കൂടാതെ ഇതെന്റെ കാലിൽ അമരുകയും ചെയ്യുന്നു. മിസ്റ്റർ ഫോഗ് ഔദയ്ക്ക് കൈ നൽകി പുറത്തേക്ക് നടന്നു. നിരാശനായ പാസ്പോർട്ടു അവരെ പിന്തുടർന്നു. കള്ളൻ 2000 പൗണ്ട് ഉപേക്ഷിക്കില്ലെന്നും ഒരാഴ്ച ജയിലിൽ കഴിയാൻ തീരുമാനിക്കുമെന്നും ഫിക്സ് ഇപ്പോഴും പ്രതീക്ഷിച്ചു. അദ്ദേഹം മിസ്റ്റർ ഫോഗിനെ പിന്തുടർന്നു. ആ മാന്യൻ ഒരു കുതിരവണ്ടി വിളിച്ചു. അവരുടൻ തന്നെ ഒരു തുറമുഖത്തെത്തിച്ചേർന്നു. റംഗൂൻ എന്ന കപ്പൽ തുറമുഖത്ത് നിന്ന് 1/2 മൈൽ അകലെ മെങ്കൂരമിട്ടിരുന്നു. പുറപ്പെടാനുള്ള അടയാളം അതിന്റെ കൊടിമരത്തിൽ ഉയർത്തിയിരുന്നു. സമയം 11 അടിച്ചു. മിസ്റ്റർ ഫോഗ് നിശ്ചയിച്ച സമയത്തേക്കാൾ 1 മണിക്കൂർ നേരത്തെയായിരുന്നു. അവർ വണ്ടിയിൽ നിന്നിറങ്ങി ഒരു ബോട്ടിൽ കപ്പലിലേക്ക് പോകുന്നത് കണ്ട ഫിക്സ് നിരാശയോടെ കാൽത്തറയിലടിച്ചു. ആ തെമ്മാടി ഒടുവിൽ രക്ഷപ്പെട്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു. 2000 പൗണ്ട് വെറുതെ കളഞ്ഞു. അവനൊരു കള്ളനെപ്പോലെ ധൂർത്തനാണ്. ആവശ്യമെങ്കിൽ ലോകത്തിന്റെ അവസാനം വരെ ഞാൻ അവനെ പിന്തുടരും. പക്ഷേ അവൻ പോകുന്ന പോക്ക് കണ്ടാൽ മോഷ്ടിച്ച പണം ഉടൻ തന്നെ തീർന്നുപോകും. ഡിറ്റക്ടീവിന്റെ ഈ ഊഹം തെറ്റായിരുന്നില്ല. ലണ്ടൻ വിട്ടതുമുതൽ യാത്രാച്ചെലവ്, കൈക്കൂലി, ആനയെ വാങ്ങിയത്, ജാമ്യത്തുക, പിഴ എന്നിവയ്ക്കായി മിസ്റ്റർ ഫോഗ് ഇതിനകം 5000 പൗണ്ടിലധികം ചെലവഴിച്ചിരുന്നു. ബാങ്ക് കള്ളനിൽ നിന്ന് വീണ്ടെടുക്കുന്ന തുകയിൽ നിന്ന് ഡിറ്റക്ടീവുകൾക്ക് വാഗ്ദാനം ചെയ്ത വിഹിതം വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്നു. അധ്യായം 16. ഫിക്സിന് തന്നോട് പറയുന്നത് ഒട്ടും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്ന ഭാഗം. ചൈനീസ്, ജാപ്പനീസ് കടലുകളിൽ സർവീസ് നടത്തുന്ന പെനിൻസുലാർ ആൻഡ് ഓറിയന്റൽ കമ്പനിയുടെ കപ്പലുകളിലൊന്നായിരുന്നു റംഗൂൺ. ഇത് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഏകദേശം 1770 ടൺ ഭാരമുള്ള 400 കുതിരശക്തിയുള്ള എഞ്ചിനുകളുള്ള ഒരു സ്ക്രൂ സ്റ്റീമറായിരുന്നു. ഇത് മംഗോളിയയെപ്പോലെ വേഗതയുള്ളതായിരുന്നു, പക്ഷേ അത്ര സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. ഫീലിയസ് ഫോഗ് ആഗ്രഹിച്ചതുപോലെ ഔഡയ്ക്കമ്മ അത്ര സുഖകരമായ സൗകര്യങ്ങൾ ലഭിച്ചില്ല. എങ്കിലും കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള യാത്ര 3500 മൈൽ മാത്രമായിരുന്നു. 10-12 ദിവസമേ എടുക്കുമായിരുന്നുള്ളൂ. ആ യുവതിക്ക് തൃപ്തിപ്പെടാൻ പ്രയാസമൊന്നുമുണ്ടായിരുന്നില്ല. യാത്രയുടെ ആദ്യ ദിവസങ്ങളിൽ ഔഡ തന്റെ രക്ഷകനെ കൂടുതൽ അടുത്തറിഞ്ഞു. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് അവൾ എപ്പോഴും വലിയ നന്ദി പ്രകടിപ്പിച്ചു. വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത ആ മാന്യൻ അവളുടെ വാക്കുകൾ കേട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലോ പെരുമാറ്റത്തിലോ യാതൊരു വികാരവും കണ്ടില്ല. എങ്കിലും ഔഡയുടെ സൗകര്യങ്ങൾക്കായി അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും കൃത്യസമയത്ത് അവളെ സന്ദർശിച്ചു. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളുടെ സംസാരം കേൾക്കാനാണ് അദ്ദേഹം അവിടെയിരുന്നത്. അദ്ദേഹം അവളോട് വളരെ മര്യാദയോടെ പെരുമാറി. പക്ഷേ അതൊരു യന്ത്രം പ്രവർത്തിക്കുന്നതുപോലെയായിരുന്നു. പാസ്പോർട്ടു തന്റെ യജമാനന്റെ വിചിത്രമായ സ്വഭാവത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിരുന്നെങ്കിലും ഔഡയ്ക്ക് അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ലോകം ചുറ്റാനുള്ള പന്തയത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ ചിരിച്ചു. എങ്കിലും ഫീലിയസ് ഫോഗ് തന്റെ ജീവൻ രക്ഷിച്ചതിനാൽ അവൾ അദ്ദേഹത്തെ എപ്പോഴും നന്ദിയോടെയാണ് കണ്ടിരുന്നത്.
ഔഡ തന്റെ സങ്കടകരമായ ചരിത്രം വിവരിച്ചു. അവൾ ഇന്ത്യയിലെ ഉയർന്ന വർഗത്തിൽപ്പെട്ടവളായിരുന്നു. അവിടത്തെ പല പാഴ്സി വ്യാപാരികളും പരുത്തി വ്യാപാരത്തിലൂടെ വലിയ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട്. അവരിലൊരാളായ സർ ജംഷഡ്ജി ജീജിഭോയിയെ ബ്രിട്ടീഷ് സർക്കാർ ബാരനറ്റായി ഉയർത്തിയിരുന്നു. ഔഡ ഈ വലിയ മനുഷ്യന്റെ ബന്ധുവായിരുന്നു. ഹോങ്കോങ്ങിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധുവായ ജീജിയെ കാണാനാണ് അവൾ ആഗ്രഹിച്ചത്. അവിടെ തനിക്കൊരു സംരക്ഷകനെ ലഭിക്കുമോ എന്നവൾക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ എല്ലാം ഗണിതശാസ്ത്രപരമായി അദ്ദേഹം ആ വാക്കുതന്നെ ഉപയോഗിച്ചു ക്രമീകരിക്കപ്പെടുമെന്ന് മിസ്റ്റർ ഫോഗ് അവളെ സമാധാനിപ്പിച്ചു. ഹിമാലയത്തിലെ പുണ്യതടാകങ്ങളെപ്പോലെ തെളിഞ്ഞ തന്റെ വലിയ കണ്ണുകൾ ഔഡ അദ്ദേഹത്തിന് നേരെ തിരിച്ചു. എന്നാൽ ഫോഗ് പതിവുപോലെ ഗൗരവക്കാരനായി തുടർന്നു. ഈ തടാകത്തിലേക്ക് എടുത്തുചാടാൻ അദ്ദേഹം ഒട്ടും താൽപ്പര്യപ്പെട്ടില്ല. യാത്രയുടെ ആദ്യ ദിവസങ്ങൾ അനുകൂലമായ കാലാവസ്ഥയിൽ സന്തോഷകരമായി കടന്നുപോയി. ബംഗാൾ ഉൾക്കടൽ കടന്നവർ ഉടനെ പ്രധാന ദ്വീപായ ആൻഡമാൻ കണ്ടു. 2400 അടി ഉയരമുള്ള സാഡിൽ പീക്ക് വെള്ളത്തിനു മുകളിൽ കാണാമായിരുന്നു. കപ്പൽ തീരത്തിനടുത്തുകൂടി പോയി. എന്നാൽ മനുഷ്യത്വത്തിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരും എന്നാൽ പറയപ്പെടുന്നതുപോലെ നരഭോജികളല്ലാത്തവരുമായ പാപ്പുവന്മാരെ അവിടെ കണ്ടില്ല. ദ്വീപുകളുടെ കാഴ്ച അതിമനോഹരമായിരുന്നു. ഈന്തപ്പനകൾ, കവുങ്ങ്, മുള, തേക്ക്, ഭീമാകാരമായ മിമോസ, മരം പോലുള്ള ഫേണുകൾ എന്നിവ നിറഞ്ഞ വനങ്ങളായിരുന്നു മുന്നിൽ. പിന്നിൽ മലനിരകളുടെ ഭംഗിയുള്ള രൂപം ആകാശത്ത് തെളിഞ്ഞുകണ്ടു. തീരങ്ങളിൽ ആയിരക്കണക്കിന് പക്ഷികൾ പറക്കുന്നുണ്ടായിരുന്നു. ഇവയുടെ കൂടുകൾ ചൈനീസ് സാമ്രാജ്യത്തിലെ തീന്മേശകളിൽ ആഡംബര വിഭവമായി മാറുന്നവയാണ്. ആൻഡമാൻ ദ്വീപുകളിലെ ഈ കാഴ്ചകൾ കഴിഞ്ഞ് രംഗുമും വേഗത്തിൽ മലാക്ക കടലിടുക്കിലേക്ക് അടുത്തു. ഈ സമയമത്രയും കുറ്റാന്വേഷകനായ ഫിക്സ് എന്തു ചെയ്യുകയായിരുന്നു? പാസ്പോർട്ടു കാണാതെ കൽക്കട്ടയിൽ വെച്ച് രംഗൂൺ കപ്പലിൽ കയറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അറസ്റ്റ് വാറണ്ട് വരികയാണെങ്കിൽ അത് ഹോങ്കോങ്ങിലേക്ക് അയക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. യാത്രയുടെ അവസാനം വരെ തന്റെ സാന്നിധ്യം രഹസ്യമായി വയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. താൻ കപ്പലിലുണ്ടെന്ന പാസ്പോർട്ടു അറിഞ്ഞാൽ അത് സംശയത്തിനിടയാക്കും. എങ്കിലും തന്റെ ആവശ്യത്തിനായി ആ വേലക്കാരനെ വീണ്ടും കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. കുറ്റാന്വേഷകന്റെ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ ഹോങ്കോങ്ങിലായിരുന്നു. സിംഗപ്പൂരിലെ കപ്പലിന്റെ താമസം വളരെ കുറവായതിനാൽ അവിടെയൊന്നും ചെയ്യാൻ കഴിയില്ല. ഹോങ്കോങ്ങിൽ വെച്ച് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ കള്ളൻ എന്നേക്കുമായി രക്ഷപ്പെടും. ഫോഗ് കാലുകുത്തുന്ന അവസാനത്തെ ബ്രിട്ടീഷ് മണ്ണാണ് ഹോങ്കോങ്. അതിനുശേഷം ചൈന, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിൽ ഫോഗിന് എളുപ്പത്തിൽ ഒളിക്കാൻ കഴിയും. ഹോങ്കോങ്ങിൽ വാറന്റ് ലഭിച്ചാൽ ഫിക്സിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കാം. എന്നാൽ ഹോങ്കോങ് കഴിഞ്ഞാൽ ഒരു സാധാരണ വാറന്റ് കൊണ്ട് കാര്യമില്ല. അതിന് ഒരു കുറ്റവാളി കൈമാറ്റ വാറന്റ് ആവശ്യമായി വരും. അത് വലിയ കാലതാമസത്തിന് കാരണമാകും. തന്റെ ക്യാബിനിൽ ഇരുന്നുകൊണ്ട് ഫിക്സ് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഹോങ്കോങ്ങിൽ വാറന്റ് ഉണ്ടെങ്കിൽ താൻ അയാളെ അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അയാളുടെ യാത്ര എങ്ങനെയെങ്കിലും വൈകിപ്പിക്കണം. ബോംബെയിലും കൽക്കട്ടയിലും താൻ പരാജയപ്പെട്ടു. ഹോങ്കോങ്ങിലും പരാജയപ്പെട്ടാൽ തന്റെ പേര് നശിക്കും. എന്തു വില കൊടുത്തും തനിക്ക് വിജയിക്കണം. പക്ഷേ അയാളുടെ യാത്ര എങ്ങനെ തടയും? കാര്യങ്ങൾ വഷളായാൽ പാസ്പോർട്ടുവിനോട് സത്യം പറയാമെന്ന് ഫിക്സ് തീരുമാനിച്ചു. പാസ്പോർട്ടു ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. സത്യമറിഞ്ഞാൽ താനും കുടുങ്ങുമെന്ന് പേടിച്ച് അവൻ കുറ്റാന്വേഷകനെ സഹായിക്കും. പക്ഷേ ഇത് അപകടകരമായ ഒരു വഴിയാണ്. പാസ്പോർട്ടു ഇത് യജമാനനോട് പറഞ്ഞാൽ എല്ലാം തകരും. ഫിക്സ് വലിയ ആശയക്കുഴപ്പത്തിലായി. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു പുതിയ ബുദ്ധി തോന്നി. ഔഡ ഫോഗിനൊപ്പം കപ്പലിലുള്ളത് അദ്ദേഹം ശ്രദ്ധിച്ചു. ആരാണ് ഈ സ്ത്രീ? എങ്ങനെയാണ് അവൾ ഫോഗിന്റെ കൂടെ വന്നത്? അവർ ബോംബെയ്ക്കും കൽക്കട്ടയ്ക്കും ഇടയിൽ എവിടെയോ വെച്ചാണ് കണ്ടുമുട്ടിയത്. അത് അവിചാരിതമായിരുന്നോ അതോ ഫോഗ് മനഃപൂർവ്വം അവളെ തേടിപ്പോയതാണോ? ഫിക്സിനൊന്നും മനസ്സിലായില്ല. ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഈ തന്ത്രം ഉപയോഗിച്ച് ഹോങ്കോങ്ങിൽ വെച്ച് ഫോഗിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഹോങ്കോങ് വരെ കാത്തിരിക്കാൻ കഴിയുമോ? ഫോഗ് വളരെ വേഗത്തിൽ ഒരു കപ്പലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന ആളാണ്. ഒന്നും ചെയ്യുന്നതിനു മുൻപ് അദ്ദേഹം യോക്കോഹാങ്ങയിലേക്ക് കടന്നേക്കാം. കപ്പൽ എത്തുന്നതിനു മുൻപ് ബ്രിട്ടീഷ് അധികാരികളെ വിവരം അറിയിക്കാൻ ഫിക്സ് തീരുമാനിച്ചു. സിംഗപ്പൂരിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് ടെലിഗ്രാം അയക്കാൻ എളുപ്പമാണ്. കൂടാതെ പാസ്പോർട്ടുകളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും അദ്ദേഹം തീരുമാനിച്ചു. അവനെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല. സമയം കളയാനില്ലാത്തതിനാൽ ഫിക്സ് പുറത്തിറങ്ങി. അന്ന് ഒക്ടോബർ 30 തീയതിയായിരുന്നു. അടുത്ത ദിവസം കപ്പൽ സിംഗപ്പൂരിലെത്തും. ഫിക്സ് തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി ഡെക്കിലേക്ക് പോയി. പാസ്പോർട്ടു കപ്പലിന്റെ മുൻഭാഗത്ത് നടക്കുകയായിരുന്നു. വലിയ അത്ഭുതം അഭിനയിച്ചുകൊണ്ട് ഫിക്സ് അവന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ഇവിടെയോ, രംഗൂണിലോ? അദ്ദേഹം ചോദിച്ചു. എന്ത് മിസ്റ്റർ ഫിക്സ്, നിങ്ങളും ഈ കപ്പലിലുണ്ടോ? മംഗോളിയയിലെ തന്റെ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞ പാസ്പോർട്ടു അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ നിങ്ങളെ ബോംബെയിൽ വിട്ടതല്ലോ, ഇപ്പോഴിതാ ഹോങ്കോങ്ങിലേക്കുള്ള വഴിയിൽ. നിങ്ങളും ലോകം ചുറ്റാൻ ഇറങ്ങിയതാണോ? ഇല്ല, ഫിക്സ് മറുപടി പറഞ്ഞു. ഞാൻ ഹോങ്കോങ്ങിൽ ഇറങ്ങും. കുറച്ച് ദിവസത്തേക്കെങ്കിലും അവിടെ കാണും.
ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായതുപോലെ പാസ്പോർട്ടു പറഞ്ഞു. പക്ഷേ നമ്മൾ കൽക്കട്ട വിട്ടതിനു ശേഷം നിങ്ങളെ കപ്പലിൽ കണ്ടില്ലല്ലോ. ചെറിയൊരു കടൽച്ചൊരുക്ക്. ഞാൻ എന്റെ മുറിയിൽ തന്നെയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തെ പോലെ ബംഗാൾ ഉൾക്കടൽ എനിക്ക് അത്ര പിടിച്ചില്ല. മിസ്റ്റർ ഫോഗിനെങ്ങനെയുണ്ട്? എപ്പോഴത്തെയും പോലെ സുഖമായും കൃത്യനിഷ്ഠയോടെയും ഇരിക്കുന്നു. ഒരു ദിവസം പോലും വൈകിയിട്ടില്ല. പക്ഷേ മോൺസിയർ ഫിക്സ്, ഞങ്ങളുടെ കൂടെ ഒരു യുവതിയുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയില്ലല്ലോ. ഒരു യുവതിയോ? തനിക്കൊന്നും മനസ്സിലായില്ല എന്ന ഭാവത്തിൽ ഡിറ്റക്റ്റീവ് ചോദിച്ചു. പാസ്പോർട്ട് ഉടനെ ഔഡയുടെ ചരിത്രവും ബോംബെയിലെ പഗോഡയിൽ നടന്ന കാര്യങ്ങളും 2000 പൗണ്ടിന് ആനയെ വാങ്ങിയതും രക്ഷാപ്രവർത്തനവും അറസ്റ്റും കൽക്കട്ട കോടതിയിലെ ശിക്ഷയും ഒടുവിൽ ജാമ്യത്തിൽ മിസ്റ്റർ ഫോഗിനും തനിക്കും ലഭിച്ച മോചനവും എല്ലാം വിവരിച്ചു. അവസാനത്തെ സംഭവങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നിട്ടും പാസ്പോർട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തനിക്ക് പുതിയതാണെന്ന പോലെ ഫിക്സ് അഭിനയിച്ചു. ഇത്രയും താൽപര്യത്തോടെ കേൾക്കുന്ന ഒരാളെ കിട്ടിയതിൽ പാസ്പോർട്ട് സന്തോഷവാനായി. പക്ഷേ നിങ്ങളുടെ യജമാനൻ ഈ യുവതിയെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഹോങ്കോങ്ങിലുള്ള അവളുടെ ബന്ധുക്കളിൽ ഒരാളുടെ, ഒരു ധനികനായ വ്യാപാരിയുടെ സംരക്ഷണത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഒന്നും ചെയ്യാനില്ല. തന്റെ നിരാശ മറച്ചുവെച്ചുകൊണ്ട് ഫിക്സ് സ്വയം പറഞ്ഞു. ഒരു ഗ്ലാസ് ജിൻ എടുത്താലോ, മിസ്റ്റർ പാസ്പോർട്ട് ഔട്ട്? തീർച്ചയായും, മോൺസിയർ ഫിക്സ്. റംഗൂൺ കപ്പലിൽ വെച്ച് നമുക്കൊരു സൗഹൃദ പാനീയമെങ്കിലും കഴിക്കണ്ടേ? അധ്യായം 17. സിംഗപ്പൂരിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള യാത്രയിൽ സംഭവിച്ചത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡിറ്റക്റ്റീവും പാസ്പോർട്ടും കപ്പൽ തട്ടിൽ പലപ്പോഴും കണ്ടുമുട്ടി. എങ്കിലും ഫിക്സ് വളരെ മിതഭാഷിയായിരുന്നു. മിസ്റ്റർ ഫോഗിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ആ നിഗൂഢ മനുഷ്യനെ 1-2 തവണ അദ്ദേഹം കണ്ടു. എന്നാൽ മിസ്റ്റർ ഫോഗ് സാധാരണയായി തന്റെ മുറിയിൽ തന്നെ കഴിഞ്ഞു. അവിടെ അദ്ദേഹം ഔദയ്ക്ക് കൂട്ടിരിക്കുകയോ അല്ലെങ്കിൽ തന്റെ ശീലമനുസരിച്ച് വിസ്റ്റ് എന്ന ചീട്ടുകളിയിൽ ഏർപ്പെടുകയോ ചെയ്തു. തന്റെ യജമാനൻ പോകുന്ന അതേ വഴിയിൽ തന്നെ ഫിക്സ് എന്തിനാണ് തുടരുന്നത് എന്ന് പാസ്പോർട്ട് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. സൂയസിൽ വെച്ച് ആദ്യം കണ്ടുമുട്ടുകയും പിന്നീട് മംഗോളിയ എന്ന കപ്പലിൽ വെച്ച് കാണുകയും തന്റെ ലക്ഷ്യസ്ഥാനമാണെന്ന് പറഞ്ഞ് ബോംബെയിൽ ഇറങ്ങുകയും ചെയ്ത ഈ മാന്യനായ വ്യക്തി ഇപ്പോൾ അപ്രതീക്ഷിതമായി റംഗൂൺ എന്ന കപ്പലിലും പ്രത്യക്ഷപ്പെട്ട് മിസ്റ്റർ ഫോഗിന്റെ ഓരോ ചുവടും പിന്തുടരുന്നത് എന്തിനാണെന്ന് ആലോചിക്കേണ്ട കാര്യമായിരുന്നു. ഫിക്സിന്റെ ലക്ഷ്യമെന്തായിരുന്നു? ഹോങ്കോങ്ങിൽ നിന്നും ഫിക്സ് തങ്ങളോടൊപ്പം ഒരേ സമയം ഒരേ കപ്പലിൽ തന്നെ യാത്ര തുടരുമെന്ന് തന്റെ ഇന്ത്യൻ ചെരുപ്പുകൾ അതയാൾ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നതാണ്. പണയം വെച്ച് പറയാൻ പാസ്പോർട്ട് തയ്യാറായിരുന്നു. ഡിറ്റക്റ്റീവിന്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ പാസ്പോർട്ടിന് 100 വർഷം ആലോചിച്ചാലും കഴിയില്ലായിരുന്നു. ഫീലിയസ് ഫോഗ് ലോകം മുഴുവൻ തിരയപ്പെടുന്ന ഒരു കള്ളനാണെന്ന് അയാൾക്ക് ഒരിക്കലും സങ്കൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ എല്ലാ രഹസ്യങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യസഹജമായതിനാൽ പാസ്പോർട്ട് ഫിക്സിന്റെ നീക്കങ്ങൾക്കൊരു കാരണം കണ്ടെത്തി. അത് യുക്തിക്ക് നിരക്കാത്തതുമായിരുന്നില്ല. റീഫോം ക്ലബ്ബിലെ ഫോഗിന്റെ സുഹൃത്തുക്കൾ അയച്ച ഒരാളായിരിക്കും ഫിക്സ് എന്നയാൾ കരുതി. ഫോഗ് കരാർ പ്രകാരം ലോകം ചുറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അയച്ച ആളായിരിക്കാം അദ്ദേഹം. അത് വ്യക്തമാണ്. തന്റെ ബുദ്ധിശക്തിയിൽ അഭിമാനം കൊണ്ട് ആ വേലക്കാരൻ സ്വയം പറഞ്ഞു. അദ്ദേഹം നമ്മളെ നിരീക്ഷിക്കാൻ അയച്ച ഒരു ചാരനാണദ്ദേഹം. മാന്യനായ മിസ്റ്റർ ഫോഗിനെ ചാരപ്പണി ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. റീഫോം ക്ലബ്ബിലെ മാന്യന്മാരെ, ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടിവരും. തന്റെ കണ്ടെത്തലിൽ സന്തോഷവാനായ പാസ്പോർട്ട് ഇത് യജമാനനോട് പറയേണ്ടെന്ന് തീരുമാനിച്ചു. എതിരാളികളുടെ ഈ അവിശ്വാസം അറിഞ്ഞാൽ അദ്ദേഹം വിഷമിച്ചേക്കാം. എന്നാൽ അവസരം കിട്ടുമ്പോഴൊക്കെ നിഗൂഢമായ സൂചനകളിലൂടെ ഫിക്സിനെ കളിയാക്കാനും എന്നാൽ തന്റെ യഥാർത്ഥ സംശയങ്ങൾ വെളിപ്പെടുത്താതിരിക്കാനും അയാൾ തീരുമാനിച്ചു. ഒക്ടോബർ 30 ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് റംഗൂൺ കപ്പൽ സുമാത്രയെയും മലാക്ക ഉപദ്വീപിനെയും വേർതിരിക്കുന്ന മലാക്ക കടലിടുക്കിൽ പ്രവേശിച്ചു. മലനിരകളും പാറക്കെട്ടുകളും നിറഞ്ഞ ദ്വീപുകൾ ആ മനോഹരമായ ദ്വീപിന്റെ ഭംഗി യാത്രക്കാരിൽ നിന്ന് മറച്ചു. നിശ്ചയിച്ച സമയത്തേക്കാൾ 1/2 ദിവസം നേരത്തെ അടുത്ത ദിവസം പുലർച്ചെ 4 മണിക്ക് കൽക്കരി നിറയ്ക്കുന്നതിനായി റംഗൂൺ സിംഗപ്പൂരിൽ നങ്കൂരമിട്ടു. ഫീലിയസ് ഫോഗ് ഈ നേട്ടം തന്റെ ഡയറിയിൽ കുറിച്ചു. തുടർന്ന് കരയിൽ നടക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഔദയോടൊപ്പം അദ്ദേഹം കപ്പലിൽ നിന്നിറങ്ങി. ഫോഗിന്റെ ഓരോ നീക്കവും സംശയിച്ചിരുന്ന ഫിക്സ് ആരും കാണാതെ അവരെ പിന്തുടർന്നു. എന്നാൽ ഫിക്സിന്റെ ഈ നീക്കങ്ങൾ കണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പാസ്പോർട്ട് തന്റെ ജോലികൾക്കായി പോയി. സിംഗപ്പൂർ ദ്വീപിന് വലിയ മലകളൊന്നുമില്ലാത്തതിനാൽ കാഴ്ചയിൽ അത്ര ഗംഭീരമല്ല. എങ്കിലും അത് ആകർഷകമായിരുന്നു. മനോഹരമായ റോഡുകളും വഴികളും നിറഞ്ഞ ഒരു പാർക്ക് പോലെയായിരുന്നു അത്. ന്യൂ ഹോളണ്ട് ഇനത്തിൽപ്പെട്ട ഒരു ജോഡി കുതിരകൾ വലിക്കുന്ന മനോഹരമായൊരു വണ്ടിയിൽ ഫീലിയസ് ഫോഗും ഔദയും യാത്ര ചെയ്തു. തിളങ്ങുന്ന ഇലകളുള്ള ഈന്തപ്പനകളും പകുതി വിരിഞ്ഞ പൂവിന്റെ ഉള്ളിലായി ഗ്രാമ്പു കാണപ്പെടുന്ന ഗ്രാമ്പു മരങ്ങളും നിറഞ്ഞ വഴികളിലൂടെ അവർ നീങ്ങി. യൂറോപ്പിലെ വേലികൾക്കു പകരം ഇവിടെ കുരുമുളക് ചെടികളായിരുന്നു. സാഗോ മരങ്ങളും മനോഹരമായ ശാഖകളുള്ള വലിയ ഫേൺ ചെടികളും ആ ഉഷ്ണപ്രദേശത്തിന് ഭംഗി കൂട്ടി. ഇലകൾ നിറഞ്ഞ ജാതിക്ക മരങ്ങളുടെ സുഗന്ധം വായുവിൽ നിറഞ്ഞു നിന്നു.
കുരങ്ങുകൾ മരങ്ങളിൽ ചാടിക്കളിച്ചു. കാടുകളിൽ പുലികളും ഉണ്ടായിരുന്നു. 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഔദയും ഫോഗും നഗരത്തിലേക്ക് മടങ്ങി. അവിടെ ഉഷ്ണപ്രദേശ പഴങ്ങളും ചെടികളും നിറഞ്ഞ തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട വീടുകളുണ്ടായിരുന്നു. 10 മണിക്ക് അവർ വീണ്ടും കപ്പലിൽ കയറി. ഡിറ്റക്റ്റീവ് അവരെ വിടാതെ പിന്തുടർന്നു. പാസ്പോർട്ട് കുറച്ച് മാമ്പഴങ്ങൾ വാങ്ങിയിരുന്നു. ആപ്പിളിനോളം വലിപ്പമുള്ള പുറംഭാഗം തവിട്ട് നിറവും അകവശം ചുവപ്പ് നിറവുമുള്ള പഴങ്ങളായിരുന്നു അവ. അതിന്റെ വെളുത്ത കാമ്പ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും ഭക്ഷണപ്രിയർക്ക് മികച്ച രുചി നൽകുന്നതുമായിരുന്നു. കപ്പൽത്തട്ടിൽ കാത്തുനിന്ന അയാൾ ഔദയ്ക്ക് കുറച്ച് മാമ്പഴങ്ങൾ നൽകി. അവൾ നന്ദിയോടെ അത് സ്വീകരിച്ചു. 11 മണിക്ക് രംഗൂൺ സിംഗപ്പൂർ തുറമുഖത്തുനിന്ന് പുറപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മലാക്കയിലെ മലനിരകളും ലോകത്തിലെ ഏറ്റവും മനോഹരമായ രോമങ്ങളുള്ള പുലികൾ വസിക്കുന്ന കാടുകളും കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. സിംഗപ്പൂരിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് 1300 മൈൽ ദൂരമുണ്ട്. ചൈനീസ് തീരത്തിനടുത്തുള്ള ഒരു ചെറിയ ഇംഗ്ലീഷ് കോളനിയാണ് ഹോങ്കോങ്. 6 ദിവസത്തിനുള്ളിൽ അവിടെ എത്താമെന്ന് ഫോഗ് പ്രതീക്ഷിച്ചു. നവംബർ 6-ന് യോക്കോഹാമയിലേക്ക് പോകുന്ന കപ്പലിൽ കയറാനത് ആവശ്യമായിരുന്നു. രംഗൂൺ കപ്പലിൽ ധാരാളം യാത്രക്കാരുണ്ടായിരുന്നു. ഇന്ത്യക്കാർ, ലങ്കക്കാർ, ചൈനക്കാർ, മലേഷ്യക്കാർ, പോർച്ചുഗീസുകാർ എന്നിങ്ങനെ പലരും സിംഗപ്പൂരിൽ ഇറങ്ങി. അവരിൽ ഭൂരിഭാഗവും 2ാം ക്ലാസ് യാത്രക്കാരായിരുന്നു. അതുവരെ തെളിഞ്ഞുനിന്ന കാലാവസ്ഥ ചന്ദ്രന്റെ അവസാന പാദത്തോടെ മാറി. കടൽ പ്രക്ഷുബ്ധമായി. കാറ്റ് ശക്തമായി വീശി. എങ്കിലും തെക്കുപടിഞ്ഞാറൻ കാറ്റ് കപ്പലിന്റെ വേഗത കൂട്ടി. ക്യാപ്റ്റൻ കപ്പലിലെ പായകൾ വിരിച്ചു. ആവിയന്ത്രത്തിന്റെയും പായകളുടെയും സഹായത്തോടെ കപ്പൽ വേഗത്തിൽ നീങ്ങി. കപ്പലിന്റെ നിർമ്മാണത്തിലെ ചില കുഴപ്പങ്ങൾ കാരണം മോശം കാലാവസ്ഥയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിരുന്നു. ഇതുകാരണം സമയം നഷ്ടപ്പെട്ടത് പാസ്പോർട്ടിനെ ദേഷ്യം പിടിപ്പിച്ചു. എന്നാൽ ഫോഗ് ശാന്തനായിരുന്നു. പാസ്പോർട്ട് ക്യാപ്റ്റനെയും എഞ്ചിനീയറെയും ജീവനക്കാരെയും കുറ്റപ്പെടുത്തുകയും കപ്പലുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കുരുമുളക് വിളയുന്ന നാട്ടിലേക്ക് ശപിക്കുകയും ചെയ്തു. സാവിലെ റോയിലെ കൊന്റെ വീട്ടിൽ ഗ്യാസ് കത്തുന്നുണ്ടാകുമെന്ന ചിന്തയും അയാളുടെ അക്ഷമയ്ക്ക് കാരണമായിരിക്കാം. നിങ്ങൾക്ക് ഹോങ്കോങ്ങിലെത്താൻ വലിയ ധൃതിയാണല്ലോ, ഒരു ദിവസം ഫിക്സ് പാസ്പോർട്ടിനോട് പറഞ്ഞു. അതെ, വലിയ ധൃതിയുണ്ട്. മിസ്റ്റർ ഫോഗിന് യോക്കോഹാമയിലേക്കുള്ള കപ്പൽ കിട്ടാൻ വലിയ ആഗ്രഹമുണ്ടാകും അല്ലേ? തീർച്ചയായും. ഈ ലോകം ചുറ്റിയുള്ള യാത്രയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. മിസ്റ്റർ ഫിക്സ്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എനിക്കിതിലൊന്നും വിശ്വാസമില്ല. നിങ്ങൾ വലിയ കൗശലക്കാരനാണ്. കണ്ണ് ചിമ്മിക്കൊണ്ട് പാസ്പോർട്ട് പറഞ്ഞു. ഈ സംസാരം ഫിക്സിനെ അസ്വസ്ഥനാക്കി. തന്റെ യഥാർത്ഥ ലക്ഷ്യം ആ ഫ്രഞ്ചുകാരൻ മനസ്സിലാക്കിയോ എന്ന് അദ്ദേഹം ഭയന്നു. താനൊരു ഡിറ്റക്റ്റീവാണെന്ന് പാസ്പോർട്ട് എങ്ങനെ അറിഞ്ഞു? പാസ്പോർട്ടിന്റെ വാക്കുകളിൽ എന്തോ അർത്ഥമുണ്ടെന്ന് ഫിക്സിന് തോന്നി. അടുത്ത ദിവസം പാസ്പോർട്ട് വീണ്ടും സംസാരിച്ചു. അയാൾക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ ഫിക്സ്, അയാൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഹോങ്കോങ്ങിലെത്തുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ? അത് ഫിക്സ് അല്പം പതറിപ്പോയി. എനിക്കറിയില്ല, ഒരുപക്ഷേ. അയ്യോ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്നുണ്ട്. പെനിൻസുലാർ കമ്പനിയുടെ ഒരു ഏജന്റിന് വഴിയിൽ വെച്ച് നിർത്താൻ കഴിയില്ലല്ലോ. നിങ്ങൾ ബോംബെ വരെ പോകാനാണ് വന്നത്. ഇപ്പോൾ ചൈനയിലെത്തി. അമേരിക്ക ഇനി ദൂരെയല്ല. അവിടെ നിന്ന് യൂറോപ്പിലേക്ക് ഒരു ചുവട് ദൂരം മാത്രമേ ഉള്ളൂ. ഫിക്സ് അയാളെ സൂക്ഷിച്ചു നോക്കി. പാസ്പോർട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ ജോലിയിൽ നിന്ന് വലിയ ലാഭമുണ്ടോ എന്ന് ചോദിച്ച് പാസ്പോർട്ട് വീണ്ടും അയാളെ കളിയാക്കി. ഉണ്ട്, ഇല്ല, ഫിക്സ് മറുപടി പറഞ്ഞു. ഇതിലൊക്കെ ഭാഗ്യം പോലെയിരിക്കും. പക്ഷെ ഞാൻ സ്വന്തം ചെലവിലല്ല യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓ, എനിക്കത് ഉറപ്പാണ്, പാസ്പോർട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഫിക്സ് ശരിക്കും കുഴപ്പത്തിലായി. തന്റെ ക്യാബിനിലേക്കിറങ്ങിച്ചെന്ന് ചിന്തകളിൽ മുഴുകി. അയാൾ സംശയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിരുന്നു. എങ്ങനെയോ ആ ഫ്രഞ്ചുകാരൻ അയാൾ ഒരു ഡിറ്റക്റ്റീവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ അവനത് തന്റെ യജമാനനോട് പറഞ്ഞിട്ടുണ്ടോ? ഇതിലെല്ലാം അവൻ എന്താണ് ചെയ്യുന്നത്? അവനൊരു കൂട്ടാളിയാണോ അതോ അല്ലയോ? അപ്പോൾ കളി അവസാനിച്ചോ? ഫിക്സ് മണിക്കൂറുകളോളം ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി. പിന്നെ ഫോഗിനെ തന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് സ്വയം വിശ്വസിച്ചു. പിന്നീട് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനാവാതെ നിന്നു. എന്നിരുന്നാലും അയാൾ തന്റെ മനസ്സിന്റെ ശാന്തത നിലനിർത്തി. ഒടുവിൽ പാസ്പോർട്ടൂവിനോട് തുറന്നു സംസാരിക്കാൻ തീരുമാനിച്ചു. ഹോങ്കോങ്ങിൽ വെച്ച് ഫോഗിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ഫോഗ് ഇംഗ്ലീഷ് ഭൂപ്രദേശത്തിന്റെ ആ അവസാന ഇടം വിടാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഫിക്സ് പാസ്പോർട്ടൂവിനോട് എല്ലാം പറയും. ഒന്നുകിൽ ആ വേലക്കാരൻ തന്റെ യജമാനന്റെ കൂട്ടാളിയാണ്. അങ്ങനെയെങ്കിൽ യജമാനൻ തന്റെ നീക്കങ്ങളെക്കുറിച്ച് അറിയുകയും അയാൾ പരാജയപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ വേലക്കാരന് മോഷണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ കള്ളനെ ഉപേക്ഷിക്കുന്നതിലായിരിക്കും അവന്റെ താൽപര്യം.
ഫിക്സും പാസ്പോർട്ടും തമ്മിലുള്ള സാഹചര്യം ഇതായിരുന്നു. അതേസമയം ഫീലിയസ് ഫോഗ് അവർക്ക് മുകളിൽ തികഞ്ഞ ഗാംഭീര്യത്തോടെയും നിസ്സംഗതയോടെയും നടന്നു നീങ്ങി. തന്നെ ചുറ്റുന്ന ചെറിയ നക്ഷത്രങ്ങളെ വകവയ്ക്കാതെ അദ്ദേഹം ലോകത്തിനു ചുറ്റുമുള്ള തന്റെ ഭ്രമണപഥത്തിലൂടെ കൃത്യമായി സഞ്ചരിക്കുകയായിരുന്നു. എങ്കിലും ജ്യോതിശാസ്ത്രജ്ഞർ അസ്വസ്ഥതയുണ്ടാക്കുന്ന നക്ഷത്രം എന്ന് വിളിക്കുന്ന ഒന്ന് അവിടെ അടുത്തുണ്ടായിരുന്നു. അത് ഈ മാന്യന്റെ ഹൃദയത്തിൽ ഒരു ചലനമുണ്ടാക്കിയേക്കാമായിരുന്നു. പക്ഷേ ഇല്ല, ഔഡയുടെ സൗന്ദര്യം ഫോഗിനെ സ്വാധീനിച്ചില്ല. ഇത് പാസ്പോർട്ടുവിനെ വലിയ അത്ഭുതത്തിലാക്കി. അത്തരം അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ നെപ്റ്റ്യൂണിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ച യുറാനസിന്റെ ചലനങ്ങളെക്കാൾ അവ കണക്കാക്കാൻ പ്രയാസമായിരുന്നേനെ. തന്റെ യജമാനനോടുള്ള ഔഡയുടെ കണ്ണുകളിലെ അഗാധമായ നന്ദി വായിച്ച പാസ്പോർട്ടുവിന് ഇത് ഓരോ ദിവസവും വർദ്ധിച്ചുവരുന്ന അത്ഭുതമായിരുന്നു. ഫീലിയസ് ഫോഗ് ധീരനും മാന്യനുമാണെങ്കിലും അയാൾക്കൊട്ടും ഹൃദയമില്ലെന്ന് അവൻ കരുതി. ഈ യാത്ര അവനിൽ ഉണർത്തിയേക്കാവുന്ന വികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നിന്റെ അടയാളം പോലും അവിടെയുണ്ടായിരുന്നില്ല. എന്നാൽ പാവം പാസ്പോർട്ടു ആകട്ടെ എപ്പോഴും സ്വപ്നലോകത്തായിരുന്നു. ഒരു ദിവസം അവൻ എഞ്ചിൻ മുറിയുടെ കൈവരിയിൽ ചാരി നിന്ന് എഞ്ചിൻ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ കപ്പലിന്റെ പെട്ടെന്നുള്ള ഒരാട്ടം കാരണം അതിന്റെ സ്ക്രൂ വെള്ളത്തിനു പുറത്തായി. വാൽവുകളിൽ നിന്ന് നീരാവി ചീറ്റിക്കൊണ്ട് പുറത്തുവന്നു. ഇത് പാസ്പോർട്ടുവിനെ പ്രകോപിപ്പിച്ചു. വാൽവുകളിൽ ആവശ്യത്തിന് മർദ്ദമില്ല, അവൻ വിളിച്ചു പറഞ്ഞു. നമ്മൾ നീങ്ങുന്നില്ല. ഓ, ഈ ഇംഗ്ലീഷുകാർ! ഇതൊരു അമേരിക്കൻ കപ്പലായിരുന്നെങ്കിൽ ഒരുപക്ഷേ നമ്മൾ പൊട്ടിത്തെറിച്ചേനെ. എങ്കിലും എന്തായാലും നമ്മൾ വേഗത്തിൽ പോകുമായിരുന്നു. അധ്യായം 18. ഫീലിയസ് ഫോഗും പാസ്പോർട്ടുവും ഫിക്സും അവരവരുടെ കാര്യങ്ങൾക്കായി പോകുന്നു. യാത്രയുടെ അവസാന ദിവസങ്ങളിൽ കാലാവസ്ഥ മോശമായിരുന്നു. വടക്കു പടിഞ്ഞാറ് ദിശയിൽ തന്നെ ഉറച്ചുനിന്ന കാറ്റ് ശക്തമായി വീശുകയും കപ്പലിന്റെ വേഗത കുറയ്ക്കുകയും ചെയ്തു. രംഗൂൺ കപ്പൽ തിരമാലകളിൽ വല്ലാതെ ഉലഞ്ഞു. കാറ്റുയർത്തിയ കൂറ്റൻ തിരമാലകൾ കണ്ട് യാത്രക്കാർ അസ്വസ്ഥരായി. നവംബർ 3 ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. കപ്പൽ ആടിയുലഞ്ഞു, തിരമാലകൾ ഉയർന്നുപൊങ്ങി. രംഗൂൺ കപ്പൽ അതിന്റെ പായകളെല്ലാം താഴ്ത്തിക്കെട്ടി. എന്നിട്ടും കാറ്റിന്റെ ഇരമ്പലിൽ കപ്പലിലെ കയറുകൾ പോലും വിറയ്ക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. കപ്പലിന് പതുക്കെ നീങ്ങേണ്ടി വന്നു. കൊടുങ്കാറ്റ് തുടർന്നാൽ ഹോങ്കോങ്ങിൽ എത്താൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 20 മണിക്കൂർ വൈകുമെന്ന് ക്യാപ്റ്റൻ കണക്കുകൂട്ടി. ഫീലിയസ് ഫോഗ് തന്റെ പതിവ് ശാന്തതയോടെ തന്നെ തടയാൻ ശ്രമിക്കുന്നതുപോലെ തോന്നിച്ച ആ കടലിനെ നോക്കി നിന്നു. 20 മണിക്കൂർ വൈകിയാൽ യോക്കോഹാമയിലേക്കുള്ള കപ്പൽ നഷ്ടപ്പെടുമെന്നും അത് പന്തയത്തിൽ പരാജയപ്പെടാൻ കാരണമാകുമെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു. എങ്കിലും ഈ മനുഷ്യൻ ഒട്ടും പരിഭ്രമമോ ദേഷ്യമോ പ്രകടിപ്പിച്ചില്ല. ഈ കൊടുങ്കാറ്റും തന്റെ യാത്രയുടെ ഭാഗമാണെന്നും അത് മുൻകൂട്ടി കണ്ടതാണെന്നും തോന്നുമായിരുന്നു. ഫോഗിന്റെ ഈ അചഞ്ചലമായ ശാന്തത കണ്ട് ഔദ അത്ഭുതപ്പെട്ടു. എന്നാൽ ഫിക്സ് കാര്യങ്ങളെ ആ രീതിയിലല്ല കണ്ടത്. ഈ കൊടുങ്കാറ്റ് അയാളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കാറ്റും തിരമാലകളും കാരണം രംഗൂൺ കപ്പലിന് പിന്തിരിയേണ്ടി വന്നിരുന്നെങ്കിൽ അയാൾക്ക് പൂർണ്ണ സംതൃപ്തിയായേനെ. ഓരോ തടസ്സവും അയാൾക്ക് പ്രതീക്ഷ നൽകി. ഫോഗിന് ഹോങ്കോങ്ങിൽ കുറച്ചു ദിവസം കൂടി നിൽക്കേണ്ടിവരുമെന്ന് അയാൾ ഉറപ്പിച്ചു. ഇപ്പോൾ ആകാശവും കാറ്റും അയാളുടെ സഹായികളായി മാറിയിരിക്കുന്നു. കടൽക്ഷോഭം കാരണം അയാൾക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടായെങ്കിലും ഫോഗിന്റെ യാത്ര തടസ്സപ്പെടുന്നതിൽ അയാൾ ഉള്ളാലെ ആഹ്ലാദിച്ചു. മോശം കാലാവസ്ഥ പാസ്പോർട്ടുവിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ഇതുവരെ എല്ലാം എത്ര നന്നായി നടക്കുകയായിരുന്നു. ഭൂമിയും കടലും തന്റെ യജമാനനെ സഹായിക്കുന്നതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. കപ്പലുകളും തീവണ്ടികളും അദ്ദേഹത്തെ അനുസരിച്ചു. കാറ്റും നീരാവിയും യാത്രയുടെ വേഗത കൂട്ടി. ഇപ്പോൾ കഷ്ടകാലം തുടങ്ങിയോ? പന്തയത്തുകയായ 20,000 പൗണ്ട് തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പോകുന്നതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. അയാൾ കടലിനോട് ദേഷ്യപ്പെട്ടു. ഫിക്സ് തന്റെ സന്തോഷം പാസ്പോർട്ടുവിൽ നിന്ന് ശ്രദ്ധാപൂർവം മറച്ചുവെച്ചു. അല്ലെങ്കിൽ പാസ്പോർട്ടു ഫിക്സിനെ ഉപദ്രവിച്ചേനെ. കൊടുങ്കാറ്റുള്ളപ്പോൾ പാസ്പോർട്ടുവിന് താഴെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കപ്പലിന്റെ വേഗത കൂട്ടാൻ ജീവനക്കാരെ സഹായിക്കാമെന്ന് കരുതി അയാൾ ഡെക്കിൽ തന്നെ നിന്നു. അയാൾ ക്യാപ്റ്റനെയും ഉദ്യോഗസ്ഥരെയും ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചു. അയാളുടെ വെപ്രാളം കണ്ട് അവർക്ക് ചിരി വന്നു. കൊടുങ്കാറ്റ് എപ്പോൾ തീരുമെന്ന് കൃത്യമായി അറിയാനായിരുന്നു അയാളുടെ ആഗ്രഹം. ബാരോമീറ്ററിൽ നോക്കാൻ അവർ അവനോട് പറഞ്ഞു. പാസ്പോർട്ടു അത് കുലുക്കി നോക്കിയെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. നവംബർ 4 കടൽ ശാന്തമായി. കൊടുങ്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. കാറ്റ് തെക്ക് ദിശയിലേക്ക് മാറി വീശാൻ തുടങ്ങിയത് കപ്പലിനനുകൂലമായി. കാലാവസ്ഥ തെളിഞ്ഞപ്പോൾ പാസ്പോർട്ടുവിന്റെ മുഖവും തെളിഞ്ഞു. ചില പായകൾ വിടർത്തി രംഗൂൺ വീണ്ടും വേഗതയിൽ സഞ്ചരിച്ചു. എങ്കിലും നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. 5-ാം തീയതി എത്തേണ്ട കപ്പൽ 6-ാം തീയതി പുലർച്ചെ 5 മണിക്കാണ് കരകണ്ടത്. ഫീലിയസ് ഫോഗ് 24 മണിക്കൂർ വൈകിയിരുന്നു. യോക്കോഹാമയിലേക്കുള്ള കപ്പൽ തീർച്ചയായും പോയിട്ടുണ്ടാകുമെന്ന് എല്ലാവരും കരുതി. 6 മണിക്ക് പൈലറ്റ് കപ്പലിൽ കയറി ഹോങ്കോങ് തുറമുഖത്തേക്ക് നയിച്ചു. യോക്കോഹാമയിലേക്കുള്ള കപ്പൽ പോയോ എന്ന് ചോദിക്കാൻ പാസ്പോർട്ടുവിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷ ബാക്കി വയ്ക്കാൻ അയാൾ ആഗ്രഹിച്ചു. അയാൾ തന്റെ ആശങ്ക ഫിക്സിനോട് പറഞ്ഞു. അടുത്ത കപ്പലിൽ പോകാമെന്ന് പറഞ്ഞു ഫിക്സ് അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പാസ്പോർട്ടുവിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. മിസ്റ്റർ ഫോഗ് പൈലറ്റിന്റെ അടുത്ത് ചെന്ന് യോക്കോഹാമയിലേക്കുള്ള കപ്പൽ എപ്പോൾ പുറപ്പെടുമെന്ന് ശാന്തമായി ചോദിച്ചു. 4 രാവിലെ വേലിയേറ്റ സമയത്ത് പൈലറ്റ് മറുപടി നൽകി. ഓ, ഫോഗ് അത്ഭുതമൊന്നും പ്രകടിപ്പിച്ചില്ല.
ഇത് കേട്ട പാസ്പെട്ടുവിന് പൈലറ്റിനെ കെട്ടിപ്പിടിക്കാൻ തോന്നി. എന്നാൽ ഫിക്സിന് പൈലറ്റിന്റെ കഴുത്ത് ഞെരിക്കാനാണ് തോന്നിയത്. കപ്പലിന്റെ പേരെന്താണ്? ഫോഗ് ചോദിച്ചു. കർണാട്ടിക്. അത് ഇന്നലെ പോകേണ്ടതല്ലേ? അതെ സർ, പക്ഷേ അതിന്റെ ഒരു ബോയിലർ കേടായതുകൊണ്ട് യാത്ര നാളത്തേക്ക് മാറ്റിവച്ചതാണ്. നന്ദി എന്നു പറഞ്ഞ് മിസ്റ്റർ ഫോഗ് തന്റെ പതിവ് കൃത്യതയോടെ താഴത്തെ മുറിയിലേക്ക് പോയി. സന്തോഷം കൊണ്ട് പാസ്പോർട്ട് പൈലറ്റിന്റെ കൈകളിൽ പിടിച്ചു കുലുക്കി. പൈലറ്റ്, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ്, അയാൾ വിളിച്ചു പറഞ്ഞു. തന്റെ മറുപടി കേട്ട് എന്തിനാണ് അയാൾ ഇത്രയധികം സന്തോഷിച്ചതെന്ന് പൈലറ്റിന് ഇന്നും അറിയില്ലായിരിക്കാം. അദ്ദേഹം കപ്പലിനെ ഹോങ്കോങ് തുറമുഖത്തെ ചെറുബോട്ടുകൾക്കും വള്ളങ്ങൾക്കുമിടയിലൂടെ നയിച്ചു. 1 മണിക്ക് രംഗൂൺ കരയ്ക്കെടുത്തു. യാത്രക്കാർ കരയിലേക്കിറങ്ങി. ഭാഗ്യം ഫീലിയസ് ഫോഗിനെ വല്ലാതെ തുണച്ചു. കർണാട്ടിക് കേടായില്ലായിരുന്നെങ്കിൽ അവർക്കൊരാഴ്ച കാത്തിരിക്കേണ്ടി വന്നേനെ. ഫോഗ് 24 മണിക്കൂർ വൈകിയെങ്കിലും അത് യാത്രയെ ബാധിക്കില്ലായിരുന്നു. യോക്കോഹാമയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള കപ്പൽ ഹോങ്കോങ്ങിൽ നിന്നുള്ള കപ്പൽ വന്നാലേ പുറപ്പെടുകയുള്ളൂ. പസഫിക് സമുദ്രത്തിലൂടെയുള്ള 22 ദിവസത്തെ യാത്രയിൽ ഈ സമയം എളുപ്പത്തിൽ തിരിച്ചുപിടിക്കാമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് 35-ാം ദിവസം അദ്ദേഹം 24 മണിക്കൂർ പുറകിലായിരുന്നു. അടുത്ത ദിവസം രാവിലെ 5 മണിക്കാണ് കർണാട്ടിക് പുറപ്പെടുന്നത്. ഔദയെ അവളുടെ ബന്ധുവിന്റെ അടുത്ത് സുരക്ഷിതമായി എത്തിക്കാൻ ഫോഗിന് 16 മണിക്കൂർ സമയമുണ്ടായിരുന്നു. കരയിലിറങ്ങിയ അദ്ദേഹം അവളെ ഒരു പല്ലക്കിൽ ക്ലബ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഔദയ്ക്കു വേണ്ടി ഒരു മുറിയെടുത്തു. അവൾക്കു വേണ്ട സൗകര്യങ്ങൾ ചെയ്ത ശേഷം ഫോഗ് അവളുടെ ബന്ധുവായ ജിജിയെ അന്വേഷിച്ചുപോയി. ഔദ ഒറ്റയ്ക്കാവാതിരിക്കാൻ പാസ്പോർട്ടുവിനോട് അവിടെ നിൽക്കാൻ അദ്ദേഹം പറഞ്ഞു. ഫോഗ് എക്സ്ചേഞ്ചിൽ പോയി അന്വേഷിച്ചു. ജിജി 2 വർഷം മുമ്പ് ചൈന വിട്ടെന്നും വലിയ സമ്പാദ്യവുമായി ഇപ്പോൾ യൂറോപ്പിലാണെന്നും അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹം ഹോളണ്ടിലായിരിക്കുമെന്ന് ബ്രോക്കർ പറഞ്ഞു. ഫോഗ് ഹോട്ടലിൽ തിരിച്ചെത്തി ഔദയോട് ഈ വിവരം പറഞ്ഞു. ഔദ ആദ്യം ഒന്നും പറഞ്ഞില്ല. അവൾ നെറ്റിയിൽ കൈവച്ച് അല്പനേരം ആലോചിച്ചു. പിന്നീട് തന്റെ മധുരമായ ശബ്ദത്തിൽ അവൾ ചോദിച്ചു, ഞാനിനി എന്തു ചെയ്യണം മിസ്റ്റർ ഫോഗ്? അത് വളരെ ലളിതമാണ്, അദ്ദേഹം മറുപടി നൽകി. യൂറോപ്പിലേക്ക് വരിക. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഒരിക്കലുമില്ല. നിങ്ങൾ എന്റെ പദ്ധതിക്ക് ഒരു തരത്തിലും തടസ്സമാവില്ല. പാസ്പർട്ടു. യജമാനനെ? കർണാട്ടിക്കിൽ പോയി 3 മുറികൾ ബുക്ക് ചെയ്യുക. ഔദ തങ്ങളോടൊപ്പം യാത്ര തുടരുന്നതിൽ പാസ്പോർട്ടുവിന് വലിയ സന്തോഷമായിരുന്നു. അയാൾ വേഗത്തിൽ യജമാനന്റെ കൽപ്പന അനുസരിക്കാൻ പോയി. അധ്യായം 19. പാസ്പാർട്ടു തന്റെ യജമാനനിൽ അമിതമായ താൽപര്യം കാണിക്കുന്നതും അതിന്റെ ഫലങ്ങളും. 1842 യുദ്ധത്തിനു ശേഷം നാൻകിൻ ഉടമ്പടിയിലൂടെ ഇംഗ്ലീഷുകാരുടെ കൈവശം വന്ന ഒരു ദ്വീപാണ് ഹോങ്കോങ്. ഇംഗ്ലീഷുകാരുടെ കോളനിവൽക്കരണ നൈപുണ്യം അവിടെ ഒരു പ്രധാന നഗരവും മികച്ചൊരു തുറമുഖവും സൃഷ്ടിച്ചു. കാൻഡൻ നദിയുടെ മുഖത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എതിർതീരത്തുള്ള പോർച്ചുഗീസ് നഗരമായ മക്കാവോയിൽ നിന്ന് ഏകദേശം 60 മൈൽ അകലെയാണിത്. ചൈനീസ് വ്യാപാരത്തിനായുള്ള മത്സരത്തിൽ ഹോങ്കോങ് മക്കാവോയെ പരാജയപ്പെടുത്തി. ഇപ്പോൾ ചൈനീസ് സാധനങ്ങളുടെ ഗതാഗതത്തിന്റെ വലിയൊരു ഭാഗവും ഇവിടെയാണ് നടക്കുന്നത്. ഡോക്കുകൾ, ആശുപത്രികൾ, കടവുകൾ, ഒരു ഗോതിക് കത്തീഡ്രൽ, ഗവൺമെന്റ് ഹൌസ്, ടാർ ചെയ്ത റോഡുകൾ എന്നിവ ഹോങ്കോങ്ങിന് കെന്റിലെയോ സറയിലെയോ ഒരു നഗരം ഏതോ മാന്ത്രിക വിദ്യയാൽ ലോകത്തിന്റെ മറുവശത്തേക്ക് മാറ്റപ്പെട്ടതുപോലെയുള്ള ഒരു കാഴ്ച നൽകുന്നു. പാസ്പാർട്ടു കൈകൾ പോക്കറ്റിലിട്ട് വിക്ടോറിയ തുറമുഖത്തേക്ക് നടന്നു. പോകുന്ന വഴിയിൽ വിചിത്രമായ പല്ലക്കുകളും മറ്റു യാത്രാമാർഗങ്ങളും തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചൈനക്കാരുടെയും ജപ്പാൻകാരുടെയും യൂറോപ്യന്മാരുടെയും കൂട്ടങ്ങളെയും അയാൾ നോക്കി നിന്നു. ഹോങ്കോങ് അയാൾക്ക് ബോംബെ, കൽക്കട്ട, സിംഗപ്പൂർ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി തോന്നിയില്ല. കാരണം അവയെപ്പോലെ ഇതും എല്ലായിടത്തും ഇംഗ്ലീഷ് ആധിപത്യത്തിന്റെ തെളിവുകൾ കാണിച്ചിരുന്നു. വിക്ടോറിയ തുറമുഖത്ത് എല്ലാ രാജ്യങ്ങളിലെയും കപ്പലുകളുടെ ഒരു വലിയ നിര അയാൾ കണ്ടു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അമേരിക്കൻ, ഡച്ച് കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, ജാപ്പനീസ്, ചൈനീസ് ജങ്കുകൾ, സെമ്പകൾ, ടാങ്കകൾ, പൂന്തോപ്പുകൾ പോലെ തോന്നിക്കുന്ന പൂബോട്ടുകളും അവിടെ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ മഞ്ഞ വസ്ത്രം ധരിച്ച കുറേ സ്വദേശികളെ പാസ്പാർട്ടു ശ്രദ്ധിച്ചു. താടി വടിക്കാനായി ഒരു ബാർബർ ഷോപ്പിൽ കയറിയപ്പോൾ ഈ വൃദ്ധർക്കെല്ലാം കുറഞ്ഞത് 80 വയസ്സെങ്കിലും പ്രായമുണ്ടെന്നും ആ പ്രായത്തിലാണ് സാമ്രാജ്യത്വ നിറമായ മഞ്ഞ ധരിക്കാൻ അനുവാദമുള്ളതെന്നും അയാൾ മനസ്സിലാക്കി. എന്തുകൊണ്ടെന്നറിയില്ല, പാസ്പാർട്ടുവിനിത് വളരെ രസകരമായി തോന്നി. കർണാട്ടിക് കപ്പലിൽ കയറേണ്ട കടവിലെത്തിയപ്പോൾ ഫിക്സ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട അയാൾ അത്ഭുതപ്പെട്ടില്ല. ഡിറ്റക്റ്റീവ് വളരെ അസ്വസ്ഥനും നിരാശനുമായി കാണപ്പെട്ടു.
ഇത് മോശമാണല്ലോ, പാസ്പാർട്ടു പിറുപിറുത്തു. റിഫോം ക്ലബിലെ മാന്യന്മാർക്കിത് തിരിച്ചടിയാകും. ആ മനുഷ്യന്റെ വിഷമം ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ അയാൾ ഒരു ചിരിയോടെ ഫിക്സിനെ സമീപിച്ചു. തന്നെ പിന്തുടരുന്ന നിർഭാഗ്യത്തെ ശപിക്കാൻ ഡിറ്റക്റ്റീവിന് തീർച്ചയായും നല്ല കാരണങ്ങളുണ്ടായിരുന്നു. വാറണ്ട് വന്നിട്ടില്ല, അത് വഴിമധ്യയാണെന്നത് ഉറപ്പാണ്. പക്ഷേ അതിനി കുറച്ചു ദിവസത്തേക്ക് ഹോങ്കോങ്ങിലെത്തില്ല എന്നതും ഉറപ്പാണ്. മിസ്റ്റർ ഫോഗിന്റെ യാത്രയിലെ അവസാനത്തെ ഇംഗ്ലീഷ് പ്രദേശം ഇതാകയാൽ അയാളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കള്ളൻ രക്ഷപ്പെടും. എന്താ മിസ്റ്റർ ഫിക്സ്? പാസ്പാർട്ടു ചോദിച്ചു. അമേരിക്ക വരെ ഞങ്ങളോടൊപ്പം വരാൻ തീരുമാനിച്ചോ? അതെ, പല്ല് കടിച്ചുകൊണ്ട് ഫിക്സ് മറുപടി നൽകി. നന്നായി, പാസ്പാർട്ടു ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളെ വിട്ടുപിരിയാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. വരൂ, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യൂ. അവർ സ്റ്റീമർ ഓഫീസിൽ പ്രവേശിച്ച് 4 പേർക്കുള്ള ക്യാബിനുകൾ ഉറപ്പിച്ചു. ടിക്കറ്റ് നൽകുന്നതിനിടെ ക്ലർക്ക് അവരെ അറിയിച്ചു. കർണാട്ടിക് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതിനാൽ കപ്പൽ നേരത്തെ അറിയിച്ചതുപോലെ നാളെ രാവിലെ ആകില്ല, മറിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ പുറപ്പെടുമെന്ന്. അതിന്റെ യജമാനന് കൂടുതൽ സൗകര്യമാകും, പാസ്പാർട്ടു പറഞ്ഞു. ഞാൻ പോയി അദ്ദേഹത്തെ വിവരം അറിയിക്കട്ടെ. ഫിക്സ് ഇപ്പോൾ ഒരു സാഹസിക നീക്കം നടത്താൻ തീരുമാനിച്ചു. പാസ്പാർട്ടുവിനോട് എല്ലാം തുറന്നു പറയാൻ അയാൾ ഉറച്ചു. ഫിലിയാസ് ഫോഗിനെ കുറച്ചു ദിവസം കൂടി ഹോങ്കോങ്ങിൽ തടഞ്ഞു നിർത്താനുള്ള ഏക മാർഗം അതായിരുന്നു. അതനുസരിച്ച് അയാൾ തന്റെ കൂട്ടുകാരനെ കടവിലുള്ള ഒരു മദ്യശാലയിലേക്ക് ക്ഷണിച്ചു. അകത്ത് കടന്നപ്പോൾ അവർ കണ്ടത് മനോഹരമായി അലങ്കരിച്ച ഒരു വലിയ മുറിയാണ്. അതിന്റെ അറ്റത്ത് കുഷ്യനുകൾ വിരിച്ച വലിയൊരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൽ പലരും അഗാധ നിദ്രയിലായിരുന്നു. മുറിയിലുടനീളം നിരത്തിയിട്ടിരുന്ന ചെറിയ മേശകളിൽ 30ഓളം ഉപഭോക്താക്കൾ ഇംഗ്ലീഷ് ബിയർ, പോർട്ടർ, ജിൻ, ബ്രാൻഡി എന്നിവ കുടിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം റോസാപ്പൂവിന്റെ സത്തുകലർത്തിയ കറുപ്പു ഗുളികകൾ നിറച്ച നീളമുള്ള ചുവന്ന മൺപൈപ്പുകളും അവർ വലിക്കുന്നുമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ലഹരിമൂത്ത് പുകവലിക്കാരിൽ ഒരാൾ മേശയ്ക്കടിയിലേക്ക് വീഴും. അപ്പോൾ ജോലിക്കാർ അയാളുടെ തലയിലും കാലിലും പിടിച്ച് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തും. ബോധരഹിതരായ 20ഓളം പേർ ആ കട്ടിലിൽ അപ്പോഴേക്കും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വ്യാപാരികൾ പ്രതിവർഷം 14 ലക്ഷം പൗണ്ട് വില വരുന്ന കറുപ്പ് എന്ന മാരകമരുന്ന് വിൽക്കുന്ന ആ പാവം മനുഷ്യർ തടിച്ചുകൂടുന്ന പുകവലി കേന്ദ്രത്തിലാണ് തങ്ങളെന്ന് ഫിക്സിനും പാസ്പാർട്ടുവിനും മനസ്സിലായി. മനുഷ്യരാശിയെ ബാധിക്കുന്ന ഏറ്റവും നീചമായ വിപത്തുകളിൽ ഒന്നാണിത്. ചൈനീസ് ഗവൺമെന്റ് കർശനമായ നിയമങ്ങളിലൂടെ ഈ തിന്മയെ നേരിടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സമ്പന്നർക്ക് മാത്രം പരിമിതമായിരുന്ന ഈ ശീലം ക്രമേണ താഴേക്കിടയിലുള്ളവരിലേക്കും പടർന്നു. പിന്നീട് അതിന്റെ നാശത്തെ തടയാൻ കഴിഞ്ഞില്ല. ചൈനീസ് സാമ്രാജ്യത്തിൽ എല്ലായിടത്തും എല്ലാ സമയത്തും പുരുഷന്മാരും സ്ത്രീകളും കറുപ്പ് ഉപയോഗിക്കുന്നു. ഒരിക്കൽ ഇതിനടിമപ്പെട്ടാൽ കഠിനമായ ശാരീരിക വേദനകളും വെപ്രാളങ്ങളും സഹിക്കാതെ അവർക്കിത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഒരു വലിയ പുകവലിക്കാരൻ ദിവസം 8 പൈപ്പുകൾ വരെ വലിച്ചേക്കാം, പക്ഷേ 5 വർഷത്തിനുള്ളിൽ അയാൾ മരിക്കും. സൗഹൃദപരമായ ഒരു പാനീയം തേടി ഫിക്സും പാസ്പാർട്ടുവും എത്തിയത് ഇത്തരമൊരു താവളത്തിലായിരുന്നു. പാസ്പാർട്ടുവിന്റെ കൈവശം പണമില്ലായിരുന്നു. എങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും തിരിച്ചു നൽകാമെന്ന പ്രതീക്ഷയിൽ അയാൾ ഫിക്സിന്റെ ക്ഷണം സ്വീകരിച്ചു. അവർ 2 കുപ്പി വൈൻ ഓർഡർ ചെയ്തു. ഫ്രഞ്ചുകാരൻ അത് ആസ്വദിച്ചു കുടിച്ചു. ഫിക്സ് അയാളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുപ്പികൾ കാലിയായപ്പോൾ കർണാട്ടിക് കപ്പൽ പുറപ്പെടുന്ന സമയത്തിലുണ്ടായ മാറ്റം യജമാനനെ അറിയിക്കാൻ അയാൾ എഴുന്നേറ്റു. ഫിക്സ് അയാളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, "ഒരു നിമിഷം നിൽക്കൂ." "എന്തിനാണ് മിസ്റ്റർ ഫിക്സ്?" "എനിക്ക് നിങ്ങളോട് ഗൗരവമായി ഒന്ന് സംസാരിക്കാനുണ്ട്." "ഗൗരവമായ സംസാരമോ?" ഗ്ലാസിന്റെ അടിയിലുണ്ടായിരുന്ന അല്പം വൈൻ കൂടി കുടിച്ചുകൊണ്ട് പാസ്പാർട്ടു വിളിച്ചു പറഞ്ഞു. "ശരി, നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കിപ്പോൾ സമയമില്ല." "നിൽക്കൂ, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ യജമാനനെക്കുറിച്ചാണ്." ഇതു കേട്ടപ്പോൾ പാസ്പാർട്ടു തന്റെ കൂട്ടുകാരനെ ശ്രദ്ധിച്ചു നോക്കി. ഫിക്സിന്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമായിരുന്നു. അയാൾ തിരികെയിരുന്നു. "എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?" ഫിക്സ് പാസ്പാർട്ടൂറിന്റെ കയ്യിൽ പിടിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു. "ഞാൻ ആരാണെന്ന് നിങ്ങൾ ഊഹിച്ചോ?" "തീർച്ചയായും," പാസ്പാർട്ടു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "എങ്കിൽ ഞാൻ എല്ലാം നിങ്ങളോട് പറയാം. എനിക്കിപ്പോൾ എല്ലാം അറിയാം സുഹൃത്തേ." അത് വളരെ നല്ലതാണ്. പക്ഷേ തുടരൂ, പറയൂ." "എങ്കിലും ആദ്യം ഞാൻ പറയട്ടെ, ആ മാന്യന്മാർ വെറുതെ പണം കളയുകയാണ്." "വെറുതെയെന്നോ?" ഫിക്സ് പറഞ്ഞു. "നിങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണല്ലോ. ആ തുക എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് വ്യക്തം." "തീർച്ചയായും എനിക്കറിയാം," പാസ്പാർട്ടു മറുപടി നൽകി. 20,000 പൗണ്ട്. 55,000. തന്റെ കൂട്ടുകാരന്റെ കൈ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഫിക്സ് പറഞ്ഞു. "എന്ത്?" ഫ്രഞ്ചുകാരൻ വിളിച്ചു പറഞ്ഞു. "മിസ്റ്റർ ഫോഗ് അത്രയും ധൈര്യം കാണിച്ചോ? 55,000 പൗണ്ട്. എങ്കിൽ ഒരു നിമിഷം പോലും കളയാനില്ല." അയാൾ വേഗത്തിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഫിക്സ് പാസ്പാർട്ടുവിനെ കസേരയിലേക്ക് അമർത്തിയിരുത്തി തുടർന്നു. 55,000 പൗണ്ട്. ഞാൻ വിജയിച്ചാൽ എനിക്ക് 2,000 പൗണ്ട് കിട്ടും. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 500 പൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം." "സഹായിക്കാനോ?" കണ്ണുകൾ വിടർത്തി പാസ്പാർട്ടു ചോദിച്ചു.
അതെ, മിസ്റ്റർ ഫോഗിനെ 2-3 ദിവസം ഇവിടെ തടഞ്ഞു നിർത്താൻ എന്നെ സഹായിക്കണം. എന്താണ് നിങ്ങളീ പറയുന്നത്? ആ മാന്യന്മാർ എന്റെ യജമാനനെ പിന്തുടരുന്നതും അദ്ദേഹത്തിന്റെ മാന്യതയെ സംശയിക്കുന്നതും പോരാഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുകയാണോ? എനിക്ക് അവരെ ഓർത്ത് ലജ്ജ തോന്നുന്നു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു നാണം കെട്ട ചതിയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് മിസ്റ്റർ ഫോഗിനെ വഴിയിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ പണം തട്ടിയെടുക്കുന്നതാണ് ഇതിലും നല്ലത്. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയാണ്. അറിയാതെ കുടിച്ച മദ്യം തലയ്ക്ക് പിടിച്ചതോടെ കൂടുതൽ ആവേശഭരിതനായി പാസ്പാർട്ടു വിളിച്ചു പറഞ്ഞു. ഒരു യഥാർത്ഥ ഗൂഢാലോചന, അതും മാന്യന്മാരെന്ന് പറയുന്നവർ. കഷ്ടം. ഫിക്സ് കുഴപ്പത്തിലായി. റിഫോം ക്ലബ്ബിലെ അംഗങ്ങൾ, പാസ്പാർട്ടു തുടർന്നു. മിസ്റ്റർ ഫിക്സ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്റെ യജമാനൻ ഒരു സത്യസന്ധനാണ്. അദ്ദേഹം ഒരു പന്തയം വെച്ചാൽ അത് നീതിപൂർവം ജയിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഫിക്സ് അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. തീർച്ചയായും എന്റെ യജമാനന്റെ യാത്ര തടസ്സപ്പെടുത്താൻ റിഫോം ക്ലബ്ബിലെ അംഗങ്ങൾ അയച്ച ഒരാൾ. പക്ഷേ കുറച്ചുനാൾ മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചറിഞ്ഞെങ്കിലും മിസ്റ്റർ ഫോഗിനോടിതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ലേ? ഒന്നും അറിയില്ല. പാസ്പാർട്ടൌട്ട് തന്റെ ഗ്ലാസ് വീണ്ടും കാലിയാക്കിക്കൊണ്ട് മറുപടി നൽകി. ഡിറ്റക്റ്റീവ് തന്റെ നെറ്റിയിൽ കൈയൊടിച്ചു. വീണ്ടും സംസാരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം ഒന്ന് മടിച്ചു. അദ്ദേഹം എന്തു ചെയ്യണം? പാസ്പാർട്ടൌട്ടിന്റെ തെറ്റിദ്ധാരണ ആത്മാർത്ഥമാണെന്ന് തോന്നി. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പദ്ധതിയെ കൂടുതൽ പ്രയാസകരമാക്കി. ഫിക്സ് സംശയിച്ചിരുന്നതുപോലെ ഈ വേലക്കാരൻ യജമാനന്റെ കൂട്ടാളിയല്ലെന്ന് വ്യക്തമായിരുന്നു. ശരി, ഡിറ്റക്റ്റീവ് സ്വയം പറഞ്ഞു. അവനൊരു കൂട്ടാളിയല്ലാത്തതുകൊണ്ട് അവൻ എന്നെ സഹായിക്കും. അദ്ദേഹത്തിന് സമയം കളയാനില്ലായിരുന്നു. ഫോഗിനെ ഹോങ്കോങ്ങിൽ തടഞ്ഞുവെക്കണം. അതിനാൽ എല്ലാം തുറന്നു പറയാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നെ കേൾക്കൂ, ഫിക്സ് പെട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കരുതുന്നതുപോലെ ഞാൻ റിഫോം ക്ലബ്ബിലെ അംഗങ്ങളുടെ ആളല്ല. ഓ പിന്നെ, പാസ്പാർട്ടൌട്ട് പരിഹാസത്തോടെ മറുപടി പറഞ്ഞു. ഞാൻ ലണ്ടൻ ഓഫീസിൽ നിന്നയച്ച ഒരു പോലീസ് ഡിറ്റക്റ്റീവാണ്. നിങ്ങളോ? ഒരു ഡിറ്റക്റ്റീവോ? ഞാനത് തെളിയിക്കാം. ഇതാ എന്റെ ഔദ്യോഗിക രേഖ. ഫിക്സ് ആ രേഖ കാണിച്ചപ്പോൾ പാസ്പാർട്ടൌട്ട് അത്ഭുതം കൊണ്ട് സംസാരശേഷിയില്ലാത്തവനായിപ്പോയി. അതിന്റെ സത്യാവസ്ഥയിൽ സംശയിക്കാൻ ഒന്നുമില്ലായിരുന്നു. മിസ്റ്റർ ഫോഗിന്റെ പന്തയം, ഫിക്സ് തുടർന്നു, ഒരു തന്ത്രം മാത്രമാണ്. നിങ്ങളും റിഫോം ക്ലബ്ബിലെ മാന്യന്മാരും അതിൽ വഞ്ചിതരായിരിക്കുകയാണ്. നിങ്ങളൊരു നിഷ്കളങ്കമായ സഹായം ഉറപ്പാക്കാൻ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ എന്തിന്? കേൾക്കൂ, കഴിഞ്ഞ സെപ്റ്റംബർ 28-ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ 55,000 പൗണ്ടിന്റെ മോഷണം നടന്നു. ഭാഗ്യവശാൽ മോഷ്ടാവിന്റെ അടയാളങ്ങൾ ലഭിച്ചിരുന്നു. ഇതാ അടയാളങ്ങൾ. ഇത് മിസ്റ്റർ ഫീലിയസ് ഫോഗിന്റേതുമായി കൃത്യമായി യോജിക്കുന്നു. എന്ത് വിഡ്ഢിത്തമാണിത്? മേശപ്പുറത്ത് കൈകൊണ്ടടിച്ചുകൊണ്ട് പാസ്പാർട്ടൌട്ട് നിലവിളിച്ചു. എന്റെ യജമാനൻ ഏറ്റവും മാന്യനായ മനുഷ്യനാണ്. നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. അദ്ദേഹം യാത്ര തുടങ്ങിയ ദിവസം മാത്രമാണ് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചത്. പെട്ടികളൊന്നുമില്ലാതെ വലിയൊരു തുകയുമായി ഒരു മണ്ടൻ കാരണവും പറഞ്ഞ് അദ്ദേഹം നാടുവിട്ടു. എന്നിട്ടും അദ്ദേഹം ഒരു സത്യസന്ധനാണെന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടല്ലോ. അതെ അതെ, ആ പാവം യന്ത്രം പോലെ ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ കൂട്ടാളിയായി അറസ്റ്റ് ചെയ്യപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കേട്ട കാര്യങ്ങൾ താങ്ങാനാവാതെ പാസ്പാർട്ടൌട്ട് തലയിൽ കൈവച്ചിരുന്നു. ഡിറ്റക്റ്റീവിനെ നോക്കാൻ പോലും അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഔഡയെ രക്ഷിച്ച ഫീലിയസ് ഫോഗ്, ആ ധീരനും ഉദാരമനസ്കനുമായ മനുഷ്യനൊരു കള്ളനാണെന്നോ? എന്നിട്ടും അദ്ദേഹത്തിനെതിരെ എത്രയെത്ര തെളിവുകൾ! തന്റെ മനസ്സിലേക്ക് ഇരച്ചുകയറിയ സംശയങ്ങളെ തള്ളിക്കളയാൻ പാസ്പാർട്ടൌട്ട് ശ്രമിച്ചു. തന്റെ യജമാനൻ കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. ശരി, നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? ഒടുവിൽ പ്രയാസപ്പെട്ട അയാൾ ചോദിച്ചു. ഇവിടെ നോക്കൂ, ഫിക്സ് മറുപടി നൽകി. ഞാൻ മിസ്റ്റർ ഫോഗിനെ പിന്തുടർന്ന് ഇവിടെ വരെ എത്തി. പക്ഷേ ലണ്ടനിൽ നിന്ന് ആവശ്യപ്പെട്ട അറസ്റ്റ് വാറന്റ് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഇവിടെ ഹോങ്കോങ്ങിൽ തടഞ്ഞുവെക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനോ? പക്ഷേ ഞാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വാഗ്ദാനം ചെയ്ത 2,000 പൗണ്ട് പാരിതോഷികം ഞാൻ നിങ്ങളുമായി പങ്കിടാം. ഒരിക്കലുമില്ല. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സിനും ശരീരത്തിനും തളർച്ച ബാധിച്ച് തിരികെ വീണുകൊണ്ട് പാസ്പാർട്ടൌട്ട് മറുപടി നൽകി. മിസ്റ്റർ ഫിക്സ്, അയാൾ വിക്കി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും, എന്റെ യജമാനൻ നിങ്ങൾ തിരയുന്ന കള്ളനാണെങ്കിൽ പോലും ഞാനത് നിഷേധിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സേവനത്തിലായിരുന്നു, ഇപ്പോഴുമാണ്. അദ്ദേഹത്തിന്റെ ഉദാരതയും നന്മയും ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്തിലെ മുഴുവൻ സ്വർണത്തിനു വേണ്ടിയും ഞാൻ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കില്ല. ഇത്തരം വഞ്ചനകൾ ശീലമില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾ വിസമ്മതിക്കുകയാണോ? ഞാൻ വിസമ്മതിക്കുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കരുതുക, ഫിക്സ് പറഞ്ഞു. നമുക്ക് കുടിക്കാം. അതെ, നമുക്ക് കുടിക്കാം. മദ്യത്തിന്റെ ലഹരിക്ക് താൻ കൂടുതൽ കീഴടങ്ങുന്നതായി പാസ്പാർട്ടൌട്ടിന് തോന്നി.
ഏതു വിധേനയും അവനെ യജമാനനിൽ നിന്ന് അകറ്റണമെന്ന് കണ്ട ഫിക്സ് അവനെ പൂർണ്ണമായും തളർത്താൻ ആഗ്രഹിച്ചു. കറുപ്പ് നിറച്ച ചില പൈപ്പുകൾ മേശപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. ഫിക്സ് ഒരെണ്ണം പാസ്പാർട്ടൌട്ടിന്റെ കൈയിലേക്ക് വെച്ചുകൊടുത്തു. അയാൾ അത് വാങ്ങി ചുണ്ടുകൾക്കിടയിൽ വെച്ച് കത്തിച്ചു. കുറച്ചു തവണ പുകവലിച്ചു. ലഹരിയുടെ സ്വാധീനത്തിൽ തലയ്ക്ക് ഭാരം അനുഭവപ്പെട്ട അയാൾ മേശയിലേക്ക് തളർന്നു വീണു. അവസാനം പാസ്പാർട്ടൌട്ട് അബോധാവസ്ഥയിലായതുകണ്ട് ഫിക്സ് പറഞ്ഞു, കാർനാറ്റിക് കപ്പൽ പുറപ്പെടുന്ന വിവരം മിസ്റ്റർ ഫോഗ് അറിയാൻ പോകുന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ഈ ശപിക്കപ്പെട്ട ഫ്രഞ്ചുകാരനില്ലാതെ അദ്ദേഹത്തിന് പോകേണ്ടിവരും. ബില്ലടച്ചതിനുശേഷം ഫിക്സ് ആ മദ്യശാലയിൽ നിന്ന് പുറത്തിറങ്ങി. അധ്യായം 20. ഫിക്സ് ഫിലിയസ് ഫോഗിനെ നേരിട്ട് കാണുന്നു. കറുപ്പുശാലയിൽ ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ നഷ്ടപ്പെടാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഒന്നും അറിയാതെ മിസ്റ്റർ ഫോഗ് ഔദയെയും കൂട്ടി ഇംഗ്ലീഷ് ക്വാർട്ടറിലെ തെരുവുകളിലൂടെ ശാന്തനായി നടക്കുകയായിരുന്നു. തങ്ങളുടെ മുന്നിലുള്ള ദീർഘയാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുകയായിരുന്നു അദ്ദേഹം. മിസ്റ്റർ ഫോഗിനെപ്പോലൊരു ഇംഗ്ലീഷുകാരന് ഒരു ചെറിയ ബാഗുമായി ലോകം ചുറ്റുന്നത് എളുപ്പമായിരിക്കാം. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയില്ല. തന്റെ സ്വതസിദ്ധമായ ശാന്തതയോടെ അദ്ദേഹം ആ ജോലി പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ക്ഷമയും ഉദാരതയും കണ്ടമ്പരന്ന തന്റെ സുന്ദരിയായ സഹയാത്രികയുടെ എതിർപ്പുകൾക്കെല്ലാം അദ്ദേഹം ഒരേ മറുപടിയാണ് നൽകിയത്. ഇത് എന്റെ യാത്രയുടെ ആവശ്യമാണ്, എന്റെ പദ്ധതിയുടെ ഒരു ഭാഗം. സാധനങ്ങൾ വാങ്ങിയ ശേഷം അവർ ഹോട്ടലിലേക്ക് മടങ്ങി. അവിടെ വിഭവസമൃദ്ധമായ അത്താഴം കഴിച്ചു. അതിനുശേഷം ഔദ തന്റെ സംരക്ഷകന് ഇംഗ്ലീഷ് രീതിയിൽ ഹസ്തദാനം നൽകി വിശ്രമിക്കാനായി മുറിയിലേക്ക് പോയി. മിസ്റ്റർ ഫോഗ് വൈകുന്നേരം മുഴുവൻ ടൈംസ് പത്രവും ഇലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസും വായിക്കുന്നതിൽ മുഴുകി. എന്തിനെയെങ്കിലും കണ്ട് അത്ഭുതപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നെങ്കിൽ ഉറങ്ങാൻ നേരമായിട്ടും തന്റെ വേലക്കാരൻ മടങ്ങിവരാത്തത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയേനെ. എന്നാൽ കപ്പൽ അടുത്ത ദിവസം രാവിലെ വരെ യോക്കോഹാമയിലേക്ക് പുറപ്പെടില്ലെന്നറിയാമായിരുന്നതിനാൽ അദ്ദേഹം അതിൽ അസ്വസ്ഥനായില്ല. അടുത്ത ദിവസം രാവിലെ തന്റെ യജമാനന്റെ മണിമുഴക്കത്തിന് മറുപടി നൽകാൻ പാസ്പാർട്ടൌട്ട് എത്താതിരുന്നപ്പോൾ മിസ്റ്റർ ഫോഗ് ഒട്ടും ദേഷ്യം കാണിക്കാതെ തന്റെ ബാഗുമെടുത്ത് ഔദയെ വിളിച്ച് ഒരു പല്ലക്കിനായി ആളെ അയച്ചു. അപ്പോൾ സമയം 8 മണിയായിരുന്നു. 9:30 വേലിയേട്ട സമയത്ത് കർണാട്ടിക് തുറമുഖം വിടും. മിസ്റ്റർ ഫോഗും ഔദയും പല്ലക്കിൽ കയറി അവരുടെ സാധനങ്ങൾ ഒരു കൈവണ്ടിയിൽ പിന്നാലെ കൊണ്ടുവന്നു. അരമണിക്കൂറിനുശേഷം അവർ കപ്പൽ കയറേണ്ട കടൽ തീരത്തെത്തി. കർണാട്ടിക് തലേദിവസം വൈകുന്നേരം തന്നെ പുറപ്പെട്ടുവെന്ന് മിസ്റ്റർ ഫോഗ് അവിടെ വെച്ച് അറിഞ്ഞു. കപ്പലിനെ മാത്രമല്ല തന്റെ വേലക്കാരനെയും അവിടെ കാണാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ രണ്ടുപേരെയും ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല. അദ്ദേഹം ഔദയോട് ഇത്രമാത്രം പറഞ്ഞു, ഇതൊരു അപകടമാണ് മാഡം, അതിൽ കൂടുതലൊന്നുമില്ല. ഈ സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ അടുത്തുവന്നു. അത് ഫിക്സ് ആയിരുന്നു. അദ്ദേഹം വണങ്ങിക്കൊണ്ട് മിസ്റ്റർ ഫോഗിനോട് ചോദിച്ചു, നിങ്ങളും എന്നെപ്പോലെ ഇന്നലെ എത്തിയ റങ്കൂണിലെ യാത്രക്കാരനായിരുന്നില്ലേ? അതെ സാർ, മിസ്റ്റർ ഫോഗ് തണുത്ത മട്ടിൽ മറുപടി നൽകി. പക്ഷേ എനിക്ക് നിങ്ങളെ ക്ഷമിക്കണം, നിങ്ങളുടെ വേലക്കാരനെ ഇവിടെ കാണാമെന്ന് ഞാൻ കരുതി. എന്ത്? അത്ഭുതം നടിച്ചുകൊണ്ട് ഫിക്സ് ചോദിച്ചു. അവൻ നിങ്ങളുടെ കൂടെയില്ലേ? ഇല്ല, ഔദ പറഞ്ഞു. ഇന്നലെ മുതൽ അവനെ കണ്ടിട്ടില്ല. ഞങ്ങളില്ലാതെ അവൻ കർണാട്ടിക്കിൽ കയറിപ്പോയിട്ടുണ്ടാകുമോ? നിങ്ങളില്ലാതെയോ മാഡം? ഡിറ്റക്റ്റീവ് ചോദിച്ചു. ക്ഷമിക്കണം, നിങ്ങൾ കർണാട്ടിക്കിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നോ? അതെ ഫാർ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു മാഡം. എനിക്ക് വലിയ നിരാശയുണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതിനെ തുടർന്ന് കർണാട്ടിക് നിശ്ചയിച്ച സമയത്തിന് 12 മണിക്കൂർ മുമ്പ് അറിയിപ്പൊന്നും കൂടാതെ ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ടു. ഇനി മറ്റൊരു കപ്പലിനായി നമ്മൾ ഒരാഴ്ച കാത്തിരിക്കണം. ഒരാഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഫിക്സിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഫോഗ് ഒരാഴ്ച ഹോങ്കോങ്ങിൽ കുടുങ്ങും. അപ്പോഴേക്കും വാറന്റ് എത്താൻ സമയമുണ്ടാകും. ഒടുവിൽ ഭാഗ്യം നിയമത്തിന്റെ പ്രതിനിധിയെ തുണച്ചു. എന്നാൽ മിസ്റ്റർ ഫോഗ് തന്റെ ശാന്തമായ ശബ്ദത്തിൽ, പക്ഷേ ഹോങ്കോങ് തുറമുഖത്ത് കർണാട്ടിക് കൂടാതെ മറ്റു കപ്പലുകളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നു പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഞെട്ടൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഔദയ്ക്ക് കൈ നൽകിക്കൊണ്ട് അദ്ദേഹം പുറപ്പെടാൻ തയ്യാറുള്ള ഏതെങ്കിലും കപ്പൽ അന്വേഷിച്ച് ഡോക്കുകളിലേക്ക് നടന്നു. സ്തംഭിച്ചുപോയ ഫിക്സ് അദ്ദേഹത്തെ പിന്തുടർന്നു. ഒരു അദൃശ്യ നൂലിനാൽ അദ്ദേഹം മിസ്റ്റർ ഫോഗുമായി ബന്ധിക്കപ്പെട്ടതുപോലെ തോന്നി. എന്നാൽ ഇതുവരെ തുണച്ച ഭാഗ്യം ആ മനുഷ്യനെ ശരിക്കും കൈവിട്ടതായി തോന്നി. 3 മണിക്കൂർ നേരം ഫിലിയസ് ഫോഗ് ഡോക്കുകളിൽ അലഞ്ഞുതിരിഞ്ഞു. ആവശ്യമെങ്കിൽ യോക്കോഹാമയിലേക്ക് പോകാൻ ഒരു കപ്പൽ വാടകയ്ക്കെടുക്കാൻ പോലും അദ്ദേഹം ഉറച്ചിരുന്നു. എന്നാൽ സാധനങ്ങൾ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്ന കപ്പലുകൾ മാത്രമേ അദ്ദേഹത്തിന് കണ്ടെത്താനായുള്ളൂ. അവയ്ക്ക് ഉടനെ പുറപ്പെടാൻ കഴിയില്ലായിരുന്നു. ഫിക്സ് വീണ്ടും പ്രത്യാശിക്കാൻ തുടങ്ങി. എന്നാൽ മിസ്റ്റർ ഫോഗ് ഒട്ടും നിരാശനാകാതെ തന്റെ അന്വേഷണം തുടർന്നു. മക്കാവു വരെ പോകേണ്ടി വന്നാലും നിർത്തേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു.
അപ്പോഴാണ് ഒരു കപ്പൽ തട്ടിൽ വെച്ച് ഒരു നാവികൻ അദ്ദേഹത്തെ സമീപിച്ചത്. യജമാനൻ ഒരു ബോട്ട് അന്വേഷിക്കുകയാണോ? നിങ്ങളുടെ പക്കൽ പുറപ്പെടാൻ തയ്യാറായ ഒരു ബോട്ടുണ്ടോ? ഉണ്ട് യജമാനനെ, ഒരു പൈലറ്റ് ബോട്ട്, നമ്പർ 43, തുറമുഖത്തെ ഏറ്റവും മികച്ചത്. അതിന് നല്ല വേഗതയുണ്ടോ? മണിക്കൂറിൽ 8 മുതൽ 9 നോട്ട് വരെ വേഗതയുണ്ട്. നിങ്ങൾക്കത് കാണണോ? അതെ. യജമാനൻ അതിഷ്ടപ്പെടും. കടൽ യാത്രയ്ക്കായിട്ടാണോ? അല്ല, ഒരു ദീർഘയാത്രയ്ക്കാണ്. ഒരു ദീർഘയാത്രയ്ക്കോ? അതെ. എന്നെ യോക്കോഹാമയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? നാവികൻ കൈവരിയിൽ ചാരി നിന്ന് കണ്ണുകൾ വിടർത്തി ചോദിച്ചു. യജമാനൻ തമാശ പറയുകയാണോ? അല്ല, എനിക്ക് കർണാട്ടിക് നഷ്ടമായി. സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള കപ്പൽ പിടിക്കാൻ എനിക്ക് 14-ാം തീയതിക്കകം യോക്കോഹാമയിൽ എത്തണം. ക്ഷമിക്കണം, നാവികൻ പറഞ്ഞു, പക്ഷേ അത് അസാധ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് 100 പൗണ്ട് വാഗ്ദാനം ചെയ്യുന്നു. കൃത്യസമയത്ത് യോക്കോഹാമയിൽ എത്തിയാൽ 200 പൗണ്ട് അധിക പ്രതിഫലവും നൽകാം. നിങ്ങൾ കാര്യമായി പറയുകയാണോ? അതെ, തീർച്ചയായും. പൈലറ്റ് അല്പം മാറി നിന്ന് കടലിലേക്ക് നോക്കി. വലിയൊരു തുക സമ്പാദിക്കാനുള്ള ആഗ്രഹവും ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള പേടിയും തമ്മിലുള്ള പോരാട്ടത്തിലായിരുന്നു അദ്ദേഹം. ഫിക്സ് വലിയ ആകാംക്ഷയിലായിരുന്നു. മിസ്റ്റർ ഫോഗ് ഔദയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു. നിങ്ങൾക്ക് പേടിയുണ്ടാകില്ലല്ലോ മാഡം? നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഇല്ല മിസ്റ്റർ ഫോഗ്, അവൾ മറുപടി നൽകി. പൈലറ്റ് തന്റെ തൊപ്പി കൈകളിൽ തിരുമ്മിക്കൊണ്ട് മടങ്ങിവന്നു. എന്തായി പൈലറ്റ്? മിസ്റ്റർ ഫോഗ് ചോദിച്ചു. യജമാനനെ, അദ്ദേഹം മറുപടി പറഞ്ഞു. വർഷത്തിലെ ഈ സമയത്ത് ഇത്രയും ദീർഘമായ ഒരു യാത്രയ്ക്ക് ഞാനോ എന്റെ ആളുകളോ 20 ടണ്ണിൽ താഴെ മാത്രം വലിപ്പമുള്ള എന്റെ ചെറിയ ബോട്ടോ അപകടത്തിലാക്കാൻ എനിക്ക് കഴിയില്ല. കൂടാതെ നമുക്ക് കൃത്യസമയത്ത് യോക്കോഹാമയിൽ എത്താൻ കഴിയില്ല. കാരണം ഹോങ്കോങ്ങിൽ നിന്ന് അവിടേക്ക് 1660 മൈൽ ദൂരമുണ്ട്. 1600 മാത്രം, മിസ്റ്റർ ഫോഗ് പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെ. ഫിക്സ് ഒന്ന് ആശ്വസിച്ചു. പക്ഷേ പൈലറ്റ് കൂട്ടിച്ചേർത്തു. മറ്റൊരു വഴിക്ക് ഇത് ക്രമീകരിക്കാം. ഫിക്സിന്റെ ശ്വാസം നിലച്ചുപോയി. എങ്ങനെ? മിസ്റ്റർ ഫോഗ് ചോദിച്ചു. ജപ്പാന്റെ തെക്കേ അറ്റത്തുള്ള നാഗസാക്കിയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് 800 മൈൽ മാത്രം അകലെയുള്ള ഷാങ്ഹായിലേക്കോ പോകുന്നതിലൂടെ. ഷാങ്ഹായിലേക്ക് പോകുമ്പോൾ നമുക്ക് ചൈനീസ് തീരത്ത് നിന്ന് അധികം അകലേണ്ടി വരില്ല. അത് വലിയൊരു ഗുണമാണ്. കാരണം നീരൊഴുക്ക് വടക്കോട്ടായതിനാൽ അത് നമ്മെ സഹായിക്കും. പൈലറ്റ്, മിസ്റ്റർ ഫോഗ് പറഞ്ഞു. എനിക്ക് യോക്കോഹാമയിൽ നിന്നാണ് അമേരിക്കൻ കപ്പൽ പിടിക്കേണ്ടത്. ഷാങ്ഹായിൽ നിന്നോ നാഗസാക്കിയിൽ നിന്നോ അല്ല. എന്തുകൊണ്ട് പാടില്ല? പൈലറ്റ് ചോദിച്ചു. സാൻ ഫ്രാൻസിസ്കോ കപ്പൽ യോക്കോഹാമയിൽ നിന്നല്ല പുറപ്പെടുന്നത്. അത് യോക്കോഹാമയിലും നാഗസാക്കിയിലും നിർത്തുമെങ്കിലും ഷാങ്ഹായിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. നിങ്ങൾക്കത് ഉറപ്പാണോ? തീർച്ചയായും. എപ്പോഴാണ് കപ്പൽ ഷാങ്ഹായിൽ നിന്ന് പുറപ്പെടുന്നത്? 11-ാം തീയതി വൈകുന്നേരം 7 മണിക്ക്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ 4 ദിവസമുണ്ട്, അതായത് 96 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ ഭാഗ്യമുണ്ടാവുകയും തെക്കുപടിഞ്ഞാറൻ കാറ്റു വീശുകയും കടൽ ശാന്തമായിരിക്കുകയും ചെയ്താൽ നമുക്ക് ഷാങ്ഹായിലേക്കുള്ള ആ 800 മൈൽ പിന്നിടാം. നിങ്ങൾക്ക് പോകാൻ കഴിയുമോ? 1 മണിക്കൂറിനുള്ളിൽ. ഭക്ഷണ സാധനങ്ങൾ കയറ്റി കപ്പൽ പായകൾ വിരിച്ചാലുടൻ. ഇതൊരു കരാറാണ്. നിങ്ങളാണോ ബോട്ടിന്റെ ഉടമ? അതെ, ജോൺ ബൺസ്ബി, ടാങ്കഡീർ എന്ന ബോട്ടിന്റെ ഉടമ. നിങ്ങൾക്ക് അഡ്വാൻസ് തുക വല്ലതും വേണോ? യജമാനന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതാ 200 പൗണ്ട് അഡ്വാൻസ്, ഫിലിയസ് ഫോഗ് പറഞ്ഞു. തുടർന്ന് ഫിക്സിന്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം ചോദിച്ചു. സാർ, നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ നന്ദി സാർ. ഞാൻ ആ സഹായം ചോദിക്കാൻ വരികയായിരുന്നു. ശരി, അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കപ്പലിൽ കയറാം. പക്ഷി പാവം പാസ്പോർട്ട് ഔട്ട്? വേലക്കാരന്റെ തിരോധാനത്തിൽ അസ്വസ്ഥയായ ഔദ ചോദിച്ചു. അവനെ കണ്ടെത്താൻ എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും, ഫിലിയസ് ഫോഗ് മറുപടി നൽകി. പരിഭ്രാന്തനായ ഫിക്സ് പൈലറ്റ് ബോട്ടിലേക്ക് പോയപ്പോൾ മറ്റുള്ളവർ ഹോങ്കോങ്ങിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഫിലിയസ് ഫോഗ് അവിടെ പാസ്പോർട്ട് ഔട്ടിന്റെ അടയാളങ്ങൾ നൽകുകയും അവനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി ഒരു തുക ഏൽപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് കൗൺസിലേറ്റിലും ഇതേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. ഹോട്ടലിലേക്ക് തിരിച്ചയച്ച സാധനങ്ങൾ എടുക്കാൻ പല്ലക്കവിടെ നിർത്തുകയും ചെയ്തു. അതിനുശേഷം അവർ കപ്പൽ തട്ടിലേക്ക് മടങ്ങി. ഇപ്പോൾ സമയം 3 മണിയായി. പൈലറ്റ് ബോട്ട് നമ്പർ 43 അതിലെ ജീവനക്കാരും ഭക്ഷണസാധനങ്ങളുമായി പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. ടാങ്കഡീർ 20 ടൺ ഭാരമുള്ള ഒരു റേസിംഗ് യാർഡ് പോലെ മനോഹരമായി നിർമ്മിച്ച വൃത്തിയുള്ള ഒരു ചെറിയ ബോട്ടായിരുന്നു. അതിന്റെ തിളങ്ങുന്ന ചെമ്പാവരണം, ഗാൽവനൈസ് ചെയ്ത ഇരുമ്പുപണികൾ, ആനക്കൊമ്പ് പോലെ വെളുത്ത ഡെക്ക് എന്നിവ ജോൺ ബൺസ്ബി അത് ആകർഷകമായി സൂക്ഷിക്കുന്നതിലുള്ള അഭിമാനം വെളിപ്പെടുത്തി. അതിന്റെ 2 പായമരങ്ങൾ അല്പം പിന്നിലേക്ക് ചരിഞ്ഞായിരുന്നു. അതിൽ ബ്രിഗൻഡെയിൻ, ഫോർസെയിൽ, സ്റ്റോം ജിബ്, സ്റ്റാൻഡിംഗ് ജിബ് എന്നീ പായകളുണ്ടായിരുന്നു. കാറ്റിനൊപ്പം സഞ്ചരിക്കാൻ അത് മികച്ച രീതിയിൽ സജ്ജമായിരുന്നു. അതിന് നല്ല വേഗതയുണ്ടായിരുന്നു. പൈലറ്റ് ബോട്ട് മത്സരങ്ങളിൽ പലതവണ സമ്മാനങ്ങൾ നേടി അത് തെളിയിച്ചിട്ടുമുണ്ട്. ടാങ്കഡീറിലെ ജീവനക്കാർ ക്യാപ്റ്റൻ ജോൺ ബൺസ്ബിയും ചൈനീസ് കടലുകളെക്കുറിച്ച് നന്നായി അറിയാവുന്ന 4 കരുത്തരായ നാവികരുമായിരുന്നു. 45ഓളം വയസ്സുള്ള കരുത്തനായ, വെയിലേറ്റു കറുത്ത, പ്രസന്നമായ കണ്ണുകളും ഊർജ്ജസ്വലവും ആത്മവിശ്വാസവുമുള്ള മുഖവുമുള്ള ജോൺ ബൺസ്ബി ഏറ്റവും ഭീരുവായ ഒരാളിൽ പോലും ആത്മവിശ്വാസം നൽകുന്ന വ്യക്തിയായിരുന്നു. ഫേലിയസ് ഫോഗും ഔഡയും ബോട്ടിൽ കയറി. അവിടെ ഫിക്സ് നേരത്തെ തന്നെ എത്തിയിരുന്നു. ഡെക്കിന് താഴെ ഒരു ചതുരാകൃതിയിലുള്ള മുറിയുണ്ടായിരുന്നു. അതിന്റെ ഭിത്തികൾ കട്ടിലുകളുടെ രൂപത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നവയായിരുന്നു. അതിന് താഴെ ഒരു വൃത്താകൃതിയിലുള്ള സോഫയും ഉണ്ടായിരുന്നു. നടുവിൽ തൂക്കുവിളക്കുള്ള ഒരു മേശയുണ്ടായിരുന്നു. സൗകര്യങ്ങൾ കുറവായിരുന്നെങ്കിലും അത് വൃത്തിയുള്ളതായിരുന്നു.
നിങ്ങൾക്കിതിലും നല്ലതൊന്നും നൽകാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്, മിസ്റ്റർ ഫോഗ് ഫിക്സിനോട് പറഞ്ഞു. അയാൾ മറുപടി പറയാതെ വണങ്ങി. മിസ്റ്റർ ഫോഗിന്റെ ദയ സ്വീകരിക്കുന്നതിൽ ആ കുറ്റാന്വേഷകന് അപമാനം തോന്നി. അതുറപ്പാണ്, അയാൾ ചിന്തിച്ചു. ഇവനൊരു കള്ളനാണെങ്കിലും മാന്യനാണ്. 3 മണി കഴിഞ്ഞ് 10 മിനിറ്റായപ്പോൾ പായകളും ഇംഗ്ലീഷ് പതാകയും ഉയർത്തി. ഡെക്കിലിരുന്ന മിസ്റ്റർ ഫോഗും ഔഡയും പാസ്പാർട്ടൂട്ടിനെ കാണാമെന്ന പ്രതീക്ഷയിൽ കടൽ തീരത്തേക്ക് അവസാനമായി ഒരിക്കൽ കൂടി നോക്കി. താൻ മോശമായി പെരുമാറിയ ആ പാവം വേലക്കാരൻ അങ്ങോട്ട് വരുമോ എന്ന് ഫിക്സ് ഭയപ്പെട്ടു. അങ്ങനെ സംഭവിച്ചാൽ അത് കുറ്റാന്വേഷകന് ഒട്ടും തൃപ്തികരമല്ലാത്തൊരു വിശദീകരണം നൽകേണ്ടിവരുമായിരുന്നു. എന്നാൽ ആ ഫ്രഞ്ചുകാരൻ വന്നില്ല. സംശയമില്ലാതെ അയാൾ ഇപ്പോഴും കറുപ്പിന്റെ ലഹരിയിലായിരിക്കണം. ഒടുവിൽ ക്യാപ്റ്റൻ ജോൺ ബൺസ്ബി യാത്ര തുടങ്ങാൻ ഉത്തരവിട്ടു. ടാങ്കഡീർ അതിന്റെ ബ്രിഗൻഡെയിൻ, ഫോർസെയിൽ, സ്റ്റാൻഡിംഗ് ജിബ് എന്നീ പായകളിൽ കാറ്റ് നിറച്ച് തിരമാലകൾക്ക് മുകളിലൂടെ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.